ഹലോ മകളെ, JP ആണ്. കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് അല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ ആണ് കേട്ടോ. നിങ്ങളെ +1 ഫിസിക്സിലെ നിങ്ങൾക്കറിയാം തെർമൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തെർമലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെ ഹീറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് 2 ചാപ്റ്ററുകളല്ലേ പഠിക്കാനുള്ള. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെഡി ആണല്ലോ? എന്റെ കൂടെ ഉണ്ടാവില്ല മകള്? കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് എന്റെ കയ്യിലുണ്ട്, നമുക്ക് ഒരുമിച്ച് ചെയ്യണം കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. റെഡി? യെസ്. എടാ, ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ മക്കളോട് പറയാം. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചെടുക്കേണ്ടത്, നമുക്ക് അതൊന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നോക്കിയാലോ. നമ്മൾ തെർമലുമായിട്ട് പഠിക്കുന്ന ഒരു ആദ്യത്തെ ചാപ്റ്റർ ആണ് അല്ലെ. ഈ ചാപ്റ്ററിനെ ഏതൊക്കെ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര മാർക്കിലാണ് ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്? നമുക്ക് ഓൾമോസ്റ്റ് 5 to 6 മാർക്സ് മാത്രമാണ് തെർമൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവുക. മാത്രം എന്നുള്ള ടൈം അല്ല കേട്ടോ, 5 to 6 മാർക്സ് ഉണ്ടാവും എന്തായാലും. അപ്പൊ ആ 5 to 6 മാർക്സ് നമുക്ക് ഉറപ്പിക്കാൻ നമ്മൾ പോവാണ്. എത്ര ടൈമാണ് ഈ ക്ലാസ് ഉള്ളത്, ആ ടൈം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ 5 to 6 മാർക്ക് എന്തുണ്ടാവും മക്കൾ ആൻസർ ഷീറ്റിൽ ഉണ്ടാവും. ഞാൻ ഗ്യാരണ്ടി ആണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. സെറ്റ് ആണല്ലോ മകൾക്ക്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ എന്ത് പറഞ്ഞു തരും, എങ്ങനെയാണ് ഈ ചാപ്റ്റർ പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നമ്മൾ നോക്കണം, ഈ ചാപ്റ്റർ നമുക്ക് കുറച്ച് പോർഷൻസ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ നമുക്ക് അങ്ങോട്ട് പറഞ്ഞു പോവാം കേട്ടോ. ഒരു 3-4 ഏരിയാസ് ഉണ്ട്. ക്ലിയർ ആണോ? 3-4 ഏരിയാസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എവിടേക്കാണ് നമുക്കൊന്ന് പറയാം. അതിൽ ഫസ്റ്റ് വൺ, നിങ്ങളെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹീറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതൊക്കെ അറിയാം. എന്താണ് ഹീറ്റ്, എന്താണ് ടെമ്പറേച്ചർ? ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നമുക്ക് തോന്നുന്നെങ്കിലും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണല്ലോ. ആ ടേമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പൊ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിലെ ഫസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഹീറ്റ്, ടെമ്പറേച്ചർ. ഇനി ഇതിന്റെ കൂടെ തന്നെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള കുറച്ച് ഡിവൈസുകളും ഉണ്ട്, ഹീറ്റ് മെഷർ ചെയ്യുന്ന ഡിവൈസും ഉണ്ട്. യെസ്, അത് ഡിഗ്രി സെൽഷ്യസിൽ പറയാറുണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റിൽ പറയാറുണ്ട്, കെൽവിൻ സ്കെയിൽ പറയാറുണ്ട്. ടെമ്പറേച്ചർ റെഡി? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് കാര്യങ്ങളും അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കൺവേർഷൻസും, അതായത് ഡിഗ്രി സെൽഷ്യസിൽ പ്രോബ്ലം തരും മക്കൾക്ക്, കെൽവിനിലേക്ക് മാറ്റാൻ പറയും, അല്ലെങ്കിൽ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ പറയും, അല്ലെങ്കിൽ ഫാരൻഹീറ്റിൽ തരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചുള്ള കുറച്ച് കളികൾ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്, എങ്കിലും എളുപ്പമാണ്, ഈസി ആയിട്ട് നമ്മൾ ആ ഏരിയ കഴിഞ്ഞു പോകും. ഇനി സെക്കൻഡ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ, സെക്കൻഡ് ഏരിയ ഹീറ്റ്, ടെമ്പറേച്ചർ, അതിന്റെ ഒരു ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ സെക്കൻഡ് ഏരിയയിൽ നമ്മൾ പഠിക്കുന്നത് മെയിൻ ആയിട്ട് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഇതിൽ ലീനിയർ എക്സ്പാൻഷൻ ഉണ്ടാവും, വോളിയം എക്സ്പാൻഷൻ ഉണ്ടാവും, അതിന്റെ കൂടെ നമുക്ക് വരുന്നത് ഏരിയ എക്സ്പാൻഷനും കൂടി ഉണ്ട്. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഏരിയയിൽ പഠിക്കേണ്ടത്. ഒരു കുഞ്ഞു ഡെറിവേഷനും കാര്യങ്ങളൊക്കെയാണ്. ഡെറിവേഷൻ എന്ന് പറയാനില്ല, ഒരു കുഞ്ഞു പോർഷൻ അത്രയേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, ലിക്വിഡ്, ഗ്യാസ്, സോളിഡ്, അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടാവുന്ന ട്രാൻസ്ഫർ, അതിന് പറയുന്ന പേരുകൾ, അങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇവിടെ നമുക്കൊരു ഗ്രാഫും റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളും ഉണ്ടടാ. ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയ തന്നെയാണ് നമുക്ക് കവർ ചെയ്ത് പോകാം. അപ്പൊ ഈ ഒരു ഏരിയയും കൂടി നമുക്ക് കവർ ആവും. ഇനി 4ാമത്തെ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ഹീറ്റിന്റെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഹീറ്റ് ട്രാൻസ്ഫർ. റെഡി? ഈ ട്രാൻസ്ഫറിൽ മെയിൻ ആയിട്ട് നമുക്ക് അറിയാം, നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നതിൽ കണ്ടക്ഷൻ ഉണ്ടാവും, കൺവെക്ഷൻ ഉണ്ടാവും, റേഡിയേഷൻ ഒക്കെ ഉണ്ടാവും അല്ലെ. നമ്മൾ നീറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ഹീറ്റ് ട്രാൻസ്ഫറിൽ. കുറെ എക്സാമ്പിൾസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെയുള്ള കുറെ കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ സ്ഥിരമായിട്ട് എക്സാമിന് ഉണ്ടാവാറുള്ളത്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിക്കാറുള്ളത് ചേഞ്ച് ഓഫ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമുക്ക് അവിടെ തന്നെയാണ്. ഒരു ഗ്രാഫ് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഈ ലാറ്റന്റ് ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതിനോട് കൂടെ മക്കൾ കൺസിഡർ ചെയ്യേണ്ട ഏരിയ ആണ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു, ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റുന്നു, ഫാരൻഹീറ്റിനെ കെൽവിനിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഡിഗ്രിയിലേക്ക് മാറ്റുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്ലിയർ ആണോ? അതൊക്കെ സെറ്റ് ആക്കിയിട്ടേ പോകുള്ളൂ. എന്റെ കൂടെ മക്കൾ നിന്ന് തന്നാൽ മതി. റെഡി ആണോ മക്കളെ? അങ്ങനെ നമുക്ക് ചാപ്റ്ററിലേക്ക് കയറിയാലോ. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. സെറ്റ് ആണോ? യെസ്. എന്നാ വന്നേ മക്കള്. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ സ്ക്രീനിൽ കാണാൻ കഴിയും. റൈറ്റ് ദ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷനെ ഒന്ന് എഴുതി വെക്കുക, അത്ര മാത്രമേ ഉള്ളൂ പണി. നമുക്ക് വേറെ ഒരു പണി തന്നിട്ടില്ല. 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ്. മക്കൾ എഴുതിക്കോ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. മക്കൾക്ക് അറിയാം എന്താണ് മക്കളെ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചതാണ്. PV = nRT ആണ്, യാതൊരു ഡൗട്ടും ഇല്ല. ഇക്വേഷൻ എഴുതിക്കോ മക്കളെ, 1 മാർക്ക് നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഉണ്ടാവും. ഇവിടെ ഒറ്റ കേസും കൂടി മക്കൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, ഒന്ന് അഡീഷണൽ ആയിട്ട് ഒന്ന് ഇംപ്രസ് ചെയ്യാൻ. പേപ്പർ നോക്കുന്ന ആളൊന്ന് ഇംപ്രസ് ചെയ്യണ്ടേ? അങ്ങനെയാണ് ഒരു കാര്യം കൂടി മക്കൾ എഴുതി വെച്ചോ. ഇവിടെ P എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്?
വി എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, എൻ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, ആർ എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്, ടി എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്. കാര്യം പി പ്രഷർ ആണ്, വി വോളിയം ആണ്, എൻ നമ്പർ ഓഫ് മോൾ ആണ്, ആർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ ടെമ്പറേച്ചർ ആയിരുന്നു. ആറിന്റെ വാല്യൂ മാത്രം ഞാനൊന്ന് എഴുതി വെക്കണം അവിടെ 8.31 ജൂൾ പെർ മോൾ കെൽവിൻ. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് സെറ്റ് ആയി വരികയാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അതുപോലെ പിയും വിയും എന്നും ആറും ടിയും ഒക്കെ സെറ്റ് അല്ലേ? അതിൽ യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാലോ. ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു കുഞ്ഞു കാര്യം കൂടി ഉള്ള നമുക്ക് വേണമെങ്കിൽ, അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറയുന്ന സമയത്തിന് അഡീഷണൽ ആയിട്ട് ബോണസ് പോലെ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് വേറെ ആഡ് ചെയ്ത ഇൻഫർമേഷൻ തരാറുണ്ട് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യമാണ് എങ്ങനെയാണ് പി വി സികളുടെ എൻ ആർ ടി എന്നുള്ള ഇക്വേഷൻ വന്ന് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. എങ്കിലും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കാര്യത്തിൽ നമ്മളെ ബോയ്ൽസ് ലോ നമ്മൾ പഠിച്ചാണ് അല്ലെ. ബോയ്ൽസ് ലോ എന്താണ്? ഒരു ബിക്ക് ഒരു കളിയിലെ ബോയ്ൽസ് ലോ നമ്മൾ പഠിച്ചല്ലേ. എന്തായിരുന്നു ബോയ്ൽസ് ലോ മക്കളെ? ഒന്ന് പറഞ്ഞേ, എനിക്ക് ഒന്ന് പറഞ്ഞേ. വേറെ ഒന്നുമില്ലല്ലോ. പി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി അല്ലേ? ഒരു കൺഫ്യൂഷനും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാലോ പി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻ ടു 1/v അല്ലേ? പി വി ഈക്വൽ ടു എന്താണ് മക്കളെ? കോൺസ്റ്റന്റ് അല്ലേ? സെറ്റ് സെറ്റ് സെറ്റ്, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ചാൾസ് ലോയിലേക്ക് മക്കൾ വന്നേ. ചാൾസ് ലോ എന്തായിരുന്നു? ചാൾസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ചാൾസ് ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ അല്ലേ? സെറ്റ് ആണോ മക്കൾക്ക്? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മക്കൾ ഒന്ന് പറ വി ബൈ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാണോ? കോൺസ്റ്റന്റ് എഴുതി കൂടെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് പുറത്ത് കിട്ടി. ഇവിടെ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇത് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കൂടി ഒന്ന് ചേർത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വരാം പി വി ബൈ ടി ഇസ് ഈക്വൽ ടു എന്ത് വരൂടാ? കോൺസ്റ്റന്റ് അല്ലേ നമുക്ക് വരാം. കൺഫ്യൂഷൻ ഉണ്ടോ? ആ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഈ കോൺസ്റ്റന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി വരും മക്കളെ? പി വി ഇസ് ഈക്വൽ ടു ടി നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. എൻ ആർ ടി, എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് മോൾ ആണ്, ആർ എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, ടി എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ ആണ്. നമുക്ക് ടി എന്ത് ചെയ്യാം? റൈറ്റിലേക്ക് എടുക്കാം. കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ആറിന് റിഡ്യൂസ് ചെയ്യുന്നു, എൻ നമ്പർ ഓഫ് മോൾസ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എന്താണ്? പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. സെറ്റ് അല്ലേ? യാതൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ നോക്കിയേ. നമ്മൾ പറഞ്ഞ കേസ് ഇത്രയേ ഉള്ളൂ. അതായത് പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. മക്കൾ എഴുതേണ്ട കാര്യം ഇത് മാത്രമാണ്. പെർഫെക്റ്റ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയാം. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ആണ്. പി വി എൻ ആർ ടി. അതിൽ ആർ എന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്? അതിന്റെ വാല്യൂ ഞാൻ ഒന്ന് എഴുതി വെച്ചിട്ടുള്ള പിയും വിയും എന്നും ആറും ടി ഒക്കെ മക്കൾക്ക് അറിയുന്നതാണ്. അതിന്റെ വാല്യൂ മാത്രം ഒന്ന് മക്കളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. വേറെ ഒന്നും അതിലേക്ക് ആവശ്യമില്ല. എങ്ങനെയാണ് വന്നത് എന്നുള്ള കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടോ. അഡീഷണൽ ആയിട്ട് ഒരു ഡീറ്റെയിൽ പറഞ്ഞത് അത്ര മാത്രമേ ഉള്ളൂ. വേറെ ഒന്നിലേക്ക് മക്കൾ പോകണ്ട. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. പോരെ? സെറ്റ് അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പക്കയായിട്ട് ഇതേപോലെ നമ്മൾ മുന്നോട്ട് പോട്ടോ. സെറ്റ് 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 ആക്കി നമ്മൾ മുന്നോട്ട് പോകും. എന്നാ മക്കൾ വന്നേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. നമുക്ക് അറിയുന്ന കാര്യമാണ്. ടെമ്പറേച്ചർ എന്തിനാണ്? ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് ദി ബോഡി അല്ലെ? അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടെമ്പറേച്ചർ ഓഫ് എ നോർമൽ ഹ്യൂമൻ ബോഡി ഈസ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. ഓർത്തു വെച്ചോ മക്കളെ, ഓർത്തു വെച്ചോ. 1 മാർക്കിനൊക്കെ ചോദിച്ചു കൂടാനില്ല. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ? ഇവനെയാണ് ഞാൻ പറഞ്ഞേ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ഉള്ള റീഡിംഗ്. വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഫാരൻഹീറ്റിലെ കളിയൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് എന്തിലേക്ക് കൊണ്ടുവരണം? നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏതാണ് മക്കളെ? ഡിഗ്രി സെൽഷ്യസിലല്ലേ? നമുക്ക് ആ റീഡിംഗിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നവര്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റിനെ നമ്മൾ എന്തിലേക്ക് കൊണ്ടുവരാൻ പോവാടാ? ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അങ്ങനെയാണ് കൂടെ നിന്ന് മക്കള്. വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഈസി ആയിട്ട് പിടിക്കും. Second question, define latent heat. Okay, fine. Why a brass tumbler feels much colder than a wooden tray on a chill day? എടാ ബ്രാസിന്റെ ടംബ്ലറിലെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഇല്ലേ, ബ്രാസിന്റെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അത് കൂടുതൽ കോൾഡ്, അതായത് തണുപ്പുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ആരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മരത്തിന്റെ ഒരു പാത്രത്തിന്റെ പിടിയേക്കാളും കൂടുതൽ തണുപ്പുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും തണുപ്പുള്ള ദിവസങ്ങളൊക്കെ. അതിനുള്ള കാരണം എന്താണ് നമ്മൾ ചോദിക്കുന്നത്? പുറത്തുള്ള കണ്ടീഷൻസും അറ്റ്മോസ്ഫിയറിലെ തണുപ്പ് എല്ലാം ഓക്കെ ആണെങ്കിൽ കൂടിയിട്ട് ബ്രാസിന്റെ പാത്രം കുറച്ചും കൂടി തണുപ്പുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അടുക്കളയിൽ കയറണം കേട്ടോ മക്കൾ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ടംബ്ലർ കുറച്ചും കൂടി, അല്ലെങ്കിൽ ബ്രാസിന്റെ ടംബ്ലർ കുറച്ചും കൂടി എന്താണ് തണുപ്പുള്ളതായിട്ട് ഫീൽ ചെയ്യും. അതിനുള്ള റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അടുക്കളയിലൊക്കെ പെരുമാറുന്ന നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ സംഭവം ഉണ്ട്. അതിന്റെ റീസൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യണം, സെറ്റ് ആക്കി പോവാം. അതിന് മുൻപായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇത് ഈ ഒരു പാറ്റേണിലെ എക്സാമിന് ചോദിക്കാറുണ്ട്. നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറയാറുണ്ട്, ഡിഗ്രി സെൽഷ്യസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയാറുണ്ട്, കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയാറുണ്ട്. ഇതൊക്കെ തന്നെ മക്കൾ പഠിച്ചു വെക്കണം, യാതൊരു കൺഫ്യൂഷനും ഇല്ല. സെറ്റ് ആണോ മക്കൾക്ക്? യെസ്. എന്നാ മക്കൾ വന്നേ, ഞാൻ ഇത് മാത്രമല്ല പറയാം, അതിന് കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് ഡാറ്റാസും കൂടി നമ്മൾ പറയാം. നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് 3 സ്കെയിലുകളാണ് ഇവിടെ ഉള്ളത്. ആൻഡ്രെ സെൽഷ്യസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്ന ഒരു സെൽഷ്യസ് സ്കെയിൽ ഉണ്ട്, ഓക്കെ. രണ്ടാമത്തെ നമുക്കൊരു ഫാരൻഹീറ്റ് സ്കെയിൽ ഉണ്ട്. മൂന്നാമത് നമുക്കൊരു കെൽവിൻ സ്കെയിൽ, ലോർഡ് കെൽവിൻ എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്ന സ്കെയിൽ ഉണ്ട്, ഓക്കെ. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെൽഷ്യസ് സ്കെയില്, ഫാരൻഹീറ്റ് സ്കെയില്, കെൽവിൻ സ്കെയിൽ. ഈസി ആണല്ലോ മക്കളെ, ഈസി ആക്കി തരാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയാണോ നമുക്ക് വന്നേ? സെൽഷ്യസ് സ്കെയിലിനെ എങ്ങനെയാണ് കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാം? അതല്ല സാറേ, ഫാരൻഹീറ്റിലേക്ക് മാറ്റണ്ടേ? മാറ്റാം, ഒരു കൺഫ്യൂഷൻ വേണ്ട. നമ്മൾ ആദ്യം എന്തിനെ എങ്ങോട്ട് മാറ്റാൻ നോക്കാം. സെൽഷ്യസിനെ എങ്ങനെ കെൽവിനിലേക്ക് മാറ്റും? സെൽഷ്യസിനെ എങ്ങനെ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റും? അതൊരു ഡൗട്ട് ആണ് അല്ലെ മക്കളെ. സെൽഷ്യസ് സ്കെയിലിൽ എങ്ങനെയാണ് നമ്മളിപ്പോ കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാം? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എങ്ങനെ നമ്മളൊന്ന് മാറ്റാൻ കഴിയാം? ഒരു കൺഫ്യൂഷനും വേണ്ട മക്കളെ. സെൽഷ്യസ് സ്കെയിലിലെ റീഡിംഗ് എത്രയാണോ അതിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്ത് കൊടുക്കുക? പ്ലസ് 273.15 ആഡ് ചെയ്ത് കൊടുത്താൽ ആ സെൽഷ്യസ് സ്കെയിലിലെ റീഡിംഗ് എത്രയായിട്ട് മാറൂടാ? കെൽവിൻ സ്കെയിലിലേക്ക് മാറും. എക്സാമ്പിൾ ആയിട്ട് ഇപ്പം 0 ഡിഗ്രി കെൽവിൻ സ്കെയിൽ എത്രയായിരിക്കും മക്കളെ? 273.15 കെൽവിനായി. വേറെ ഒന്നുമില്ല, 273.15 ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. സിംപ്ലി 273 കെൽവിൻ എന്ത് ചെയ്തു? 273 എന്ത് ചെയ്തു? ആഡ് ചെയ്തു. 0.15 അവിടെ കിടക്കട്ടെ, യാതൊരു കൺഫ്യൂഷൻ. കുറച്ചും കൂടി ക്ലിയർ ചെയ്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സാറേ 0 ഡിഗ്രി ഒക്കെ 100 ഡിഗ്രി എന്ത് ചെയ്യും? എന്ത് കൺഫ്യൂഷനാ മക്കളെ? 100 ഡിഗ്രി എന്ന് പറഞ്ഞാ 273 ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടൂടാ? 373.15 കിട്ടും. ഓക്കെ ആണോ മക്കൾക്ക്? ഇന്ന് 273 ആണ്, അതായത് 0 ഡിഗ്രി ആണെങ്കിൽ 273 ആണ്, 100 ഡിഗ്രി ആണെങ്കിൽ 373 ആണ്. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും എന്നുള്ള റിലേഷൻ പറഞ്ഞു. അല്ല സാറേ, കെൽവിൻ സ്കെയിലാണ് ഒന്നെങ്കിലോ? ഒരു ഡൗട്ടും ഇല്ല മക്കളെ. നമ്മൾ എന്ത് മൈനസ് ചെയ്താൽ മതി? 273 മൈനസ് ചെയ്താൽ മതി, നമുക്ക് റീഡിംഗ് കിട്ടും സെൽഷ്യസ് സ്കെയിലിൽ. സെറ്റ് ആണല്ലോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിൽ പറഞ്ഞില്ലല്ലോ, നമുക്ക് വരാമോ? ഒരു കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. ഫാരൻഹീറ്റിലേക്ക് വരാം. അതാണ് നമ്മൾ സാധാരണയായിട്ട് കുറച്ചൊരു നമ്മളെ ചുറ്റിക്കാറുള്ളത്. സെൽഷ്യസ് സ്കെയില് നമ്മൾ എന്തിലേക്ക് ആക്കാൻ പോവാണ്? ഫാരൻഹീറ്റ് സ്കെയിലിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. റെഡിയാണോ? ഒറ്റ ഇക്വേഷൻ കേട്ടോ, വേറെ ഒന്നുമില്ല. ഒറ്റ ഇക്വേഷൻ, ഡിഗ്രി സെൽഷ്യസ് മൈനസ് 0 ഡിവൈഡഡ് ബൈ 100 is equal to f minus 32 divided by 180. വേറെ പല ഇക്വേഷൻസും ഉണ്ടാവും കേട്ടോ. ഇതാണ് ബേസ് ഇക്വേഷൻ. ഇതൊന്ന് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് പല ഇക്വേഷനുകളിൽ കാണാൻ കഴിയാറുണ്ട്. പക്ഷെ മക്കള് ഇത് പഠിക്കുകയാണെങ്കിൽ ഇത് പഠിക്കാൻ വേറെ കുറച്ചുകൂടി എളുപ്പമാണ് തോന്നുന്നത്, മറ്റേത് പഠിച്ചാലും മതി. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നിയത് ഇതാണ് കുറച്ചുകൂടി എളുപ്പം എന്നാണ് തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം, ഡിഗ്രി സെൽഷ്യസിനെ എങ്ങനെ ഫാരൻഹീറ്റിലേക്ക് മാറ്റും? ഓക്കെ, ഇതാണ് സെൽഷ്യസ് സ്കെയിലിന് ഫാരൻഹീറ്റ് സ്കെയിലിലേക്ക് മാറ്റാനുള്ള നമ്മളുടെ ഇക്വേഷൻ. ഇതാണ്. അപ്പൊ എങ്ങനെ സാറേ നമ്മൾ മാറ്റാം? ഈ ഒരു ഇക്വേഷനിൽ തന്നെ 2 വേരിയബിൾ ഒക്കെ ഉണ്ടല്ലോ, ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് അല്ലെ. വേരിയബിൾ വേണ്ടേ? നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കിക്കോ. നിങ്ങളോടൊപ്പം ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു 50 ഡിഗ്രി സെൽഷ്യസിന് എത്ര ഫാരൻഹീറ്റ് ഉണ്ട് നമുക്ക് അറിയണം. ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് ഇക്വേഷനിലേക്ക് നമ്മൾ വന്നേ. ഡിഗ്രി സെൽഷ്യസ് -0 ഡിവൈഡ് ബൈ 100 is equal to f minus 32 divided by 180 അല്ലേ? ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. അവിടെ മക്കൾ കൊടുക്കുന്നത് ആരാ? നമുക്ക് ആരാ തന്നിരിക്കുന്ന വാല്യൂ നമ്മൾ ഒന്ന് മൊഞ്ചാക്കിയിട്ട് റെഡിൽ കൊടുത്തു കേട്ടോ. 50 ഡിഗ്രി സെൽഷ്യസ് അല്ലേ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷനിൽ ആരുടെ വാല്യൂ ആയി മക്കളെ? ഡിഗ്രി സെൽഷ്യസിന്റെ വാല്യൂ ആയില്ലേ? അവിടെ കൊടുത്താൽ മതി. 100 ഓക്കെയാണ്. ആരെയും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടേ? എഫ് അല്ലേ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടേ? കിട്ടുമല്ലോ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് സെറ്റ് അല്ലേ? നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെയാണ് മക്കൾ വന്നേ. എങ്ങനെയാണ് ഇത് ചെയ്യാൻ നമുക്ക് നോക്കാം. റെഡി ആണല്ലോ? എന്റെ കൂടെ വേണ്ട മക്കള്. ഇവിടെ മക്കൾ നോക്കിയോ, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം. ഡിഗ്രി സെൽഷ്യസ് നമുക്കറിയാം. എത്രയായിരുന്നു മക്കളെ ഡിഗ്രി സെൽഷ്യസ്? എത്രയാണുണ്ട്? ഞാൻ പറഞ്ഞിരിക്കുന്നത് എത്രയായിരുന്നു? 50 ആയിരുന്നു അല്ലെ? ഓക്കെ, 50 മൈനസ് 0 50 തന്നെ വരും, അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഡിവൈഡഡ് ബൈ 100 is equal to f minus 32 divided by 180. റെഡി ആണേ? ഒരു കൺഫ്യൂഷൻ നമ്മൾ പിടിക്കൂട്ടോ. ഓക്കെ ഫൈൻ. 50 by 100 is equal to f minus 32 divided by 180. അതിനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് പറഞ്ഞ മക്കള്. നമുക്കൊരു പേജും കൂടി ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? വേറെ ഒരു കൺഫ്യൂഷൻ വേണ്ട. മക്കളെ എഴുതുന്ന കാര്യങ്ങൾ ഒന്ന് നോക്കി നോക്കിയേ, ഈസി ആയിട്ട് നമ്മൾ ചെയ്തു പോട്ടോ.
50/100 50/100. ഈ 180 നമുക്ക് നേരെ LHS എടുക്കാലോ. LHS എടുക്കുമ്പോൾ എന്ത് വരും മക്കളെ? 180 ഇവിടെ വരും. F മൈനസ് എന്ത് വരും മക്കളെ? 32 വരും. സിമ്പിൾ ആയി നമ്മൾ പിടിക്കട്ടോ, ഈസി ആയി പിടിക്കാൻ പോവാണ് നമ്മൾ. അങ്ങനെയാണ് മക്കൾ നോക്കിയോ, ഈ 0 കട്ട് ചെയ്തല്ലോ, കൺഫ്യൂഷൻസ് ഇല്ലല്ലോ, ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ 18 into 5 ഈ ടേം അല്ലെ, ഈ രണ്ട് ടേം 18 into 5 അതിന്റെ കൂടെ F കണ്ടുപിടിക്കണമെങ്കിൽ മക്കൾ എന്ത് ചെയ്താൽ മതി? ഈ -32 എങ്ങോട്ട് കൊണ്ടുപോവാ? നമ്മൾ ജസ്റ്റ് LHS എടുത്താൽ പോലെ. അപ്പൊ ഈ -32 LHS പോകുമ്പോൾ എന്താവും മക്കളെ? +32 ആവും. ഇതൊന്ന് വാല്യൂ മക്കൾക്ക് ചെയ്ത് നോക്കാലോ, കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ, ഒരു കൺഫ്യൂഷൻ ഇല്ല സാറേ. സെറ്റ് ആണോ മക്കൾക്ക്? എന്തെങ്കിലും ഒരു പൊട്ടോപ്പൊടിയെ കിടക്കുന്നുണ്ടോ? നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. 18 into 5 എത്ര വരും മക്കളെ? 90 അല്ലേ വരാം. 19 + 32 എത്ര വരും? അതല്ല നമ്മൾ ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്. 90 + 32 എന്ന് പറയുന്നത് എത്ര വരും? 122 ഫാരൻഹീറ്റ് വരും. ക്ലിയർ? ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഉണ്ടോ? എവിടെയെങ്കിലും ഒരു പൊട്ടോപ്പൊടി കിടക്കുന്നുണ്ടോ മക്കൾ? പറ, ക്ലിയർ ആണോ? ഇത് നമുക്ക് ഈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതേ അല്ല, നമ്മൾ ഇതൊന്നും ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സെറ്റ് ആക്കി മുന്നോട്ട് പോവാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഞാൻ ഒന്നും ഒഴിവാക്കുന്നുണ്ട്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മക്കളൊന്നും നോക്കിക്കേ, ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് എഴുതിയ ഡാറ്റാസ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇതായിരുന്നു 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് അല്ലെ. അങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കണം. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. റെഡി. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫാരൻഹീറ്റിലാണ് നമുക്ക് റീഡിംഗ് തന്നിരിക്കുന്നത്. എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെ. സെറ്റ് അല്ലേ മക്കളെ? ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഓക്കെ, ഇതിനെ നമുക്ക് ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാ? ഡിഗ്രി സെൽഷ്യസ് -0 ഡിവൈഡഡ് ബൈ 100 is equal to F - 32 ഡിവൈഡഡ് ബൈ 180 അല്ലേ. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണ് നമുക്ക് സ്ക്രീനിലേക്ക് ഒന്ന് വന്നേ, എന്റെ കൂടെ വന്ന് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക നമുക്ക് നോക്കാം. ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാലോ, ഇവിടെ നമുക്ക് കൊടുത്തൂടെ? അങ്ങനെയാണ് ഡിഗ്രി സെൽഷ്യസിലുള്ള റീഡിംഗ് കിട്ടും. ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഇവിടെ തന്നിട്ടില്ല, തൊട്ട് മുന്നേ തന്നിരുന്നത് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഫാരൻഹീറ്റിലാണ്. അതിനാണ് നമുക്ക് ഒന്ന് വന്നേ, ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡഡ് ബൈ 100 is equal to എന്താണ് മക്കളെ ചെയ്യാം? F - 32 ഡിവൈഡ് ബൈ 180 അല്ലെ. F എത്ര തന്നിരിക്കുന്നത്? 98.6 - 32 ഡിവൈഡഡ് ബൈ എന്താണ് മക്കളെ? 180 ആണ്. വേറെ ഒന്നും ചെയ്യാനില്ല, ഒരു കൺഫ്യൂഷൻ അടിക്കേണ്ട. ചെയ്യേണ്ട കാര്യത്തിലേ മക്കളെ ഡിഗ്രി സെൽഷ്യസ്. അടുത്ത കേസില് ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു ഇതിനെ നമ്മൾ ഇവിടെ നിർത്തുന്നു. 100 നമ്മൾ ആർച്ചസിലേക്ക് കൊണ്ടുപോയില്ലേ? ആർച്ചസിലേക്ക് 100 പോകുമ്പോ എങ്ങനെയാ വരിക? നമുക്ക് ഇവിടെ വരും അല്ലെ, ഇവിടെ അല്ലേ വരിക. കൺഫ്യൂഷൻസ് ഉണ്ടോ? ഒരു കൺഫ്യൂഷൻ ഇല്ല സാറേ. അങ്ങനെയാണ് നമുക്ക് ചെയ്ത് നോക്കാം. എന്താ വരിക മക്കളെ? നമുക്ക് എന്ത് വരും? ഒരു പേജും കൂടി ആഡ് ചെയ്യുന്നുണ്ടോ? ക്ലിയർ? ഓക്കെ, നമുക്ക് എന്ത് വരും? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒന്ന് പറഞ്ഞു നമ്മള്. ഡിഗ്രി സെൽഷ്യസ് is equal to 98.6 ഡിഗ്രി മൈനസ് 32 ഡിവൈഡഡ് ബൈ 180. അപ്പൊ ഇത് രണ്ടും നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. ഇൻടു ഇവിടുന്ന് പോകുന്ന ഒരു 100 ഇല്ലേ, LHS ഉണ്ടായിരുന്ന ഒരു 100 നമ്മൾ RHS കൊണ്ടുപോയില്ലേ. അപ്പൊ 100 അവിടെ ഉണ്ടാവില്ലേ? 100 അടിപൊളിയായിട്ട് റൈറ്റിലേക്ക് വരത്തില്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എത്ര കിട്ടും മക്കളെ? നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കുക. നമുക്ക് എത്ര ആൻസർ കിട്ടൂടാ? ഡിഗ്രി സെൽഷ്യസ് 37 ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടൂടാ. ക്ലിയർ ആണോ മക്കൾക്ക്? അപ്പൊ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫാരൻഹീറ്റില് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. പക്ഷേ ഡിഗ്രി സെൽഷ്യസിൽ എത്രയാണ് മക്കളെ വരിക? 37. ക്ലിയർ ആണോ മക്കൾ? ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, കൺഫ്യൂഷൻ ഒന്നുമില്ല, ഈസിയാണ്, അടിപൊളിയായിട്ട് ചെയ്യാം. ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഓപ്പറേഷൻ മാത്രമേ ഉള്ളൂ. അതിന് ആൻസർ ഞാൻ എഴുതിയിട്ടുണ്ട്, ഒന്ന് ക്ലിയർ ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല അല്ലെ മക്കളെ? യെസ്, ഡിഫൈൻ ലാറ്റന്റ് ഹീറ്റ്. ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ചേഞ്ച് ഓഫ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെ അറിയാം? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. യെസ്, സ്റ്റേറ്റുകൾ ഏതൊക്കെയാന്ന് നമുക്കൊക്കെ അറിയാലോ. ലിക്വിഡ് ഉണ്ട്, സോളിഡ് ഉണ്ട്, ഗ്യാസും ഉണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ക്ലിയർ? ഓക്കെ ആണോ മക്കളെ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. അങ്ങനെയാണ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. ഇവിടെ സോളിഡ് നമ്മളിപ്പം ഒരു ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് ഒക്കെ എടുത്തു വിചാരിക്കാം. ഐസ് ക്യൂബ് എടുത്തു, ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്തു. ഐസ് ക്യൂബ് നമ്മൾ നേരെ പുറത്ത് വെച്ച് ഹീറ്റ് ചെയ്യാം. പുറത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റൗ ഒക്കെ എടുത്ത് നിങ്ങൾ ഹീറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. സോളിഡ് എന്തായിട്ട് മാറും? ഐസ് ക്യൂബ് എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറും. ലിക്വിഡ് വീണ്ടും നമ്മൾ ഹീറ്റ് ചെയ്താലോ ഗ്യാസ് ആയിട്ട് മാറും. തിരിച്ച് നമുക്ക് ഇതേ പ്രോസസ് തന്നെ റിവേഴ്സ് ചെയ്യാലോ, കൂൾ ചെയ്തിട്ടും വരാലോ. ഗ്യാസിന് എന്താക്കി മാറ്റാൻ പറ്റൂടാ? ലിക്വിഡ് ആക്കാനും പറ്റും. ലിക്വിഡിന് എന്താക്കി മാറ്റാൻ പറ്റും? സോളിഡ് ആക്കി മാറ്റാനും പറ്റും. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഇത്
ഇതിലൊക്കെ പറയുന്ന ചില പേരുകളുണ്ട് മക്കളെ. ആ പേരുകളിലേക്കാണ് ഞാൻ വരുന്നത്. സോളിഡിനെ ലിക്വിഡ് ആക്കാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ സോളിഡിനെ ലിക്വിഡ് ആക്കുന്ന ഫിനോമിനയ്ക്ക് കൊടുക്കുന്ന പേര്. സോളിഡ് ഐസ് ക്യൂബ് എന്താവാ ചെയ്യുന്നത്? ലിക്വിഡ് ആവില്ല ചെയ്യുന്നത്, വെള്ളമായിട്ട് മാറില്ല ചെയ്യുന്നത്. അപ്പൊ മെൽറ്റ് ആയി പോലെ ചെയ്യുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പേരിടാം? ഈ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് മെൽറ്റ്. അങ്ങനെയാണ് ലിക്വിഡ് ഗ്യാസ് ആവേ. ലിക്വിഡ് അടുപ്പത്ത് വെച്ച വെള്ളം അതിങ്ങനെ ചൂട് തട്ടിയിട്ട് ഗ്യാസ് ഈർപ്പമായിട്ട് പോവാം. ഈർപ്പം നല്ല നമ്മൾ പറയുന്നത് മോയ്സ്ചറായിട്ട് പോവാണ്, വേപ്പറായിട്ട് പോവാണ്. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പേര് പറയും മക്കളെ? വേപ്പറായിട്ട് പോകുന്നതിന് വേപ്പറൈസേഷൻ അല്ലാതെ ഇതിലും അടിപൊളി പേര് മക്കൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മളോട് എന്ത് കൊടുത്താ? വേപ്പറൈസേഷൻ കൊടുത്തു. സെറ്റാണ് നമുക്ക്. ഇനി ഗ്യാസ് ലിക്വിഡ് ആവുമല്ലോ. ഗ്യാസ് നിന്ന് നേരെ ലിക്വിഡിലേക്ക് വരിക. ഗ്യാസ് നിന്ന് ലിക്വിഡ് നമ്മള് ഈ മഞ്ഞകാലത്ത് കണ്ടിട്ടില്ലേ? നമ്മളെ ഗ്ലാസിന്റെ, അത് കാറിന്റെ ഗ്ലാസിന് മുകളിലൊക്കെ ചെറിയ ചെറിയ വാട്ടർ ഡ്രോപ്സ് ഒക്കെ ആയിട്ട് നിൽക്കില്ലേ? അത് ഗ്യാസ് എന്തായിട്ട് മാറാടാ? ലിക്വിഡ് ആവാണ്, കണ്ടൻസ് ചെയ്യാണ്. ഇതിന് നമ്മളൊരു പേര് പറയും, കണ്ടൻസേഷൻ. ക്ലിയർ ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ ലിക്വിഡ് വീണ്ടും സോളിഡ് ആവുന്ന നമ്മളെ ലിക്വിഡ് സോളിഡ് ആവുക. ലിക്വിഡ് സോളിഡ് ആവുക എന്താ സംഭവിക്കുന്ന? ലിക്വിഡ് സോളിഡ് ആവുക. ലിക്വിഡ് മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. വെള്ളം സോളിഡ് ആവുക, ഐസ് ആവുന്ന അല്ലെ? ഐസായിട്ട് മാറില്ല ചെയ്യുന്നേ, ഫ്രീസ് ആയി പോലെ ചെയ്യുന്നേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് എന്ത് പേര് പറയൂടാ? ഫ്രീസിങ് എന്ന് പറയും. ക്ലിയർ ആണോ മക്കൾക്ക്? മെൽറ്റിംഗ് ആയി, വേപ്പറൈസേഷൻ ആയി, കണ്ടൻസേഷൻ ആയി, ഫ്രീസിംഗ് ആയി. ഇനി സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ഗ്യാസ് ആവുന്ന ഒരു ഫിനോമിന കൂടി ഉണ്ട്. ഇതിന് നമ്മൾ പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചാണ് മക്കളെ, വെരി ഇമ്പോർട്ടന്റ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ ഓക്കെ ആണോ? ഇതിന് എക്സാമ്പിൾ ആണ് നമ്മളെ കർപ്പൂരം, ക്യാൻഫർ, സോളിഡ് CO2. ഇതൊക്കെ തന്നെ ഇതിന് എക്സാമ്പിൾ ആണ് മക്കളെ. സബ്ലിമേഷൻ എക്സാമ്പിൾ ആണ്. സോളിഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് മാറുന്നു? ഗ്യാസ് ആയിട്ട് മാറുന്നു. ഈ പറയുന്ന പേരാണ്, ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് സബ്ലിമേഷൻ. റെഡി ആണോ നമുക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു അല്ലെ? നമ്മൾ ക്വസ്റ്റിലേക്ക് വന്നില്ല. സാറേ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ആയിരുന്നു മക്കളെ, ലാറ്റൻ ഹീറ്റ് എന്താണ്? ലാറ്റൻ ഹീറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല. ഞാനൊരു കുഞ്ഞ് ഫിഗറും കൂടി വരയ്ക്കാം. ഈ ഗ്രാഫ് നമ്മൾ പല സ്ഥലത്തും ഉപയോഗിക്കും കേട്ടോ. ഇതേ ഗ്രാഫ് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫിഗറും കൂടി വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റഡി ചെയ്യാലോ. ഓക്കെ ആണോ? നമുക്ക് ഫിഗർ വരയ്ക്കാം. യെസ്. അപ്പൊ നമുക്ക് ഗ്രാഫിലേക്ക് നോക്കാം അല്ലെ? ഗ്രാഫിലേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ തൊട്ട് മുൻപ് ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു മക്കളെ? നമ്മൾ എന്തായിരുന്നു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ? നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഐസ് ക്യൂബ് എടുത്തു വരാന്ന് പറഞ്ഞു അല്ലെ? എക്സാമ്പിൾ ഒരു -5 ഡിഗ്രിയിലാണ് നിങ്ങൾ ഐസ് ക്യൂബ് എന്ന് കൺസിഡർ ചെയ്ത് നമ്മൾ -5 ഡിഗ്രിയിൽ നിങ്ങൾ ഐസ് ക്യൂബ് എടുത്തു വന്നു. ഐസ് ക്യൂബ് മക്കൾ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് സ്റ്റൗവിന്റെ മുകളിൽ വെച്ച് അതിനെ ഹീറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരണ്ടേ? തീർച്ചയായിട്ടും കൂടി വരണം. അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. നമുക്ക് ആ ഐസ് എന്തായിട്ട് മാറും മക്കളെ? കുറച്ച് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറും? ലിക്വിഡ് ആയിട്ട് മാറും. എന്താ കൺഫ്യൂഷൻ? ആ ലിക്വിഡ് വീണ്ടും എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. ഒരു കൺഫ്യൂഷനും ഇല്ല. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോസസ് അല്ലെ? അങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കിയാലോ. ഗ്രാഫ് വരച്ചു നോക്കാം. ഗ്രാഫിലൂടെ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് പഠിക്കാൻ പോവാണ്? ലാറ്റൻ ഹീറ്റ് പഠിക്കാൻ പോവാണ്. ലാറ്റൻ ഹീറ്റിന്റെ ഗ്രാഫിന് ഇമ്പോർട്ടൻസ് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല, നമ്മൾ ഈ ചാപ്റ്ററിലെ പല ഭാഗത്തും നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഒരു ഗ്രാഫാണ് കേട്ടോ. ആ ഗ്രാഫ് അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ നമുക്ക് യാതൊരു ആവശ്യമില്ല. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഹീറ്റ്, അത്രയേ ഉള്ളൂ ലാറ്റൻ ഹീറ്റ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ലാറ്റൻ ഹീറ്റ് ഉണ്ട്. ലാറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്, ലാറ്റൻ ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ഉണ്ട്. യാതൊരുവിധ ഡൗട്ടും ഇല്ല. ഇത്ര എഴുതിയാൽ മതി മക്കള്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെ തന്നെ നമ്മൾ പറയും. എങ്കിലേ മക്കൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഉപയോഗം ഇതിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഐസ് ക്യൂബ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്നില്ലേ? ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് എന്താ ചെയ്യുക മക്കളെ? ഗ്യാസിന് മുകളിൽ കയറ്റി വെക്കാണ്. ഇനി ബർണർ ഓൺ ആക്കിയല്ലോ, സ്റ്റവ് ഓൺ ആക്കിയല്ലോ. അങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണോ മക്കൾ വന്നേ? നമുക്കൊരു ഗ്രാഫ് വരച്ചുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഗ്രാഫ് വരച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമ്മൾ ഇത് തുടങ്ങാൻ പോവാണ്. നമ്മൾ ഗ്രാഫ് വരച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ ഫൈൻ. നമുക്ക് ഒരു എക്സ് ആക്സിസ് ഉണ്ട്. ഓക്കെ ഒറ്റ മിനിറ്റ്, ഗ്രാഫും സെറ്റ് ആക്കട്ടോ. നമുക്കിവിടെ ഒരു എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസും ഉണ്ടല്ലോ. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. എക്സ് ആക്സിസും ഉണ്ട്, വൈ ആക്സിസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എക്സ് ആക്സിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഹീറ്റിന്റെ അളവാണ്. ഓക്കെ ആണോ? ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഹീറ്റിന്റെ അളവാണ്. വൈ ആക്സിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നത് എന്താണ് നമ്മളെ? ടെമ്പറേച്ചർ ആണ്. ഒന്ന് ഹീറ്റ് ഞാൻ കൊടുത്തു, ഒരു ആക്സിൽ ഞാൻ ഹീറ്റ് കൊടുത്തു, ഒരു ആക്സിൽ ഞാൻ എന്ത് കൊടുത്തു മക്കളെ? ടെമ്പറേച്ചർ കൊടുത്തു. യാതൊരുവിധ കൺഫ്യൂഷനും ഇല്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ മക്കൾ നോക്കിയോ, ഞാൻ ഗ്രാഫ് ഒന്ന് ചെറുതാക്കണം. സെറ്റ് ആണോ മക്കൾക്ക്? ഹൈറ്റ് ഒക്കെ റെഡി അല്ലേ? യെസ് ഫൈൻ. അപ്പൊ ഒരു ആക്സിൽ ഞാൻ ഹീറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു ആക്സിൽ ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട് മക്കളെ? ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ
മക്കൾ നോക്കിയോ, ഞാൻ ഒരു ഐസ് ക്യൂബ് ആയിട്ട് വരികയാണ്, അല്ലെ മക്കൾ ഐസ് ക്യൂബ് ആയിട്ട് വരികയാണല്ലോ. അങ്ങനെ ഐസ് ക്യൂബ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മക്കൾ എന്താ ചെയ്യാം? എന്താണ് ചെയ്യാൻ പോകുന്നത്? സ്റ്റവിന് മുകളിലേക്ക് എടുത്തു വെക്കാണ്. സ്റ്റവിന് മുകളിലേക്ക് എടുത്തു വെക്കുന്നതിന് മുൻപായിട്ട് ഈ ഐസ് ക്യൂബ് എത്ര ഡിഗ്രിയിലാണ് മക്കളെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്? -5 ഡിഗ്രിയോ -10 ഡിഗ്രിയോ എത്ര ആയിക്കോട്ടെ, എന്തായാലും -ഡിഗ്രിയിൽ ഒരു ഐസ് ക്യൂബ് ആയിട്ടല്ലേ മക്കൾ വന്നിരിക്കുന്നത്. ഓക്കെ ഫൈൻ. അതെടുത്ത് മക്കൾ ചൂടാക്കുകയാണ്. അതിന് ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക. ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും മക്കളെ? ഒബ്വിയസ്ലി അതിന് എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരില്ലേ? നിങ്ങളൊരു പാത്രത്തിലേക്ക് ഐസ് എടുത്തിട്ടു. ആ ഐസ് മക്കൾ എന്ത് ചെയ്യുകയാണ്? ചൂടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതായത് പാത്രം ചൂടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ ടെമ്പറേച്ചർ -5 എന്നിൽ നിന്ന് മാറിയിട്ട് -4 ആവും, -2 ആവും, -1 ആവും, 0 ഡിഗ്രി വരെ വരും അല്ലെ. അത് നമുക്ക് വരച്ചു നോക്കാം. യാതൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഇവിടുന്ന് ഹീറ്റ് കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടുന്നു മക്കളെ? ടെമ്പറേച്ചർ കിട്ടുന്നു. റെഡി ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ഹീറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടുന്നുണ്ട് മക്കളെ? ടെമ്പറേച്ചർ കിട്ടുന്നു. ക്ലിയർ ആണേ? ഒരു കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ സെറ്റ് ആയി പോകണം. റെഡി? അപ്പൊ മക്കൾ നോക്കിയോ, എന്റെ ഈ ഒരു പോയിന്റ് ഇടാം. എന്റെ ഫസ്റ്റ് പോയിന്റ് ഞാൻ ഈ ഗ്രീനിലാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മളെ ഈ ഒരു പോയിന്റ് ക്ലിയർ. ഈ 2 പോയിന്റുകൾ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയായിക്കൂടാ? ഇത് ഞാൻ -5 ഡിഗ്രിയിലാണ് ഞാൻ എടുക്കുന്നത്. സോ അത് -5 ഡിഗ്രി തന്നെ നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ എന്തായിരിക്കും മക്കളെ? എനിക്ക് ഇവിടെ കിട്ടിയത് 0 ഡിഗ്രിയിലല്ലേ നിൽക്കുന്നത്. ഞാൻ ടെമ്പറേച്ചർ ഇങ്ങനെ കയറി വന്നില്ലേ? ഞാൻ ഹീറ്റ് ഇങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ ടെമ്പറേച്ചർ ഇങ്ങനെ കയറി വന്നില്ലേ? അപ്പൊ ഈ ലാസ്റ്റ് പോയിന്റ്, ഈ പോയിന്റ് എത്രയായിരിക്കും മക്കളെ? ഈ പോയിന്റ് എത്രയായിരിക്കും? ഇത് 0 ഡിഗ്രി ആയിരിക്കും. ഇതിന് ഏറ്റവും താഴെ എത്രയായിരിക്കും മക്കളെ? -5 ഡിഗ്രി ആയിരിക്കും. അതിന് -10ഓ -12ഓ വാട്ടവർ ഏത് വേണമെങ്കിലും വന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ എടുക്കുന്നത് -5 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഞാൻ അവിടെ -5 എഴുതി. തൊട്ട് മുകളിൽ 0 ഡിഗ്രി വരെ ഓക്കെ ആണ്. ഇതില് -5 ഡിഗ്രിയിൽ ഇത് എന്താണ് മക്കളെ സ്റ്റേറ്റ്? എനിക്ക് സ്റ്റേറ്റ് ഒന്നും മക്കൾ പറഞ്ഞേ. -5 ഡിഗ്രിയിൽ ഇത് സോളിഡ് സ്റ്റേറ്റ് ഐസ് ആയിരുന്നു അല്ലെ? അല്ലെ? അങ്ങനെയാണ് 0 ഡിഗ്രിയോ? 0 ഡിഗ്രിയോ സാറേ ഇത് ഐസ് തന്നെയല്ലേ? ആണ്, ഒരു കൺഫ്യൂഷനും ഇല്ല. ഐസിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തു മക്കളെ? കൂടി വന്നു. എവിടെ വരെ വന്നു? എവിടെ വരെ വന്നേ? -5 നിന്ന് എവിടെ വരെ വന്നു? 0 ഡിഗ്രി വരെ വന്നു. അപ്പോഴും അത് സോളിഡ് സ്റ്റേറ്റ് തന്നെയാ. ഒരു കൺഫ്യൂഷനും ഇല്ല നമുക്ക്. ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി കഴിഞ്ഞു. 0 ഡിഗ്രിയിൽ ഫുൾ ഐസ് ആയിട്ട് ഒരു ബോക്സ് എനിക്ക് കിട്ടി. ഐസ് ഉള്ള ഒരു ബോക്സിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 0 ഡിഗ്രി. ഞാൻ വീണ്ടും ഹീറ്റ് കൊടുത്തു തുടങ്ങിയാലോ? ഞാൻ വീണ്ടും ഹീറ്റ് അതിലേക്ക് ഇങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിലോ? ഹീറ്റ് കൊടുത്തു തുടങ്ങിയപ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഒരു കാര്യം സംഭവിച്ചതാ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നില്ല. നമ്മൾ പഠിച്ചതല്ല, നമുക്ക് അറിയാവുന്ന കാര്യം വെച്ചിട്ട് എന്താ? ഹീറ്റ് കൂടുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഹീറ്റ് നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടിക്കൊണ്ടേയിരിക്കണം, ടെമ്പറേച്ചർ കൂടിക്കൊണ്ടേയിരിക്കട്ടെ. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് മക്കളെ. ഇവിടെ നിങ്ങൾ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്ത് കൂടുന്നില്ല? ടെമ്പറേച്ചർ കൂടുന്നില്ല. പക്ഷെ മക്കൾ നോക്കിക്കോ, ഇവിടെ സോളിഡ് ആയിട്ടുള്ള ഐസ് എന്ത് ചെയ്യാൻ തുടങ്ങി? മെൽറ്റ് ആയിട്ട് ലിക്വിഡ് ആവാൻ തുടങ്ങി. മെൽറ്റ് ചെയ്തിട്ട് എന്താവാൻ തുടങ്ങി മക്കളെ? ലിക്വിഡ് ആവാൻ തുടങ്ങി. അങ്ങനെയാണോ? നമുക്ക് ആ ലൈൻ ഒന്ന് വരച്ചു നോക്കാലോ. അടിപൊളിയായിട്ട് മക്കൾ ഒന്ന് പറഞ്ഞതിന്റെ കൂടെ ഇവിടെ സോളിഡ് ആയിരുന്ന 0 ഡിഗ്രിയിൽ, ശ്രദ്ധിച്ചു കേട്ടോ മക്കള്, 0 ഡിഗ്രിയിൽ സോളിഡ് സ്റ്റേറ്റിലായിരുന്ന ഐസ് നമ്മൾ ഹീറ്റ് കൊടുത്തു തുടങ്ങിയപ്പോ എന്തിലേക്ക് മാറി മക്കളെ? ലിക്വിഡിലേക്ക് മാറാൻ തുടങ്ങി. സെറ്റ് ആണോ മക്കളെ? അതൊന്ന് ക്ലിയർ ചെയ്ത് വരയ്ക്കട്ടോ. ലൈൻ ഒന്ന് അടിപൊളിയാക്കി വരയ്ക്കാം നമുക്ക്. ഫൈൻ, അടിപൊളിയായിട്ട് വാ. ഓക്കെ, സെറ്റ് ആണോ മക്കള്? അപ്പം സോളിഡ് ആയിരുന്ന 0 ഡിഗ്രിയിൽ സോളിഡ് ആയിരുന്ന ഐസ് 0 ഡിഗ്രിയിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എന്താവാൻ തുടങ്ങിയടാ? ലിക്വിഡ് ആവാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ പോയിന്റ് എന്തായിരിക്കും മക്കളെ? ഈ പോയിന്റ് എന്തായിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്തായിരിക്കും മക്കളെ? സോളിഡ് സ്റ്റേറ്റ് ആയിരിക്കും. എന്താ കൺഫ്യൂഷൻ? ഒരു കൺഫ്യൂഷൻ ഇല്ല സാറേ, അടിപൊളിയായിട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 0 ഡിഗ്രി നമ്മൾ പറഞ്ഞു. അപ്പൊ കുറെ ടെമ്പറേച്ചർ, കുറെ ഹീറ്റ്, നമ്മളിവിടെ ഹീറ്റ് നമുക്കൊന്ന് കാണിച്ചു കേട്ടോ. നമ്മൾ ഇത്രയും പോർഷൻ കൊടുത്ത ഹീറ്റ്, അതായത് നമ്മൾ ഈ ഭാഗം ഞാൻ ഇവിടെ എങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇത്രയും പോർഷൻ കേട്ടോ. ഇത്രയും പോർഷൻ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ അവിടെ ഹീറ്റ് എന്തിനാ കൊടുത്തേ? എന്റെ ഹീറ്റ് വെറുതെ പോയോ? എന്റെ ഹീറ്റ് കൊണ്ട് ടെമ്പറേച്ചർ കയറ്റാൻ പറ്റില്ലല്ലോ. എനിക്ക് ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ കൊടുത്ത ഹീറ്റ് എന്താ? വെറുതെ പോയോ? ഇല്ല മക്കളെ, ഒന്നും വെറുതെ ആവില്ല. കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ഹീറ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ എന്തിനേക്കാൾ മാറ്റം തന്നെ? സോളിഡ് ആയിരുന്ന ഐസ് ലിക്വിഡിലേക്ക് മാറി. അതായത് സ്റ്റേറ്റ് മാറി. സ്റ്റേറ്റ് മാറുന്നതിന് വേണ്ടിയിട്ടാണ് മക്കൾ ഇവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? കേസും കൂടെ സ്റ്റേറ്റ് മാറുന്നതിന് വേണ്ടിയിട്ടാണ് മക്കൾ ഇവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? നിങ്ങൾ കൊടുത്ത ഹീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ വെറുതെ കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തേക്ക് പോവാം. നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ കൊടുത്താലോ? ഇപ്പൊ നിങ്ങൾ 0 ഡിഗ്രിയിൽ മക്കളുടെ കയ്യിലുണ്ട്. മക്കളുടെ ആ പാത്രത്തില് ലിക്വിഡ് കിടക്കുന്നില്ലേ? 0 ഡിഗ്രിയിലല്ലേ കിടക്കുന്നേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ടെമ്പറേച്ചർ ഹീറ്റ് കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മക്കളെ നോക്കി നോക്കാം നമുക്ക്. ഹീറ്റ് കൊടുത്തു തുടങ്ങി, എന്ത് സംഭവിക്കുന്നു എന്നറിയോ?
നമ്മൾ ബ്ലാക്കിൽ വരയ്ക്കും കേട്ടോ. അതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. ഹീറ്റ് ഇവിടെ നിന്ന് കൊടുത്തു തുടങ്ങിയാൽ, ഈ ലിക്വിഡ് എന്ന് പറയുന്ന ഈ പോയിന്റിൽ നിന്ന് ഹീറ്റ് കൊടുത്തു തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? നമുക്ക് ഇവിടെ ഹീറ്റ് കൊടുത്തു തുടങ്ങി. അങ്ങനെ ഹീറ്റ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഇങ്ങനെ കയറാൻ തുടങ്ങി. ഓക്കെ ആണോ? ടെമ്പറേച്ചർ ഇങ്ങനെ കയറാൻ തുടങ്ങി. 0 എത്രയായിട്ട് മാറി? 10 ഡിഗ്രി ആയിട്ട് മാറി. നമ്മൾ ഇവിടുന്ന് റൈറ്റിലേക്ക് ഇങ്ങനെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? 0ൽ നിന്ന് എത്രയിലേക്ക് മാറി മക്കളെ? 10 ഡിഗ്രി ആയിട്ട് മാറി. 10ൽ നിന്ന് എത്രയായിട്ട് മാറി? 20 ആയിട്ട് മാറി. 20 എത്രയായിട്ട് മാറി? 30, 40, 60 ഒക്കെ ആയിട്ട് മാറി. ഓക്കെ ആണോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇപ്പം ഈ സ്റ്റേറ്റ് എന്താ? ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് എന്താ? ഇത് ലിക്വിഡ് ആണ് അല്ലെ? ഈ സ്റ്റേറ്റ് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. യാതൊരു കൺഫ്യൂഷൻ ഇല്ല. വാട്ടർ നമ്മുടെ കയ്യിലല്ലേ? അങ്ങനെയാണ് മക്കൾ വന്നേ. ഇത് എവിടെ വരെ കണ്ടിന്യൂ ചെയ്തു എന്ന് അറിയാം മക്കളെ? ഓൾമോസ്റ്റ് ഒരു 100 ഡിഗ്രി വരെ. ഓക്കെ ആണേ? ഒരു 100 ഡിഗ്രി വരെ ഇത് ഓക്കെ. 100 ഡിഗ്രി വരെ എന്തായിരുന്നു? ഇതിന്റെ ഹീറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് ഇതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തു മക്കളെ? കൂടി കൂടി വന്നു. ലാസ്റ്റ് 100 ഡിഗ്രി എത്തിയല്ലോ. 100 ഡിഗ്രി അവിടെ എത്തിയല്ലോ. 100 ഡിഗ്രി റീച്ച് ആയല്ലോ. തൊട്ട് മുൻപ് ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് സംഭവിച്ചു എന്നറിയോ? പിന്നെ ഞാൻ ഹീറ്റ് കൊടുക്കുമ്പോ എന്ത് സംഭവിക്കുന്നില്ല? എന്ത് സംഭവിക്കുന്നില്ല? ഇവിടെ ടെമ്പറേച്ചർ കയറുന്നില്ല. അതിന് പകരം എന്താ സംഭവിക്കുന്ന അറിയോ? ഈ പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചേ, ഞാൻ റെഡിനെ കൊണ്ട് തന്നെ മാർക്ക് ചെയ്യുന്നു. ഞാനിപ്പോ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിന്റിൽ ആക്ച്വലി എന്താ നിൽക്കുന്നത്? ലിക്വിഡ് ആണ്. ഈ പോയിന്റിൽ ആക്ച്വലി എന്താ നിൽക്കുന്നത് മക്കളെ? ലിക്വിഡ് ആണ്. ഒരു കൺഫ്യൂഷൻ വേണ്ട. ആ പോയിന്റ് എന്താണ് മക്കളെ? ലിക്വിഡ് ആണ്. ഞാൻ വീണ്ടും ഹീറ്റ് കൊടുത്തു തുടങ്ങിയാലോ? ഞാൻ വീണ്ടും ഹീറ്റ് കൊടുത്തു തുടങ്ങിയാൽ സംഭവിക്കുന്ന കാര്യത്രേ ഉള്ളൂ. ഒറ്റ കേസ് കൂടി മക്കൾ നോക്കിയോ. സംഭവിക്കുന്ന കാര്യത്രേ ഉള്ളൂ. അത് എന്തിലേക്ക് മാറാൻ തുടങ്ങിയടാ? അത് എന്തിലേക്ക് മാറാൻ തുടങ്ങി? സ്റ്റീം ആവാൻ തുടങ്ങി, അല്ലെങ്കിൽ അത് എന്താവാൻ തുടങ്ങി? ഗ്യാസ് ആവാൻ തുടങ്ങി. ഓക്കെ ആണോ മക്കൾക്ക്? അത് ലിക്വിഡിൽ നിന്ന് മാറിയിട്ട് അത് എന്താവാൻ തുടങ്ങി മക്കളെ? ഗ്യാസ് ആവാൻ തുടങ്ങി. സെറ്റ് ആണോ? അപ്പൊ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ലിക്വിഡ് ആയിരുന്നു. എൻഡിങ് പോയിന്റ് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. അപ്പം ഏതാ ടെമ്പറേച്ചർ? 100 ഡിഗ്രി നമുക്ക് ഒരു ലിക്വിഡും കിട്ടി. ആ 100 ഡിഗ്രി നമ്മൾ ഹീറ്റ് കൊടുത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അത് ഹീറ്റ് ഇങ്ങനെ റിസീവ് ചെയ്യുന്നു. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ലിക്വിഡ് ആയിരുന്ന മെറ്റീരിയൽ എന്താവാൻ തുടങ്ങി? ഗ്യാസ് ആവാൻ തുടങ്ങി. അപ്പൊ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയും ആ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തത് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ? നമ്മൾ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തിട്ടുള്ള ഗ്രാഫ് ശ്രദ്ധിച്ചോ. റെഡ് ലൈനിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഏരിയ, ആ ഇത്രയും പോർഷൻസും ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ ഉപയോഗിച്ചിരിക്കുന്നത്? അത്രയും പോർഷൻസിലെ ഹീറ്റും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? സെറ്റ് ആണോ മക്കൾക്ക്? അപ്പൊ 2 സ്ഥലങ്ങളിൽ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. ഒന്നാമത്തെ സ്ഥലം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, രണ്ടാമത്തെ സ്ഥലം ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. റെഡി ആണോ മക്കൾക്ക്? ഒന്നാമത്തെ സ്ഥലം മക്കൾ നോക്കിയോ, സോളിഡിൽ നിന്ന് എന്തിലേക്ക് മാറി? ലിക്വിഡിലേക്ക് മാറി. രണ്ടാമത്തെ സ്ഥലം മക്കൾ നോക്കിയോ, ലിക്വിഡിൽ നിന്ന് എന്തിലേക്ക് മാറി മക്കളെ? ഗ്യാസിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുന്നതിന് നമ്മളൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താ പേര് പറഞ്ഞിരുന്നേ? മെൽറ്റിംഗ് അല്ലെങ്കിൽ ഫ്രീസിംഗ് ഒക്കെ അല്ലേ നമ്മൾ പറഞ്ഞേ? അത് ലിക്വിഡും സോളിഡും ഒക്കെ ഓക്കെയാണ്. നമ്മൾ ഇവിടെ എന്താ പറഞ്ഞിരുന്നേ? സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറി. അതല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഫേസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹീറ്റ്, ഈ 1ൽ ഞാൻ ഇവിടെ ഗ്രീനിൽ കൊടുത്തിരിക്കുന്ന ഹീറ്റ്, അതിനെയാണ് നമ്മളൊരു പേര് പറയുക, ലാറ്റന്റ് ഹീറ്റ്. എന്താ മക്കളെ പറയാം? ഒറ്റ പ്രാവശ്യം കൂടി എന്റെ കൂടി ഒന്ന് പറഞ്ഞേ. ഇതിന്റെ പേരാണ് ലാറ്റന്റ് ഹീറ്റ്. ലാറ്റന്റ് ഹീറ്റ്. അങ്ങനെയാണോ സാറേ? ഇതിന് മുകളിൽ റെഡ് ലൈനും കൂടി ഉണ്ടല്ലോ, അവിടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നില്ലേ? അവിടെ നമുക്ക് കൊടുക്കാറോ ലാറ്റന്റ് ഹീറ്റ്. ഞാൻ LH എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. ഞാൻ എന്ന മടിയനാണ്, അതുകൊണ്ട് തന്നെ ലാറ്റന്റ് ഹീറ്റിനെ LH എന്ന് എഴുതി. താഴെ ഞാൻ നീറ്റായിട്ട് ലാറ്റന്റ് ഹീറ്റ് എന്ന് എഴുതി. സാറേ ഒരു ഫിഗറിൽ തന്നെ 2 ലാറ്റന്റ് ഹീറ്റ് വന്ന കൺഫ്യൂഷൻ ആവൂലേ? കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നമുക്ക് എന്താണ് 2 പേര് കൊടുത്താലോ? ആക്ച്വലി ഇത് രണ്ടും എന്താണ്? ലാറ്റന്റ് ഹീറ്റ് തന്നെയാണ്. സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഫിഗറിൽ 2 ലാറ്റന്റ് ഹീറ്റ് വന്നില്ലേ? തീർച്ചയായിട്ടും അതിലെ ഒന്ന്, അതായത് മുകളിൽ ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുന്നില്ലേ? അതിലെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് നമ്മൾ എന്ത് പേര് പറയടാ? വാപ്പറൈസേഷൻ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ. അങ്ങനെയാണെങ്കിൽ താഴെ നമ്മൾ എന്ത് പേര് പറയും മക്കളെ? സോളിഡിന് ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ലിക്വിഡും സോളിഡ് ആവാം. അതല്ല നമ്മളെ അവസ്ഥ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഓക്കെ ആണോ? അപ്പോ ഒന്നിന് നമ്മൾ പേര് കൊടുത്തു ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. നെക്സ്റ്റ് വൺ നമ്മൾ എന്ത് പേര് കൊടുത്തു മക്കളെ? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ. ഇതാണ് നമ്മളുടെ ലാറ്റന്റ് ഹീറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കേസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ മക്കൾക്ക്? ദർ ഇസ് നോ ഡൗട്ട്. ക്ലിയർ ആണ്, പക്കയാണ്. നമ്മൾ ആ ക്വസ്റ്റിന്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു പോകുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആ രീതിയിൽ തന്നെ മക്കൾ പഠിക്കാം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. ഒരു ക്വസ്റ്റിന് ഒരു സിമ്പിൾ ആൻസർ പറഞ്ഞുകൊണ്ട് പോകുന്ന രീതിയല്ല നമ്മൾ ചെയ്യുന്നത്.
ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ചിലപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. പക്ഷെ നെറ്റ് എഫക്ട് നമുക്ക് എത്ര ക്വസ്റ്റ്യൻസിന്റെ ഫീൽ കിട്ടണം, ഒരു 50 to 60 ക്വസ്റ്റ്യൻ ഫീൽ ചെയ്തായിട്ട് തോന്നണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞ ഗ്രാഫ് എന്തായിരുന്നു, ഹീറ്റും ടെമ്പറേച്ചറും ബേസ് ചെയ്ത് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു. -5 ഡിഗ്രിയിൽ ഒരു ഐസ് ക്യൂബ് എടുത്തു. -5 or 10 എത്ര വേണമെങ്കിലും എടുക്കാം. മക്കളുടെ വീട്ടിലെ ഫ്രിഡ്ജ് അല്ലേ, നിങ്ങളെ ഇഷ്ടട്ടോ. അങ്ങനെയാണെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി വരത്തില്ലേ, 0 ഡിഗ്രി വരെ ആയില്ലേ. 0 ഡിഗ്രി എത്തിക്കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റ് എന്താ മക്കളെ, സോളിഡ് തന്നെയാണ് അല്ലെ. ഒരു ഡൗട്ടും ഇല്ല സാറേ, സോളിഡ് തന്നെ. ഇനിയും ഹീറ്റ് കൊടുത്തുകൊണ്ടിരുന്നാലോ, സോളിഡിൽ നിന്ന് മാറി എന്തിലേക്ക് മാറും, ലിക്വിഡിലേക്ക് മാറും. പക്ഷെ അവിടെ ടെമ്പറേച്ചർ മാറ്റമില്ല, 0 ഡിഗ്രി തന്നെയായിരിക്കും. ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റിനെ ലാറ്റന്റ് ഹീറ്റ് എന്ന് പറയും. അതിനാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയാം. കാരണം മുകളിൽ നമുക്ക് വേറെ ലാറ്റന്റ് ഹീറ്റ് ഉണ്ട്. സോ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് കൊടുത്തു. ഇനിയും നമ്മൾ ഹീറ്റ് കൊടുത്തുകൊണ്ടിരുന്നാലോ, ആ ബ്ലാക്ക് ലൈൻ മക്കൾ കണ്ടോ, അവിടെ 10 ഡിഗ്രി 20 ഡിഗ്രി 30 ഡിഗ്രി ഇങ്ങനെ കയറിക്കൊണ്ട് വരും. 100 ഡിഗ്രി ആയി, അവിടെ ലിക്വിഡ് ആയി. സെറ്റ് ആണോ മക്കൾക്ക്? 100 ഡിഗ്രി എത്തി കഴിഞ്ഞാൽ വീണ്ടും എന്തായി മാറും മക്കളെ, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണേ. അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലാറ്റന്റ് ഹീറ്റ്, അല്ലെങ്കിൽ ആ ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ. സെറ്റ് ആണോ മക്കൾക്ക്? ഗ്യാസ് ആയി. ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ഇതാണ് ഈ ഗ്രാഫിന്റെ ഏറ്റവും ബേസിക് ഐഡിയ കേട്ടോ. ക്ലിയർ ആണോ അല്ലയോ? ഫൈൻ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ വീണ്ടും വരാം അല്ലെ. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് ലാറ്റന്റ് ഹീറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഫേസ് ചേഞ്ചിന് വേണ്ടി, സ്റ്റേറ്റ് ചേഞ്ചിന് വേണ്ടി, അല്ലെങ്കിൽ ഫേസ് ചേഞ്ചിന് വേണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത് മക്കളെ, ലാറ്റന്റ് ഹീറ്റ്. ഓക്കെ ആണ്, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. യെസ്, അങ്ങനെയാണ് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് മക്കൾ വന്നേ. Why a brass tumbler feels much more colder than wooden tray on a chill day? തണുപ്പുള്ള ദിവസങ്ങളിൽ ഒരു ബ്രാസിന്റെ പാത്രം പിടിക്കുമ്പോഴാണോ ഒരു വുഡിന്റെ മരത്തിന്റെ പാത്രം പിടിക്കുമ്പോഴാണോ നിങ്ങൾക്ക് കൂടുതലായിട്ട് തണുപ്പ് ഫീൽ ചെയ്യാം? ഒരു കൺഫ്യൂഷനും വേണ്ട മക്കളെ, ബ്രാസിന്റെ പാത്രമായിരിക്കും അല്ലെ, ബ്രാസിന്റെ ടംബ്ലർ ആയിരിക്കും അല്ലെ. കാരണം എന്താ മക്കളെ, കൂടുതൽ തെർമൽ കണ്ടക്ടിവിറ്റി ആർക്കാണ്? ബ്രാസിനാണ്. വേറെ ഒന്നുമില്ല, അതിൽ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കാണ്, ബ്രാസിനാണ്. ഓക്കെ ആണോ? അപ്പൊ നമ്മളെ ശരീരത്തിൽ, നമ്മളെ ബോഡിയിൽ നിന്ന് കൂടുതലായിട്ട് ഹീറ്റ് വലിച്ചെടുക്കുന്ന ആരായിരിക്കും? ബ്രാസ് ആയിരിക്കും. നമ്മൾ ഗ്ലാസ് പിടിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ എവിടെയാ? കൂടുതൽ ടെമ്പറേച്ചർ നമ്മളെ കയ്യിലല്ല നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഹീറ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യും? ബ്രാസ് വലിച്ചുകൊണ്ടു. തെർമൽ കണ്ടക്ടിവിറ്റി കുറവാ ആർക്കാ തെർമൽ കണ്ടക്ടിവിറ്റി കുറവ്? ഇവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വുഡിന് കുറവാണ്. സോ വുഡ് എന്ത് ചെയ്യും? കുറച്ചേ നമ്മുടെ ബോഡിയിൽ നിന്ന് ഹീറ്റ് വലിക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ചേ തണുപ്പ് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ ബ്രാസിന്റെ കേസിലാണെങ്കിലോ, ബ്രാസ് കൂടുതലായിട്ട് തെർമലി കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യും മക്കളെ, തണുപ്പ് ഫീൽ ചെയ്യും. സെറ്റ് ആണോ മക്കൾക്ക്? ഇത്രയും കാര്യം ഓക്കെ ആണോ? അങ്ങനെയാണ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫിനിഷ് ആയിട്ടോ. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കളൊന്നെ വേഗം വന്ന് എന്റെ കൂടെ. യെസ് 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 വന്നൂടാ. The triple point of carbon dioxide is -56.6 degree Celsius express a temperature on Fahrenheit scale. ഞാൻ ചെയ്യേണ്ട ആവശ്യം തന്നെയല്ല, മക്കൾക്ക് ഓൾറെഡി അറിയാവുന്ന കേസാണ്. എങ്കിലും നമ്മൾ ചെയ്തു, മൾട്ടിപ്ലൈയായിട്ട് നമ്മൾ ചെയ്തു കൂടാ. നമ്മൾ നോക്കിക്കോളാം. ഡിഗ്രി സെൽഷ്യസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ട്രിപ്പിൾ പോയിന്റ്, സോളിഡ് ലിക്വിഡ് ഗ്യാസ് ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. അതിന്റെ ടെമ്പറേച്ചർ പ്രഷർ അതിനൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നതാണ് ട്രിപ്പിൾ പോയിന്റ്. നമ്മൾ അത്ര നോർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് ട്രിപ്പിൾ പോയിന്റ് ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡിന്റെ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് -56.6 ഡിഗ്രി സെൽഷ്യസ് ആണ് പറഞ്ഞു. അങ്ങനെ സബ്സ്റ്റൻസ് ട്രിപ്പിൾ പോയിന്റ് എന്നൊക്കെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ സോളിഡും ലിക്വിഡും ഗ്യാസും ആ ഒരു പോയിന്റ് എന്ത് ചെയ്യും? തെർമൽ ഡൈനാമിക്കലി ഇക്വിലിബ്രിയത്തിലായിരിക്കും. ആ ഒരു പോയിന്റിനാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ട്രിപ്പിൾ പോയിന്റ് എന്നൊക്കെ പറയുന്നത്. മക്കൾ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. മക്കൾ പഠിക്കേണ്ടത് എന്താ? ഇവിടെ കാർബൺ ഡയോക്സൈഡിന്റെ ട്രിപ്പിൾ പോയിന്റ് എത്രയാണ്? -56.6 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ -56.6 ഡിഗ്രിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. സാറേ എന്ത് ചെയ്യും നമ്മള്? ഒരു കൺഫ്യൂഷനും വേണ്ട മക്കള്, എന്റെ കൂടെ നിന്ന് വന്നോ. ഇക്വേഷൻ ഞാൻ എഴുതി തരും. ഡിഗ്രി സെൽഷ്യസ് -0 ഡിവൈഡഡ് ബൈ 100 is equal to F - 32 divided by 180. റെഡി ആണോ? എന്ത് ഡൗട്ട് അതിനുള്ളത് മക്കളെ? വന്ന എന്റെ കൂടെ. ഇവിടെ ഡിഗ്രി സെൽഷ്യസിന് പകരം എന്ത് കൊടുക്കണം മക്കള്? -56.6 കൊടുക്കും. -0 ഡിവൈഡ് ബൈ 100 അല്ലെ? is equal to എന്ത് കൊടുക്കും മക്കളെ? F - 32 divided by 180 അല്ലെ? ഇനി എന്താ ബുദ്ധിമുട്ടുള്ള? കാൽക്കുലേറ്ററിലെ കയ്യിലുള്ളത് അടിപൊളിയായിട്ട് അവർ ചെയ്ത് പോയിക്കാൻ മക്കളെ. ഈ 180 LHS ഉണ്ടാവുന്ന ഈ 180 എങ്ങോട്ട് പോകും? RHS ലേക്ക് പോവില്ലേ? ആരുടെ അടുത്തേക്ക് പോടാ? -56.6 അടുത്തേക്ക് പോകത്തില്ലേ? അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? -56.6 into 180 divided by 100. നമുക്കൊന്ന് എഴുതി വെക്കാം. എന്തായിരുന്നു? -56.6 into 180 ആണ് അല്ലെ? 180 അതല്ലായിരുന്നോ? 180 അല്ല നമ്മളെ ലെഫ്റ്റിലേക്ക് പോകുന്നേ.
180 കേട്ടോ. 180 എഴുതിയപ്പോ 8 കുറച്ച് അലമ്പായി അല്ലെ. നമ്മൾ നോക്കിയോ 180 ഡിവൈഡഡ് ബൈ എന്ത് വരും മക്കളെ 100 is equal to എന്ത് വരൂടാ f minus 32 അല്ലേ വരിക. ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ. ഇതല്ലേ ഈ എഫ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ, ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടേ. എന്താ ബുദ്ധിമുട്ട്? -56.6 into 180 ചെയ്തോ മക്കളെ. അതിനെ 100 ആയിട്ട് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഇനി ചെയ്യേണ്ട കാര്യം എന്താ, എഫിൽ നിന്ന് ആരെ 32നെ ലെഫ്റ്റിലേക്ക് എടുക്കുക അല്ലെ. അങ്ങനെ LHSലേക്ക് കൊണ്ടുപോകുമ്പോ മൈനസ് മാറിയിട്ട് എന്താവും മക്കളെ, പ്ലസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്ത് വരും, -56.6 into 180 divided by 100. റെഡി ആണേ. ഈ വാല്യൂ കാൽക്കുലേറ്റർ അടിപൊളിയായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്താൽ മക്കളെ ഈ -32 റൈറ്റിലേക്ക് പോകുമ്പോഴോ +32 സാറേ. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഫാരൻഹീറ്റ് എന്താ സെറ്റ് കിട്ടിക്കുന്നുണ്ടോ? ഇനി കൺഫ്യൂഷനിലെ നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു പോയ ക്വസ്റ്റൻ ആണത്. ഒരു കൺഫ്യൂഷൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. സെറ്റ് ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വന്നാലോ മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റിൽ നോക്കിയാലോ, നോക്കാം. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം മക്കളെ. ക്വസ്റ്റൻ നമുക്കൊന്ന് വായിച്ചു നോക്കണം. The change in temperature of a substance when a given quantity of heat is absorbed or rejected by it is characterized by the heat capacity. നമുക്കറിയാം ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് റിലേറ്റഡ് ആണ്, ആ ബോഡിയുടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലെ. അതൊക്കെ ഓക്കെയാണ് സാറേ, ഒരു കൺഫ്യൂഷൻ ഇല്ല. ഈ സെക്കൻഡ് ക്വസ്റ്റൻ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് വന്ന മക്കളെ, ഡിഫൈൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അപ്പൊ രണ്ട് ടേം നമ്മളോട് ചോദിച്ചിട്ടുള്ള, ഒന്ന് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ വാട്ടർ ഹാസ് മിനിമം വോളിയം. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അല്ലെ. അത് മുമ്പായിട്ട് ഞാൻ അതിന്റെ കണ്ടന്റ് കുറച്ചൊന്ന് പറയാം, ഇതിന് നമുക്ക് അതിലേക്ക് വരാം. അങ്ങനെയാണ് ഫസ്റ്റ് വൺ, ഹീറ്റ് കപ്പാസിറ്റി. എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? നമുക്ക് നോക്കിയാലോ മക്കളെ. സെറ്റ് അല്ലേ, ഹീറ്റ് കപ്പാസിറ്റി കേട്ടോ. ഹീറ്റ് കപ്പാസിറ്റി ഞാൻ HC എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ. ഹീറ്റ് കപ്പാസിറ്റി വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ഒരു ഹോൾ ബോഡിന്റെ ഇതിനുള്ളിൽ ഞാൻ ലിക്വിഡ് വാട്ടർ എന്തോ സബ്സ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഹോൾ ബോഡിന്റെ ടെമ്പറേച്ചർ എനിക്ക് എത്ര റൈസ് ചെയ്യണം മക്കളെ? ഒരു 1 ഡിഗ്രി റൈസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഒരു 30 ഡിഗ്രി ഉള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ എനിക്ക് എത്രയായിട്ട് ഉയർത്തണം? ഇത് 31 ഡിഗ്രി ആയിട്ട് റൈസ് ചെയ്യണം. വേറെ ഒന്നുമില്ല, 30 ഡിഗ്രി ഉള്ള സബ്സ്റ്റൻസ് എനിക്ക് 31 ഡിഗ്രി ആയിട്ട് റൈസ് ചെയ്യണം. അത് എനിക്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ അളവിനെയാണ് ഞാൻ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് റിക്വയർഡ് ടു ഇൻക്രീസ് 1 ഡിഗ്രി ഓഫ് ടെമ്പറേച്ചർ അല്ലെ. 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഹീറ്റ് കപ്പാസിറ്റി ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ S ആണ്. ഓക്കെ ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ S എന്തായിരിക്കും മക്കളെ? എനിക്ക് ആവശ്യമുള്ള ഹീറ്റിന്റെ അളവല്ലേ. എന്തിനാവശ്യമുള്ള ഹീറ്റിന്റെ അളവ്? 1 ഡിഗ്രി ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ ΔT എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് കൂടി മക്കളൊന്നും എനിക്ക് പറഞ്ഞേ. ΔQ യൂണിറ്റ് ജൂൾ അല്ലേ. ΔT ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കെൽവിൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ ജൂൾ പെർ കെൽവിൻ വരും. സെറ്റ് ആണോ മക്കൾക്ക്? അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കേസ് ഓക്കെ. ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് ക്വസ്റ്റ്യൻ അതൊന്നുമില്ല കേട്ടോ. ഞാൻ പറയാൻ പോകുന്ന നെക്സ്റ്റ് കാര്യമാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ടത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി SHC എന്ന് എഴുതി വെക്കട്ടോ. മക്കളൊന്നും ഇങ്ങനെ എഴുതരുത് ഒരിക്കലും. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഞാൻ അത് ഷോർട്ടാക്കി എഴുതുന്നത് മാത്രമേ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്പെസിഫൈ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തത വരുത്താണ് അല്ലെ. അതിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിനാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹീറ്റ് കപ്പാസിറ്റി നമുക്കറിയാം, ഒരു സബ്സ്റ്റൻസിന്റെ ഹോൾ സബ്സ്റ്റൻസിന്റെ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ അളവാണ് എന്റെ ഹീറ്റ് കപ്പാസിറ്റി. യൂണിറ്റ് എനിക്കറിയാം, ഒരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ സെക്കൻഡിലേക്ക് മക്കൾ വന്നേ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒന്നുമില്ല, ഒരു യൂണിറ്റ് മാസിന്റെ, മക്കൾ ശ്രദ്ധിച്ച്, ഒരു യൂണിറ്റ് മാസിന്റെ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായിട്ട് ഞാൻ കൊടുക്കേണ്ടി വരുന്ന ഹീറ്റിന്റെ അളവാണ് മക്കളെ എന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്ത ആദ്യ ഒരു ഫാക്ടർ എന്ത് മാത്രമാണ്? ഞാനിവിടെ യൂണിറ്റ് മാസിനെ കൊണ്ടുവന്നാലേ യൂണിറ്റ് മാസിനെ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട്, 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ എമൗണ്ട്, അതിനെയാണ് ഞാൻ എന്ത് പേര് പറഞ്ഞേ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇത് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ഉപയോഗിക്കും? സ്മോൾ ലെറ്റർ S ഉപയോഗിക്കാം. ഓക്കെ ആണോ മക്കൾക്ക്? സ്മോൾ ലെറ്റർ S ആണ് കേട്ടോ. സ്മോൾ ലെറ്റർ S ഉപയോഗിക്കാം. S is equal to എന്ത് വരും മക്കളെ? ΔQ by ΔT. നമ്മൾ ഓൾറെഡി ആയിക്കോട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്തു? നമ്മളിവിടെ യൂണിറ്റ് മാസ് അല്ലേ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് S is equal to എന്ത് വരടാ? ΔQ divided by M ΔT. റെഡി ആണോ മക്കളെ? അതിന്റെ യൂണിറ്റ് കൂടി ഒന്ന് പറഞ്ഞേ. ഇത് അടിപൊളിയായി നമ്മൾ യൂണിറ്റ് കൂടി പറഞ്ഞേ. ΔQ നമുക്കറിയാം ജൂൾ ആണ്. M യൂണിറ്റ് മാസ് കിലോഗ്രാം അല്ലേ. ΔT എന്തായിരുന്നു മക്കളെ? കെൽവിൻ ആണ്. അങ്ങനെയാണ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ.
ഇതാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഹീറ്റ് കപ്പാസിറ്റിയും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തമ്മിലുള്ള ഡിഫറൻസ്? വേറെ ഒന്നുമില്ല മക്കളെ, ഇത്ര മാത്രമേ ഉള്ളൂ. ഹീറ്റ് കപ്പാസിറ്റിയിൽ എന്ത് ചെയ്യുന്നില്ല? സ്പെസിഫൈ ചെയ്യുന്നില്ല. ഹോൾ ബോഡിന്റെ മാസ് 1 ഡിഗ്രി റൈസ് ചെയ്യുന്നു. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിലോ സ്പെസിഫൈ ചെയ്യുന്നു. എന്ത് സ്പെസിഫൈ ചെയ്യുന്നു? യൂണിറ്റ് മാസ് ആണ് സ്പെസിഫൈ ചെയ്യുന്നു. അങ്ങനെയാണ് സാറേ. എന്താ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഓക്കെ ആണോ? എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? നമുക്കൊരു പേജും കൂടി ആഡ് ചെയ്താലോ? ചെയ്യാം അല്ലെ. നമുക്ക് എന്താണ് സാറേ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇത് പറയാൻ വേണ്ടി ഞാൻ സി ഉപയോഗിക്കും കേട്ടോ. ക്ലിയർ ആണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ്? വേറെ ഒന്നുമില്ല. എന്തായാലും സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി യൂണിറ്റ് മാസ് അല്ലേ? അങ്ങനെയാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താ? ഒരു മോൾ, ഒരു യൂണിറ്റ് മോളിന്റെ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് സിന്റെ ഇക്വേഷൻ മക്കൾ ഒന്ന് പറഞ്ഞേ. അവിടെ മാസിന് പകരം ആര് മാറി വരൂടാ? ഒരു മോളാവും, അത്രേ ഉള്ളൂ. മോളിൽ നമുക്ക് n വെച്ചിട്ടും പറയാം, അല്ലെങ്കിൽ മ്യൂ വെച്ച് ഇങ്ങനെയും പറയാം കേട്ടോ. ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ചില ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെ കാണാം? 1/n ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. സെറ്റ് ആണ്. മ്യൂ അല്ലെങ്കിൽ n എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിറ്റ് മോളിന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും മക്കൾ കൺസിഡർ ചെയ്യാൻ പോകണ്ട. അപ്പൊ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാസ്, തൊട്ട് മുൻപ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ നമ്മൾ മാസാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ മക്കൾ എന്താണ് ഉപയോഗിക്കുന്നത്? എന്താണ് മക്കൾ ഉപയോഗിക്കുന്നത്? വേറെ ഒന്നും മക്കൾ കൺസിഡർ ചെയ്യാൻ പോകണ്ട. ഒരു യൂണിറ്റ് മോളാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു യൂണിറ്റ് മോളിന്റെ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറിന്റെ അളവാണ് ഏത് മക്കളെ? ഹീറ്റിന്റെ അളവാണ് ഏത് മക്കളെ? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. റെഡി ആണോ? ക്ലിയർ ആണോ? അല്ലയോ? കൺഫ്യൂഷൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് എളുപ്പല്ലേ? എന്താണ് കൺഫ്യൂഷൻ? ഡെൽറ്റ ക്യൂ ജൂളാണ് മോളിൽ വരിക അല്ലെ. എൻ മോളിൽ എന്തായിരിക്കും വരിക? മോളാണ്. ഡെൽറ്റ ടി കെൽവിൻ അല്ലേ? അങ്ങനെയാണ് നമ്മളെ യൂണിറ്റ് എന്ത് വരിക? ജൂൾ പെർ മോൾ കെൽവിൻ വരും. സെറ്റ് ആണോ? ജൂൾ പെർ മോൾ കെൽവിൻ. ഞാൻ ഒന്നും കൂടി എഴുതാം. ജൂൾ പെർ സിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ജൂൾ പെർ മോൾ കെൽവിൻ. റെഡി ആണോ മക്കൾക്ക്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇല്ല. റെഡി ആണോ? ഓക്കെ ആണ്. ഇത് ജെ ആണ് കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ചിലപ്പം ഓക്കെ ഫൈൻ, ജെ ആണ്. ഓക്കെ ഫൈൻ. ജൂൾ പെർ മോൾ കെൽവിൻ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ മക്കളെ? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. റെഡി ആണോ അല്ലയോ? ക്ലിയർ. അതൊന്ന് റെഡി ആക്കി പിടിച്ചോട്ടോ. നമുക്ക് സ്ക്രീൻ ഒന്ന് നോക്കിയോ മക്കള്? വേറെ ഒന്നുമില്ല. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു മോളിന്റെ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ അളവാണ്. നമ്മൾ പറഞ്ഞു സി ഈസ് ഈക്വൽ ടു എമ്മിന് പകരം എന്ത് വരാണ്? ഒന്നുകിൽ മ്യൂ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം മക്കളെ? n കൊടുക്കാം അല്ലെ. അങ്ങനെ ആ ഇക്വേഷൻ നമ്മൾ മാറ്റി എഴുതാണ്. അങ്ങനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? സി ഈസ് ഈക്വൽ ടു ജൂൾ പെർ മോൾ കെൽവിൻ എന്നാണ് അതിന്റെ യൂണിറ്റ് എന്ന് മനസ്സിലാവും. തൊട്ട് മുൻപ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിന്റെ യൂണിറ്റ് എന്തായിരുന്നു? ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആയിരുന്നു. ഇവിടെ മോള് വരും, യാതൊരു വ്യത്യാസവും. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഓക്കെ ആയില്ലേ? ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യെസ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അതൊന്ന് എഴുതി വെച്ചാൽ മതി മക്കള്. ഇതിന് കൂടുതൽ കാര്യം കൂടി പറയാനിടാ. ഗ്യാസിന്റെ കേസിൽ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി പറയുന്ന സമയത്ത് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നത്, ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്ന സമയത്ത് പ്രഷറിലും വോളിയത്തിലും മാറ്റം വരും. എങ്ങനെ വരും മക്കളെ? പ്രഷറിലും വരും, വോളിയത്തിലും മാറ്റം വരും. അപ്പൊ നമുക്ക് എന്തുണ്ടാവുക? കോൺസ്റ്റന്റ് പ്രഷറിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ ആ എമൗണ്ട് ഓഫ് ഹീറ്റിന് ഒരു വാല്യൂ ഉണ്ടാവും. കോൺസ്റ്റന്റ് വോളിയത്തിൽ ചെയ്യുന്ന സമയത്തും നമുക്ക് ആ എമൗണ്ട് ഓഫ് ഹീറ്റിന് എന്തുണ്ടാവും? ഒരു വാല്യൂ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ നമ്മളിപ്പോ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ചെയ്യാണ്. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഈ ഗ്യാസിന്റെ കേസിലാവുമ്പോ കോൺസ്റ്റന്റ് പ്രഷറിൽ ഞാൻ ഈ പ്രോസസ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ, ഹീറ്റിന് ഒരു വാല്യൂ ഉണ്ടാവും. കോൺസ്റ്റന്റ് വോളിയത്തിൽ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് കിട്ടുന്ന ഹീറ്റിന് ഒരു വേറൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ ആണോ അല്ലയോ? അപ്പൊ ഗ്യാസിന്റെ കേസിൽ നമുക്ക് ഇവിടെ എന്തുണ്ടാവൂടാ? സി പി കോൺസ്റ്റന്റ് പ്രഷറിൽ എന്തുണ്ടാവും? ഒരു മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ടാവും, അല്ലാതെ ഒരു ഹീറ്റിന് ഒരു വാല്യൂ ഉണ്ടാവും. അതേപോലെ കോൺസ്റ്റന്റ് വോളിയത്തിലും നമുക്ക് എന്തുണ്ടാവും? ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ടാവും. അതിനൊന്നിനെ നമ്മൾ സി പി എന്ന് പറയും. കോൺസ്റ്റന്റ് പ്രഷറിൽ ചെയ്യുന്നതിനെ സി പി എന്ന് പറയും. സി വി എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? കോൺസ്റ്റന്റ് വോളിയത്തിൽ ചെയ്യുന്നതാണ്. ഇക്വേഷൻ ഒന്നും യാതൊരുവിധ മാറ്റൂല. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ അതിൽ ഇനി ക്വസ്റ്റ്യൻ ഉണ്ടോ? വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ? At what temperature water has minimum volume? Yes. എടാ ഈ ടെമ്പറേച്ചർ നമ്മൾ ഓർത്തു വെച്ചോ. അറ്റ് വാട്ട് ടെമ്പറേച്ചർ? 4 ഡിഗ്രി ടെമ്പറേച്ചർ. നമ്മൾ ഇതിനൊരു പേര് പറയടാ. അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. എന്തായിരുന്നു മക്കളെ? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ.
എന്താണ് ഈ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇപ്പം 10 ഡിഗ്രി, 8 ഡിഗ്രി, 6 ഡിഗ്രി, 4 ഡിഗ്രി. ഇത് 10 ഡിഗ്രിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ ആർക്കായിരിക്കും? 8 ഡിഗ്രിക്കായിരിക്കും. 8 ഡിഗ്രിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി ആർക്കായിരിക്കും? 6 ഡിഗ്രിക്കായിരിക്കും. 6 ഡിഗ്രിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ ആർക്കായിരിക്കും? 4 ഡിഗ്രിക്കായിരിക്കും. പക്ഷെ ആക്ച്വലി നമുക്കിനി 4, 3, 2, 1 ഒക്കെ എഴുതുമ്പോൾ ഈ 4 ഡിഗ്രിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി ആർക്ക് വരണം? 4 ഡിഗ്രിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി ആർക്ക് വരണം? 3 ഡിഗ്രിക്ക് വരണം. 3 ഡിഗ്രിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി ആർക്ക് വരണം? 2 ഡിഗ്രിക്ക് വരണം. 2 ഡിഗ്രിനേക്കാളും കൂടുതൽ ഡെൻസിറ്റി ആർക്ക് വരണം? 1 ഡിഗ്രിക്ക് വരണം. പക്ഷെ ഇവിടെ സംഭവിക്കുന്ന കാര്യം മക്കൾ നോക്കിക്കോ. 4 ഡിഗ്രി കഴിഞ്ഞാൽ 3 ഡിഗ്രിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 4 ഡിഗ്രിനേക്കാളും കുറവ് ഡെൻസിറ്റിയാണ് ആർക്കുള്ളത്? 3 ഡിഗ്രിക്ക് ഉണ്ടാവുക. 3 ഡിഗ്രിനേക്കാളും കുറവ് ഡെൻസിറ്റിയാണ് ആർക്കുണ്ടാവുക? 2 ഡിഗ്രിക്ക് ഉണ്ടാവുക, 1 ഡിഗ്രിക്ക് ഉണ്ടാവും. സംഭവിക്കുന്ന കാര്യം എന്തായിരിക്കും മക്കളെ? നമ്മുടെ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ, വാട്ടറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 4 ഡിഗ്രിയിലായിരിക്കും എന്ത് മാക്സിമം ഉണ്ടാവുക? ഡെൻസിറ്റി മാക്സിമം ഉണ്ടാവുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന പാറ്റേൺ ഒക്കെ തെറ്റിക്കുന്ന ആരാ? 4 ഡിഗ്രി എത്തുമ്പോഴല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്ന സമയത്ത് അവിടെ ഡെൻസിറ്റി എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? ഇൻക്രീസ് ചെയ്തു വരുമായിരുന്നു. 4 ഡിഗ്രി വരെ ഒക്കെ ഓക്കെയാണ്. വെള്ളം നമ്മളെ കൂടെ നിന്ന് വരും, നമ്മൾ പറയുന്ന പോലെ നിന്ന് വരും. 10 ഡിഗ്രിയിൽ നിൽക്കുന്നതിനേക്കാളും ഡെൻസിറ്റി കൂടുതൽ ആർക്കായിരുന്നു? 8 ഡിഗ്രി ആയിരുന്നു. 8 ഡിഗ്രിനേക്കാളും കൂടുതൽ ആർക്കായിരുന്നു? 6-നായിരുന്നു. 6-നേക്കാളും കൂടുതൽ ആർക്കായിരുന്നു? 4-നായിരുന്നു. പക്ഷേ ഇനി നമ്മൾ നോക്കിക്കോ, ഇനി അവൻ ചില കുറ്റകേടുകൾ കാണിച്ചു തുടങ്ങും. 4 ഡിഗ്രിനേക്കാളും കുറവ് ഡെൻസിറ്റിയാണ് ആര് കാണിക്കുക? 3 ഡിഗ്രി കാണിക്കുക. അതിലും കുറവാണ് 2 ഡിഗ്രി കാണിക്കുക. സോ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി വാട്ടർ കാണിക്കുന്നത് ഏത് ടെമ്പറേച്ചറിലായിരിക്കും മക്കളെ? 4 ഡിഗ്രിയിലായിരിക്കും. ആ ഒരു കാര്യം കൊണ്ടാണ് അക്വാട്ടിക് ലൈഫ് ഒക്കെ ഒരുപാട് രക്ഷപ്പെട്ടു പോകുന്നത് കേട്ടോ. പല തണുപ്പുള്ള രാജ്യങ്ങളിലും മുകളിൽ ഐസ് സ്ലാബുകളാണെങ്കിലും താഴെ എന്തുണ്ടാവൂടാ? വാട്ടർ പ്രസൻസ് ഉണ്ടാവും അല്ലെ. അതിൽ അക്വാട്ടിക് ലൈഫ് ഈസി ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പൊ ഈ ഒരു റീസൺ ആണ്, ഈ ഒരു കാരണം കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 4 ഡിഗ്രിയിലാണ് വാട്ടർ എന്ത് കാണിക്കുന്നത്? മാക്സിമം ഡെൻസിറ്റി കാണിക്കുന്നത്. അപ്പൊ ഡെൻസിറ്റി മാക്സിമം എവിടെയാ കാണിക്കുന്നത്? 4 ഡിഗ്രിയിൽ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മക്കൾക്ക് അറിയാലോ, മാസ് ബൈ വോളിയം അല്ലേ? ആണോ അല്ലയോ? അപ്പൊ ഡെൻസിറ്റി മാക്സിമം കാണിക്കുന്നത് എവിടെയാ? 4 ഡിഗ്രിയിലാണ്. 4 ഡിഗ്രിയിൽ മാക്സിമം ഡെൻസിറ്റി കാണിക്കും. നമ്മളോട് ക്വസ്റ്റ്യൻ വരാം, അറ്റ് വാട്ട് ടെമ്പറേച്ചർ വാട്ടർ ഹാസ് മിനിമം വോളിയം. അപ്പൊ മാക്സിമം ഡെൻസിറ്റി കാണിക്കുന്ന പോയിന്റിലല്ലേ മിനിമം വോളിയം വരാം അല്ലെ? മിനിമം വോളിയം ആയിരിക്കും അപ്പൊ 4 ഡിഗ്രിയിലായിരിക്കും. മാക്സിമം ഡെൻസിറ്റി 4 ഡിഗ്രിയിൽ, മിനിമം വോളിയം നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം ഒന്ന് ഡിനോമിനേറ്ററിലാണ്, ഒന്ന് ന്യൂമറേറ്ററിലാണ്. അപ്പൊ ഇത് മാക്സിമം ആണ് കാണിക്കുന്നെങ്കിൽ മറ്റേ തീർച്ചയായിട്ടും എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അപ്പൊ ഡെൻസിറ്റി മാക്സിമം 4 ഡിഗ്രി. ഓർത്ത് വെച്ചാൽ നമ്മള് ഡെൻസിറ്റി മാക്സിമം 4 ഡിഗ്രിയിലാണ്, മിനിമം വോളിയം എവിടെയായിരിക്കും? മാക്സിമം 4 ഡിഗ്രിയിൽ ഡെൻസിറ്റി കാണിക്കും, മിനിമം വോളിയം 4 ഡിഗ്രി തന്നെയാണ് കാണിക്കുക. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇല്ല. അങ്ങനെയാണോ? നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോയാലോ? പോവാം. യെസ്, നമ്മൾ ഇതും കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ഫൈൻ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് മക്കൾ വന്നു. വിച്ച് among the following possess the highest specific heat capacity? മക്കൾ ആലോചിക്കേണ്ട കാര്യത്തിലുള്ള എന്താണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഒരു ഡിഗ്രി, ഒരു യൂണിറ്റ് മാസിന്റെ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ അളവിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും അറിയാം മക്കളെ? വാട്ടറിനായിരിക്കും. 4186 ആണ് അതിന്റെ വാല്യൂ കേട്ടോ. നമ്മളത് 4200 എന്നും കൂടി പറയാറുണ്ട്. 4186 ആണ് അതിന്റെ കറക്റ്റ് വാല്യൂ. 4200 കൂടി നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ടോ? യൂണിറ്റ് മക്കൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ, അതായത് 1 ഡിഗ്രി റൈസ് ചെയ്യണമെങ്കിൽ, വാട്ടറിന്റെ 1 ഡിഗ്രി റൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരും. സെറ്റ് ആണോ മക്കൾക്ക്? ഓക്കെ ആണോ അല്ലയോ? 1 ഡിഗ്രി വാട്ടറിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യണമെങ്കിൽ, 1 ഡിഗ്രി വാട്ടറിന്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരും. അത് മെറ്റലിനെ കൺസിഡർ ചെയ്താലും ശരി, ഐസിനെ കൺസിഡർ ചെയ്താലും ശരി. അങ്ങനെയാണെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതൽ ആർക്കാ മക്കളെ? വാട്ടറിനാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും കൂളറൊക്കെ ആയിട്ട്, നമ്മുടെ വാഹനങ്ങളിൽ കൂളറൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? വാട്ടർ ഉപയോഗിക്കാറുണ്ട്. വാട്ടർ എന്താവുന്നേ ഉള്ളൂ? മെല്ലെ ചൂടാവേ ഉള്ളൂ. 1 ഡിഗ്രി റൈസ് ചെയ്യണമെങ്കിൽ തന്നെ ഇത് എന്ത് ചെയ്യും? കൂടുതൽ ഹീറ്റ് ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്, മെല്ലെ അത് ചൂടാവുള്ളൂ. അപ്പൊ മാക്സിമം ഹീറ്റ്, എഞ്ചിനിൽ നിന്നുള്ള മാക്സിമം ഹീറ്റ് ആർക്ക് വലിച്ചെടുക്കാൻ കഴിയും? വാട്ടറിന് വലിച്ചെടുക്കാൻ കഴിയും. സെറ്റ് ആണോ മക്കൾക്ക്? അതുകൊണ്ട് കൂളറൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാനുള്ള? വാട്ടർ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് വരാം. മക്കളോട് ആലോചിച്ച് വെച്ചാൽ മതി. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മക്കളായിട്ട് ഇത്രേ വേണ്ടുള്ളൂ. 1 ഡിഗ്രി റൈസ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ഹീറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്?
സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. അത് വാട്ടറിന് എന്തായിരിക്കും കൂടുതലായിരിക്കും. 4186 ആണ് അതിന്റെ വാല്യൂ. അല്ലെ 4200 നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? അങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നമുക്ക് സിക്സ് ക്വസ്റ്റ്യൻ സിക്സ് ക്വസ്റ്റ്യൻ മക്കൾ ശ്രദ്ധിച്ചേ. എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? അയ്യോ മോനെ, ഇത് നമ്മൾ വരച്ചു വെച്ചാണല്ലോ, നമ്മൾ വരച്ചാണല്ലേ സാറേ? ഒരു കൺഫ്യൂഷൻ ഇല്ലല്ലോ, നമ്മൾ അടിപൊളിയാക്കി വരച്ചു വെച്ചാണ്. ആ ഗ്രാഫ് സെറ്റ് അല്ലേ മക്കൾക്ക്? അതിലെ എ ബി മക്കൾ ശ്രദ്ധിച്ചേ. ഞാൻ ആ ഗ്രാഫ് മാത്രം ഒന്ന് വലുതാക്കി തരാം മക്കൾക്ക്. മക്കൾ എന്റെ കൂടെ നിന്നെ. യെസ്, എ ബി ഗ്രാഫിൽ മക്കളെ എ എന്ന് പറയുന്നുണ്ടായിരുന്ന 0 ഡിഗ്രി ആണ് ഈ പോയിന്റ്. മക്കൾ ശ്രദ്ധിച്ചോ, 0 ഡിഗ്രി. ഇതൊക്കെ നമുക്ക് ഈസിയാണ് കേട്ടോ, ഈസിയായ കാര്യം ആയതുകൊണ്ട് നമ്മൾ വീണ്ടും പറയുന്നത് 0 ഡിഗ്രി. മക്കൾ ശ്രദ്ധിച്ചോ, ഈ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നേ? സോളിഡ് അല്ലായിരുന്നു. അവിടുന്ന് നമ്മൾ വീണ്ടും ഹീറ്റ് കൊടുത്തില്ലേ? ഇത്രയും പോർഷൻ നമ്മൾ ഹീറ്റ് കൊടുത്തില്ലേ? ഇതെന്തായി മക്കളെ? ലിക്വിഡായി മാറി. ഈ ഏരിയ, അതായത് ബി സി എന്ന് പറയുന്ന ഏരിയ എന്താ? സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്നു അല്ലേ? അത് ലാറ്റന്റ് ഹീറ്റ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്? അത് കഴിഞ്ഞ് C2D എന്താ സംഭവിച്ചോ മക്കളെ? C2D എന്താ സംഭവിച്ചേ? അവിടെ നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? കയറി പോയി അല്ലെ? കയറിപ്പോയി അവസാനം എവിടെ എത്ര? 100 ഡിഗ്രിയിലെത്തി. 100 ഡിഗ്രി ആവുന്ന സമയത്ത് ഇതിന്റെ സ്റ്റേറ്റ് എന്തായിരുന്നു മക്കളെ? ലിക്വിഡ് ആയിരുന്നു. ഒരു കൺഫ്യൂഷൻ വേണ്ട. ആ ലിക്വിഡിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്തു? നമ്മള് വീണ്ടും ഹീറ്റ് കൊടുത്തു. ആ ഹീറ്റ് ഉപയോഗിച്ചത് എന്ത് ചെയ്തു? ഇവിടെ ലാറ്റന്റ് ഹീറ്റ് സംഭവിച്ചു, ഇവിടെ ലാറ്റന്റ് ഹീറ്റ് ഉണ്ട്. ഈ ലിക്വിഡ് എന്തായിട്ട് മാറി? ഗ്യാസ് ആയി മാറി. കംപ്ലീറ്റ് ഗ്യാസ് ആയി കഴിഞ്ഞാൽ അത് വീണ്ടും എന്തായി പോടാ? സൂപ്പർ ഹീറ്റ് സ്റ്റേറ്റിലേക്കൊക്കെ പോട്ടാ. നമുക്ക് അതിലേക്കൊന്നും വരണ്ട, നമുക്ക് ഇത്രയും കാര്യം. നമുക്ക് ക്വസ്റ്റിലേക്ക് വരാം. ഞാൻ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ആ ഒരു ഇങ്ങനെ പറഞ്ഞു പോയതാട്ടോ. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The above graph represents temperature versus heat. നമുക്കറിയാലോ, ഇതൊക്കെ നമ്മൾ വരച്ച് പഠിച്ചതാണ്. എന്താണ് ഹീറ്റ് ഫോർ വാട്ടർ അറ്റ് 1 atm pressure? Match the following using the above graph. ഓക്കെ, എവിടെ മാച്ച് ദ ഫോളോയിങ്? കൊണ്ടുപോവാ. ഞങ്ങൾ റെഡിയാണ്, കൊണ്ടുപോവാടാ. The slope of AB and CD are different. Why? AB ന്റെയും CD ന്റെയും സ്ലോപ്പ് ഡിഫറെന്റ് ആണ്. യെസ്, മക്കൾ നോക്കിക്കടാ. AB ന്റെയും CD ന്റെയും സ്ലോപ്പ് നോക്കിക്കേ. CD കുറച്ച് സ്ലോപ്പ് കൂടുതലുണ്ട് അല്ലെ? മക്കൾ നോക്കിക്കോ, എ ബിന്റെയും സി ഡിന്റെയും ഉള്ള ഡിഫറൻസ് മക്കൾ കണ്ടോ? ഇവിടെ മക്കൾ നോക്കിക്കേ, എ ബി ഇങ്ങനെയാണ് കിടക്കുന്നത്, സി ഡി ഇങ്ങനെയാണ് കിടക്കുന്നത്. എന്താണ് കാരണം? ഇവിടെ നമ്മളെ അവസ്ഥ എന്താ മക്കളെ? ഗ്യാസ് അല്ലേ? ഇവിടെ നമ്മളെ അവസ്ഥ എന്താടാ? ലിക്വിഡ് അല്ലേ? ഓക്കെ, ഞാൻ കുറച്ചും കൂടി തിക്നെസ് കുറച്ച് എഴുതാം. തിക്നെസ് ഭയങ്കരമായിട്ട് കൂടുതലല്ലേ സ്ക്രീനിൽ? ഓക്കെ ഫൈൻ. യെസ്, മക്കൾ നോക്കിക്കോ, നമ്മളെ കേസ് മക്കൾ നോക്കാം. നമ്മൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ സോളിഡ് ആണ്, ഇവിടെ നമുക്ക് ആറാ മക്കളെ ഉള്ളത്? ലിക്വിഡ് ആണ് അല്ലെ? സോളിഡ് ഐസ് ആണുള്ളത്, ഇവിടെ എന്താ ഉള്ളത്? ലിക്വിഡ് ആണുള്ളത്. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവൂടാ. ലിക്വിഡിന് എന്ത് കൂടുതലാണ് മക്കളെ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലല്ലേ? ഐസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത്, സോളിഡ് ആയിരുന്ന ഐസിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലിക്വിഡിന്, വാട്ടറിന് എന്ത് കൂടുതലാണ് മക്കളെ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ഹീറ്റ് കൊടുക്കേണ്ടി വരില്ലേ 1 ഡിഗ്രി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിക്കുന്നേ? എ ബിയും സി ഡിയിലും വ്യത്യാസം കാണിക്കുന്നത്. എ ബിന്റെ സ്ലോപ്പിലും സി ഡിന്റെ സ്ലോപ്പിലും ഡിഫറൻസ് കാണിക്കുന്നത് വേറെ ഒന്നിനെ കൊണ്ടുമല്ല, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിലുള്ള മാറ്റം കൊണ്ടാണ്. അവിടെ ലിക്വിഡ് എന്ത് കൂടുതലാണ്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൂടുതലാണ്. അതുകൊണ്ടാണ് അവിടെ സ്ലോപ്പിൽ എന്ത് സംഭവിച്ച മക്കളെ? മാറ്റം വന്നത്. റെഡിയാണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ? എന്നാ വന്നേ മക്കള്. റെഡി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിക്കോ. എനിക്ക് തോന്നുന്നു ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിന്റെ പാർട്ട് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റിന്റെ പാർട്ട് ഇതാണ്. ക്വസ്റ്റ്യൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ് കേട്ടോ. മക്കൾ എന്ത് ചെയ്താൽ മതി? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും കേട്ടോ. നോക്കിയോ മക്കള്, ഗ്രാഫ് ബി സി എന്ന് പറയുന്ന ഏരിയ ഏതാണ് മക്കളെ? മക്കൾ ഫിഗറിലേക്ക് വന്നേ. ബി സി നമ്മൾ ബി സി എന്താവും? ബി സി നമുക്ക് അറിയാലേ, ബി ടു സി. നമ്മൾ ക്വസ്റ്റിലേക്ക് എന്താ നോക്കുന്നില്ലേ? ബി സി എന്താ? ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്? സോളിഡിൽ നിന്ന് എന്തായിട്ട് മാറുന്നു മക്കളെ? ലിക്വിഡ് ആയിട്ട് മാറും. നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു വെക്കാം. അങ്ങനെയാണ് തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. സോളിഡിൽ നിന്ന് എന്തായിട്ട് മാറുന്നതാ? ലിക്വിഡ് ആയിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? സോളിഡിൽ നിന്ന് ലിക്വിഡ് ആയിട്ട് മാറും. അത് എന്തായിരിക്കും മക്കളെ? മെൽറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രീസിംഗ് ആയിരിക്കും നമുക്ക് ഓപ്ഷനിൽ വരിക, അല്ലെങ്കിൽ ഫ്യൂഷൻ ആയിരിക്കും. ഫ്യൂഷൻ ഒന്നും ഫ്രീസിങ്ങിനെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും, യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. അത് ലാറ്റന്റ് ഹീറ്റ് വരുന്ന ഒരു പോർഷനുമാണ്, അതിൽ ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ ഫൈൻ. ഫേസ് ചേഞ്ച് ചെയ്ത, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്ത പ്രധാനമായാണ് എന്ത് പേര് പറഞ്ഞേ? ലാറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി മക്കൾ ക്വസ്റ്റിലേക്ക് വന്നേ. നമ്മൾ ആൻസർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് അതിൽ ഏതാണ് ആൻസർ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി മക്കൾ നോക്കിക്കോ. ബി സി മെൽറ്റിംഗ് ഉണ്ട്, സബ്ലിമേഷൻ ഉണ്ട്, റെഗുലേഷൻ ഉണ്ട്, വാപ്പറൈസേഷൻ ഉണ്ട്. ഇവിടെ ഏതായിരുന്നു മക്കളെ? മെൽറ്റിംഗ് അല്ലേ? സോളിഡ് ടു ലിക്വിഡ്. ഈ ഒരു സ്റ്റേറ്റ് എന്തായിരിക്കും മക്കളെ? ഒന്നുകിൽ മെൽറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്യൂഷൻ ആയിരിക്കും.
സെറ്റ് ആണോ മക്കൾക്ക്? ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. നമുക്കിവിടെ ഓപ്ഷനിൽ എന്താ തന്നിരിക്കുന്നത്? മെൽറ്റിംഗ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ മെൽറ്റിംഗ് വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സ്റ്റേറ്റ് എന്തായിരിക്കും? ബി സിയില്, ബി സി എന്ന് പറഞ്ഞ ഈ റീജിയൻ എന്തായിരിക്കും? ഈ റീജിയൻ ആ ചോദിക്കുന്നത് അല്ലെ. ബി സിയിൽ നമ്മൾ ശ്രദ്ധിച്ചേ, ഇവിടെ ഈ റീജിയൻ ബി സി എന്ന് പറയുന്ന ഈ റീജിയൻ എന്തായിരിക്കും? അവിടെ സോളിഡും കാണാം ലിക്വിഡും കാണാം. ബി എന്ന് പറയുന്ന പോയിന്റ് സോളിഡ്, സി എന്ന് പറയുന്ന പോയിന്റ് ലിക്വിഡ്. ബി സിയിലോ സോളിഡും ഉണ്ടാവും ലിക്വിഡും ഉണ്ടാവും. ഇതിന്റെ ഇടയിലല്ലേ സോളിഡും ഉണ്ടാവും ലിക്വിഡും ഉണ്ടാവും അല്ലെ. അങ്ങനെയാണ്. തെറ്റേ ഓപ്ഷൻസ് വരട്ടെ, ഇങ്ങോട്ട് വരട്ടെ. നമ്മളെ മൂന്നാമത്തെ ഓപ്ഷൻ മക്കൾ കണ്ടോ? ബി സി എന്ന് പറയുന്നത് മെൽറ്റിംഗ് ആയിരുന്നു. രണ്ടാമതായിരുന്നു പാർഷ്യലി സോളിഡ് ആൻഡ് ലിക്വിഡ്. ഇനി മക്കൾ നോക്കിയേ, ഡി ഏതാ? എളുപ്പമാണ് അല്ലെ. ഡിയിൽ എന്താണ്? ഫസ്റ്റ് വൺ ലിക്വിഡ് ആണ്. ഇയിൽ എന്താണോ? ഗ്യാസ് അല്ലെ. ലിക്വിഡ് ഗ്യാസ്. ഡിയില് ലിക്വിഡ് ആണ്, ഇയിൽ ഗ്യാസ് ആണ്. അത് നമ്മൾ എന്താ പറഞ്ഞേ? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആയിരുന്നു, വാപ്പറൈസേഷൻ ആയിരുന്നു? വാപ്പറൈസേഷൻ. ഗ്യാസ് ആണല്ലേ. അങ്ങനെയാണ് പിന്നെ ഡൗട്ട്. അപ്പൊ നമുക്ക് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ. അവിടെ ആരൊക്കെ ഉണ്ടാവും മക്കളെ? പാർഷ്യലി ലിക്വിഡ് ഉണ്ടാവും, അതിന് കൂടെ ആരുണ്ടാവും? അവിടെ വേപ്പറും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഗ്രാഫ് ഏതൊക്കെയാണ് കണക്ട് ചെയ്യാൻ പറ്റുക? ഡിഇ ഏതൊക്കെയായിരുന്നു? വാപ്പറൈസേഷൻ ആണ്, നേരെ പാർഷ്യലി ലിക്വിഡ് ആൻഡ് വേപ്പർ. റെഡിയാണ്? അടിപൊളിയായിട്ട് നമ്മൾ അത് ചെയ്തു പോയി. സെറ്റാണ്. ഒരു കൺഫ്യൂഷൻ ഇല്ല. 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? നമ്മൾ 7th ക്വസ്റ്റ്യനിലേക്ക് മക്കൾ വന്നേ. യെസ്, the change of state from liquid to solid. ലിക്വിഡിൽ നിന്ന് സോളിഡ് ആവുന്നു. ഞാൻ പറയത്തില്ലേ, ലിക്വിഡിൽ നിന്ന് സോളിഡ് ആവുന്നത് എന്താണ് മക്കളെ? ലിക്വിഡിൽ നിന്ന് സോളിഡ് ആവുന്നത്, സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്നതാണ്. ഞാനൊന്ന് പറഞ്ഞുതരാം. സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്നു, അതിന് എന്ത് പേരാ നമ്മൾ പറയാം? സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്ന നമ്മൾ എന്ത് പേരാ പറയാ? സോളിഡ്. ഒന്നിലേക്ക് പോകുന്നത് ഐസ് ആണ്, എടുത്താൽ മതി. സോളിഡ് ഐസ് ബ്ലോക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ഐസ് ക്യൂബില്ലേ, ഐസ് ക്യൂബ് ആണ് സോളിഡ്. ഇത്ര എടുത്തോ, ഐസ് ക്യൂബ്. ഇത് വാട്ടർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഐസ് ക്യൂബ് വാട്ടർ ആവുന്ന എന്താണ് മക്കളെ? മെൽറ്റ് ചെയ്ത് പോവല്ലേ. അതിന് നമ്മൾ എന്ത് പേര് പറയും? മെൽറ്റിംഗ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ലിക്വിഡിൽ നിന്ന് സോളിഡ് ആവുന്ന എന്തായിരിക്കും? വെള്ളം, വാട്ടർ എന്താവുന്ന ചെയ്യുന്നേ? സോളിഡ് ആവുന്ന ചെയ്യുന്നത്. അതിന് നമ്മൾ എന്ത് പേര് പറയും? മെൽറ്റിംഗിന് കൂടെ നമ്മൾ എന്ത് പേര് പറയടാ? ഫ്രീസിംഗ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്യൂഷൻ എന്ന് പറയും. ഇടാ, ഓക്കെ ആണോ മക്കൾക്ക്? അപ്പൊ ഫ്രീസിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഫ്യൂഷൻ ഉണ്ട്. സെറ്റ് ആണോ മക്കൾക്ക്? ഞാൻ തന്നെ പറഞ്ഞു അല്ലെ. ഓക്കെ, ഫൈൻ. The change of solid state to vapor state without passing through the liquid state. അത് ഇമ്പോർട്ടന്റ് ആണ്. 3 പ്രാവശ്യം നിങ്ങളുടെ എക്സാമിന് ചോദിച്ചാണ്. അതിന് ആൻസർ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സബ്ലിമേഷൻ അല്ലേ. ഇതിന്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചോണ്ട് ക്യാംഫർ കേട്ടോ. ഒരു എക്സാമ്പിൾ കൂടി ഓർത്ത് വെച്ചോ. ഒന്ന് ഇംപ്രസ് ആവട്ടെ. ഇംപ്രസ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. ഫൈൻ. യെസ്, അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ മക്കളെ? സെറ്റ് ആണ്. 9ാമത്തെ ക്വസ്റ്റിലേക്ക് നമ്മൾ കടന്നു ചെല്ലാണ്. ക്ലിയർ ആണോ അല്ലയോ? ഫൈൻ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ 9ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, അങ്ങനെയാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വന്നാലോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ ശ്രദ്ധിച്ചു കേട്ടോ. ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 0.01 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ട്രിപ്പിൾ പോയിന്റ് തൊട്ട് മുന്നേ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രിപ്പിൾ പോയിന്റ് എത്രയാണെന്നാ പറഞ്ഞേ? -56.6 ഡിഗ്രി അല്ലായിരുന്നോ? ഇതിന് നമ്മളോട് പറഞ്ഞു ട്രിപ്പിൾ പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 0.01 ഡിഗ്രി സെൽഷ്യസ്. നല്ല കാര്യം. എക്സ്പ്രസ് ദിസ് ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ? എന്താ ബുദ്ധിമുട്ടാ? ഡിഗ്രി സെൽഷ്യസിനെ നമുക്ക് എന്തിലേക്ക് മാറ്റണം? കെൽവിൻ സ്കെയിലേക്ക് മാറ്റണം. എന്താ ഡൗട്ട് മക്കളെ? നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യമാണ്. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് മാറ്റണമെങ്കിൽ മക്കൾ എത്ര ആഡ് ചെയ്താൽ മതി? 273.15 ആയിട്ട് ആഡ് ചെയ്താൽ പോരെ? അങ്ങനെയാണ് നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക? 0.01 പ്ലസ് 273.15 ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻസർ ആയില്ലേ? എന്തിലേക്ക് മാറി മക്കളെ? കെൽവിൻ സ്കെയിലേക്ക് മാറി. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇല്ല, ഒരു ഡൗട്ടും ഇല്ല. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് മക്കൾ വരാം. ഹൗ ഡസ് sea breeze occurs? explain. yes, sea breeze, land breeze, കടൽക്കാറ്റ് കരക്കാറ്റൊക്കെ നമ്മൾ ഹൈസ്കൂളിലൊക്കെ കേട്ട കാര്യങ്ങളാണ്. അത് സംഭവിക്കാനുള്ള റീസൺ ആണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കാം, എങ്കിലെല്ലാം സെറ്റ് ആവൂല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു വെക്കണം. അതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയുന്നു. ഹീറ്റ് ട്രാൻസ്ഫർ. യെസ്, ഒരു ബോഡിയിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് പ്രധാനമായിട്ടും 3 മെത്തേഡിലൂടെയാണ്. ഏതൊക്കെയാ മെത്തേഡ് ഒന്ന് പറഞ്ഞതാവോ? അതിനെന്താ ഒരു കൺഫ്യൂഷൻ നമുക്ക് പറയാം. ഒന്ന് കണ്ടക്ഷൻ ആണ്, ഒന്ന് ഏതാണ് മക്കളെ? കൺവെക്ഷൻ ആണ്. രണ്ടാമത്തെ കൺവെക്ഷൻ ആണ്. മൂന്നാമത്തെ ഏതാ മക്കളെ? റേഡിയേഷൻ ആണ്. ഓക്കെ ആണോ അല്ലയോ? ഒന്ന് കണ്ടക്ഷൻ, സെക്കൻഡ് വൺ കൺവെക്ഷൻ, റേഡിയേഷൻ. സിമ്പിൾ ആയി ഞാനൊക്കെ പറഞ്ഞുതരും. എന്താണ് കണ്ടക്ഷൻ? വേറെ ഒന്നുമില്ല, ഈ ഒരു മാർക്കർ അല്ലെ, ഈ മാർക്കറിന്റെ ഈ ഒരു എൻഡില്, ഈ ഒരു എൻഡിലെ
ആ ഒരു എൻഡിൽ ഞാൻ എന്ത് ചെയ്യണം നമ്മളെ ഒരു ചെറിയൊരു കാനിൽ വെച്ച് കത്തിക്കാമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ കാനിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാനിൽ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ, എന്താ സംഭവിക്കാം? ആ ഒരു ഹീറ്റ് ഇങ്ങനെ മെല്ലെ കയറി വന്നിട്ട് ഞാൻ ഇവിടെ പിടിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ ഈ കയ്യിലേക്ക് ഫീൽ ചെയ്യില്ലേ? തീർച്ചയായും എനിക്കൊരു ഹോട്ട് ആയിട്ടുള്ള ഒരു ഫീൽ ഇവിടെ കിട്ടും. കാരണം എന്താ? ഒരു ഡൗട്ടും വേണ്ട, മക്കൾ പറഞ്ഞ എന്തായിരിക്കും റീസൺ? സംഭവിക്കുന്ന കാര്യം നമ്മൾ നോക്കിയോ, ഞാൻ ഇവിടെ ഇങ്ങനെ ഹീറ്റ് കൊടുക്കണം അല്ലെ, ഈ പോയിന്റ് ഞാൻ ഇങ്ങനെ ഹീറ്റ് കൊടുക്കുന്നില്ലേ? ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഇതിന് തൊട്ടടുത്തുള്ള പാർട്ടികൾ എന്ത് ചെയ്യും? ഇതിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ആ പാർട്ടികൾ തൊട്ടടുത്തുള്ള പാർട്ടികളിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. അത് തൊട്ടടുത്ത പാർട്ടികളിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ആ ട്രാൻസ്ഫർ ഇങ്ങനെ നടന്നു പോയിട്ട് ഏറ്റവും അവസാനം ഞാൻ കൈവച്ചിരിക്കുന്ന ആ ഒരു പോർഷനിലേക്ക് എത്തും. അപ്പോഴാണ് എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നത്? അപ്പോഴായിരിക്കും മക്കളെ എനിക്ക് എന്ത് ഫീൽ ചെയ്യുന്നത്? ഇവിടെ ഹീറ്റ് ഫീൽ ചെയ്യുന്നു. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? റെഡി അല്ലേ? റെഡി. അപ്പൊ അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ എന്തില്ല? പാർട്ടിക്കിൾസിന് എന്തില്ല? ട്രാൻസ്ഫർ ഉണ്ടാവുന്നില്ല. ആർക്ക് മാത്രമേ ട്രാൻസ്ഫർ ഉണ്ടാവുന്നുള്ളൂ? ഹീറ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഇനി കൺവെക്ഷനോ? കൺവെക്ഷൻ പറയണമെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കൺവെക്ഷൻ സംഭവത്തിലേ മക്കളെ, ഞാനിപ്പോ ഒരു പാത്രം വെള്ളം എടുത്തു. ജസ്റ്റ് ഒരു പാത്രം, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചായപാത്രം പോലത്തെ ഒരു കുഞ്ഞു പാത്രം ഇടാം. ആ പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ട് ഞാൻ എന്ത് കൊടുക്കാണ് മക്കളെ? ഹീറ്റ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വെള്ളത്തിന് നമുക്ക് എന്ത് കളർ കൊടുക്കാണോ? കുറച്ച് ഗ്രീൻ ആക്കി കൊടുക്കാം അല്ലെ? ഓക്കെ ഫൈൻ. ഇങ്ങനെ ഒരു വെള്ളത്തിൽ നമ്മൾ ഇങ്ങനെ ഹീറ്റ് കൊടുക്കും. ഇനി ഞാൻ ഇതിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്യാമോ? ഞാൻ എന്ത് ചെയ്യാം മക്കളെ? ഞാൻ ഇങ്ങനെ കൈ വെച്ച് നോക്കി എന്ന് വിചാരിക്കും. കൈ വെച്ച് നോക്കി, അതായത് എന്റെ കൈയാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അങ്ങനെ കൈ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ തീർച്ചയായിട്ടും ഹീറ്റ് ഫീൽ ചെയ്യലോ, അല്ലെങ്കിൽ ഒരു ഹോട്ടായിട്ടുള്ള അവസ്ഥ ഫീൽ ചെയ്യലോ. എങ്ങനെയാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്? ഈ താഴ്ന്ന് നമ്മൾ ഇവിടെ ഹീറ്റ് കൊടുത്തു. ആ ഹീറ്റ് എങ്ങനെ മുകളിലേക്ക് എത്തുന്നത്? മകൾ ശ്രദ്ധിച്ചോ, ഞാൻ ഇവിടെ ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത്, റെഡ് കളറിൽ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ഹീറ്റ് കിട്ടുന്നത് ആ ഏത് പാർട്ടിക്കിൾസിനായിരിക്കടാ? ഏറ്റവും താഴെയുള്ള ഈ വാട്ടർ പാർട്ടിക്കിൾസിനല്ലേ? ആണോ അല്ലയോ? ഈ മോളിക്യൂൾസിനല്ലേ? അത് ഹീറ്റ് എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. ഞാൻ ഇവിടെ താഴെ വരച്ചിട്ടുണ്ട്. ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും മക്കളെ? ഹീറ്റ് റിസീവ് ചെയ്യും അല്ലെ? ആ ഹീറ്റ് റിസീവ് ചെയ്ത പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഒന്ന് എക്സ്പാൻഡ് ആവില്ലേ? ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എക്സ്പാൻഡ് ആവില്ലേ? എക്സ്പാൻഡ് ആവുന്ന സമയത്ത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലേ? എക്സ്പാൻഡ് ആകുമ്പോൾ വോളിയം കൂടും, ഡെൻസിറ്റി എന്താവും? കുറയും. അപ്പൊ ഡെൻസിറ്റി കുറഞ്ഞ ഈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? മുകളിലേക്ക് കയറി വരും. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി കൂടിയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ എന്ത് ചെയ്യും മക്കളെ? താഴേക്ക് തന്നെ വരണ്ടേ? ഒരു കൺഫ്യൂഷനിലെ സാറേ താഴേക്ക് വരും. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി കൂടിയ പാർട്ടിക്കിൾസ് താഴേക്ക് വരും. ഡെൻസിറ്റി കുറവായിട്ടുള്ള, അതായത് ഹീറ്റ് കിട്ടിയത് കാരണം ആ പാർട്ടിക്കിൾസിന്റെ ഡെൻസിറ്റി എന്ത് ചെയ്യും? കുറയും. അങ്ങനെ കുറഞ്ഞിട്ടുള്ള ഡെൻസിറ്റി കാരണം ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? മുകളിലേക്ക് വരും. അപ്പൊ ഈ പാർട്ടിക്കിൾസിനൊക്കെ തന്നെ എന്തുണ്ടാവൂല? ഹീറ്റ് ഉണ്ടാവും അല്ലെ? അല്ലേ? ആ ഹീറ്റ് ആണ് നമ്മൾ കൈവെക്കുന്ന സമയത്ത് നമുക്ക് ചൂടായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ആർക്കാണോ ഹീറ്റ് കിട്ടിയത് ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്തു? മുകളിലേക്ക് ഹീറ്റുമായിട്ട് വന്നു അല്ലേ? മുകളിലേക്ക് ഹീറ്റുമായിട്ട് വന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് പറയുന്നത്? ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടന്നത് കൺവെക്ഷൻ മെത്തേഡിലൂടെയാണ്. സെറ്റ് ആണേ? ഒരു കൺഫ്യൂഷൻ ഇല്ല. സെറ്റായി നമ്മൾ മുന്നോട്ട് പോകണ്ടോ? അങ്ങനെയാണ് റേഡിയേഷൻ മക്കളെ. റേഡിയേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഒരു മീഡിയത്തിന് ഹെൽപ്പും ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് റേഡിയേഷൻ. സണ്ണിൽ നിന്നൊക്കെ ഹീറ്റ് ഭൂമിയിലേക്ക് എത്തുന്നത് റേഡിയേഷൻ ത്രൂ ആണ്. റെഡി ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞു. കണ്ടക്ഷൻ റെഡി, കൺവെക്ഷൻ പാത്രം, റേഡിയേഷൻ ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സീ ബ്രീസിന്റെ കേസാണ്. എങ്ങനെയാണ് സീ ബ്രീസ് സംഭവിക്കുന്നത്? കടൽ കാറ്റ് സംഭവിക്കുന്നത്, സീ ബ്രീസ് സംഭവിക്കുന്നത്. റെഡിയാണോ മക്കൾക്ക്? യെസ്. സീ ബ്രീസ് സംഭവിക്കുന്ന കേസ് മക്കൾ നോക്കിയോ. എന്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്, സീ ബ്രീസ് സംഭവിക്കുന്നത് എപ്പോഴായിരിക്കും? ഒരു ഡേ ടൈമില് സംഭവിക്കുന്ന കാര്യമാണ് സീ ബ്രീസ്. റെഡിയാണേ? യെസ്. അങ്ങനെയാണ്. എങ്ങനെയാണ് സീ ബ്രീസ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എന്റെ കയ്യില് ഒരു കരയും ഉണ്ട് കടലും ഉണ്ട്. ഈ ഒരു ഭാഗം ഇപ്പം മരമൊക്കെ നമുക്കൊന്ന് വരച്ചു വെക്കാം, കരയാണെന്ന് പറയാൻ വേണ്ടി. ഓക്കെ ഫൈൻ. നല്ല അടിപൊളി മരമൊക്കെ വരച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാറോ? ഇത് സി ആണെന്ന് എടുത്തു നോക്കണം. ഇത് സി ആണ്. ഓക്കെ, അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഇങ്ങനെ പച്ചയിലൊക്കെ കൊടുത്തിരിക്കുന്നത് അല്ലെ? റെഡി ഫൈൻ. അങ്ങനെയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം മക്കളൊന്നും നോക്കിക്കോ. നമ്മൾ സംഭവിക്കാൻ പോകുന്ന കാര്യം പറയാണ് കേട്ടോ. ഇവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഡേ ടൈമില് ചൂട് കൂടി വരും അല്ലെ? അപ്പൊ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ലാൻഡിനായിരിക്കോ കൂടുതൽ, സീക്കായിരിക്കോ കൂടുതൽ, വാട്ടറിനായിരിക്കോ കൂടുതൽ, ലാൻഡിനായിരിക്കോ കൂടുതൽ? നമുക്കറിയാം ഇവിടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആർക്ക് കൂടുതലാണോ? വാട്ടറിന് കൂടുതലല്ലേ? അങ്ങനെയാണെങ്കിൽ അത് മെല്ലെ അല്ലേ ടെമ്പറേച്ചർ കുറയുള്ളൂ. അതായത് കൂടുതൽ ഹീറ്റ് കിട്ടിയാലേ
അതിന്റെ 1 ഡിഗ്രി കുറയുള്ളൂ അല്ലെ, അല്ലെ 1 ഡിഗ്രി കൂടുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് മെല്ലെ 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 അതായത് വളരെ ഹീറ്റ് കൂടുതൽ കിട്ടിക്കഴിഞ്ഞാല് ഇതിന്റെ എന്ത് സംഭവിക്കുന്നുള്ളൂ മക്കളെ, എന്ത് സംഭവിക്കുന്നുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കള്, ഇവിടുത്തെ ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുന്നുള്ളൂ. പക്ഷെ ലാൻഡ് ഏരിയ അങ്ങനെയാണോ? അല്ല, ലാൻഡ് ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, സഡൻ ആയിട്ട് ഇതിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മക്കളെ, കൂടി വരുന്നുണ്ട് അല്ലെ. അങ്ങനെയാണ് മക്കളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. ഞാൻ ഈ ലാൻഡ് ഏരിയന്റെ മുകളിൽ ഉണ്ടായിരുന്ന എയർ പാർട്ടിക്കിൾസ് എന്താ സംഭവിക്കാം, ലാൻഡ് ഏരിയയുടെ മുകളിൽ കുറച്ച് എയർ പാർട്ടിക്കിൾസ് ഉണ്ട്, ഈ സി ഏരിയയുടെ മുകളിലും കുറച്ച് എയർ പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചേ, ലാൻഡ് ഏരിയയുടെ മുകളിലും കുറച്ച് എയർ പാർട്ടിക്കിൾസ് നമ്മൾ റെഡ് കൊടുക്കും അല്ലെ, അത് നമുക്ക് കുറച്ചുകൂടി രസമാണ്. ഈ സി ഏരിയയുടെ മുകളിൽ എന്തുണ്ടാ, കുറച്ച് എയർ പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചോ, ഇനി ശ്രദ്ധിച്ചോ, ലാൻഡ് ഏരിയ മെല്ലെയാണോ തണുക്കുക അല്ലെങ്കിൽ സ്പീഡിലാണോ തണുക്കുക? നമുക്കറിയാം ലാൻഡ് ഏരിയയിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കുറവല്ലേ, അപ്പൊ കുറഞ്ഞ ഹീറ്റ് കിട്ടിയാൽ ഇതിന്റെ ടെമ്പറേച്ചർ മാറ്റം വരില്ലേ. അങ്ങനെയാണ് എന്താ സംഭവിക്കുക മക്കളെ, ഇവിടെ സഡൻ ആയിട്ട് ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ലാൻഡ് ഏരിയന്റെ മുകളിലുള്ള എയർ പാർട്ടിക്കിൾസ് എക്സ്പാൻഡ് ആവും. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സ്പാൻഡ് ആയാൽ എന്താ സംഭവിക്കുക, വോളിയം കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഡെൻസിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പാസ് ചെയ്യും അല്ലെ. ഈ ലാൻഡ് ഏരിയന്റെ മുകളിലെ എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, മുകളിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ ഫ്രീ സ്പേസിലേക്ക് ആര് വരും മക്കളെ, സീ ബ്രീസിൽ നിന്ന്, അതായത് സി ഏരിയയിലുള്ള എയർ പാർട്ടിക്കിൾസ് അങ്ങോട്ട് വരത്തില്ലേ. സി ഏരിയയിലുള്ള എയർ പാർട്ടിക്കിൾസ് ഇവിടെ ഒരു ഗ്യാപ്പ് കാണുമ്പോൾ തന്നെ ഓടി കയറും അല്ലെ. അങ്ങനെ സിയിൽ നിന്ന് ലാൻഡിലേക്ക് എന്ത് ചെയ്യൂടാ, ഒരു കാറ്റടിക്കും അല്ലെങ്കിൽ ഒരു ബ്രീസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, സീ ബ്രീസ്. റെഡിയാണോ? കുറച്ച് കുഞ്ഞു തിയറിയാണ്, പറയുന്ന കാര്യത്രേ ഉള്ളൂ. ഡേ ടൈമില് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോ, ഡേ ടൈമില് എന്താണ് സംഭവിക്കുക, ഡേ ടൈമില് ഏറ്റവും പെട്ടെന്ന് തന്നെ ഹീറ്റ്, അതായത് ടെമ്പറേച്ചർ കൂടുന്നതും കുറയുന്നു, അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റിന്റെ ബേസിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ തണുക്കുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടാവുന്ന ആരായിരിക്കും, ലാൻഡ് ഏരിയ അല്ലേ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, പെട്ടെന്ന് തന്നെ ചൂടാവും. എന്താ കാര്യം, അവിടെ സ്പെസിഫിക് കപ്പാസിറ്റി കുറവല്ലേ. സി ഏരിയയിലാണെങ്കിലോ സ്പെസിഫിക് കപ്പാസിറ്റി എന്താണ്, കൂടുതലാണ്, കുറെ സമയത്തിനാണോ ആവുക. അപ്പൊ ലാൻഡ് ഏരിയയിൽ പെട്ടെന്ന് തന്നെ എന്താവും മക്കളെ, പെട്ടെന്ന് തന്നെ എന്താവും, ചൂടാവും. അങ്ങനെ ചൂടായി കഴിഞ്ഞാൽ അതിന് തൊട്ട് മുകളിലുള്ള എയർ പാർട്ടിക്കിൾസ് എന്താവുക, ഹീറ്റ് ആയിട്ട് അതിന്റെ വോളിയം എന്താവും, കൂടും, ഡെൻസിറ്റി എന്താവും, കുറയും. കുറഞ്ഞ ഡെൻസിറ്റിയുള്ള എയർ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, മുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ഞാൻ ഇവിടെ റെഡ് കൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. സെറ്റ് ആണോ? അപ്പൊ ഒരു വേക്കന്റ് സ്പേസ് വന്നില്ലേ, ആ വേക്കന്റ് സ്പേസിലേക്ക് ആര് വരിക, ഈ സി ഏരിയന്റെ മുകളിലുള്ള എയർ പാർട്ടിക്കിൾസ് അങ്ങോട്ട് ഓടി വരത്തില്ലേ. ആ ഫീൽ ആണ് നമ്മൾ ഇവിടെ എന്തായിട്ട് പറയുന്ന മക്കളെ, സീ ബ്രീസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. അപ്പൊ ഇത്രയും പോർഷൻസ് ഓക്കെ ആണോ? നമ്മളെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹൗ ഡസ് സീ ബ്രീസ് ഒക്കേഴ്സ്, എക്സ്പ്ലെയിൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. യെസ്, മക്കൾ നോക്കിയോ, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആൻഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ? നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു അല്ലെ. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനിലും ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ സംഭവിക്കുന്ന കാര്യം മക്കളെ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ സോളിഡിൽ നിന്ന് എന്താവുന്നു മക്കളെ, ലിക്വിഡിലേക്ക് മാറുന്നു അല്ലെ. നമുക്ക് ആ ഫിഗർ ഒന്നും കൂടി എടുക്കാം അല്ലെ, ഒറ്റ പ്രാവശ്യം വേഗം ഓടി പോയിട്ട് വരാം നമുക്ക്. യെസ്, നമ്മുടെ ഫിഗർ ഇവിടെ നമ്മൾ നോക്കിയോ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ട്, ഇതാണ് നമ്മുടെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ഇതല്ലേ നമ്മളെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ. എന്താ ഡിഫറൻസ്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവുന്നു, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു മക്കളെ, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവുന്നു. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, 100 ഡിഗ്രിയുള്ള വാട്ടർ ആണോ ഡേഞ്ചർ, 100 ഡിഗ്രിയുള്ള സ്റ്റീം ആണോ ഡേഞ്ചർ? കൂടുതൽ ബേണിംഗ് കപ്പാസിറ്റി, കൂടുതൽ പൊള്ളലേൽപ്പിക്കാനുള്ള കഴിവ്, ആർക്കാ? 100 ഡിഗ്രിയില്ല സാറേ. അങ്ങനെയാണ് 100 ഡിഗ്രി ആണെങ്കിൽ എന്താ കൺഫ്യൂഷൻ, രണ്ടും ഒരേപോലെ കൊടുക്കുക. അങ്ങനെയല്ല, അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിലേക്കാണ് ഞാൻ മക്കളെ വിളിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. അതിലേക്ക് മക്കളൊന്ന് വന്നേ, ഗ്രാഫിലേക്ക് മക്കളൊന്ന് വന്നേ. ഗ്രാഫ് ഓക്കെ അല്ലേ? ഇവിടെ 100 ഡിഗ്രി മക്കൾ കണ്ടോ, 100 ഡിഗ്രിയിലെ ലിക്വിഡ് ഇവിടെയാണ് അല്ലെ, 100 ഡിഗ്രിയുള്ള ഗ്യാസ് ഇവിടെയല്ലേ മക്കളെ. 100 ഡിഗ്രിയിലെ ലിക്വിഡ് മക്കൾ കാണുന്നുണ്ട്, 100 ഡിഗ്രിയുള്ള ഗ്യാസ് മക്കൾ കാണുന്നുണ്ട്. രണ്ടും മക്കൾ നോക്കിയേ, അത് യാതൊരു കൺഫ്യൂഷൻ ഇല്ല, ഒരേ ലൈനിലാണ് കിടക്കുന്നത്. പക്ഷെ ഹീറ്റ് എങ്ങനെയാണ് കിടക്കുന്നത് മക്കൾ നോക്കിക്കോ. 100 ഡിഗ്രിയിലുള്ള ലിക്വിഡിലെ ഹീറ്റ് ഇത്രയേ ഉള്ളൂ അല്ലെ. ഞാനിപ്പോ റെഡ് ലൈനിൽ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടല്ലോ. യെസ്, പക്ഷെ 100 ഡിഗ്രിയുള്ള ഗ്യാസ് ഞാൻ വരയ്ക്കുകയാണെങ്കിലോ, 100 ഡിഗ്രിയുള്ള ഗ്യാസ് ഞാൻ വരയ്ക്കുകയാണെങ്കിലോ എനിക്ക് ഇത്രയും കിട്ടുന്നില്ലേ? കാര്യം ഇത്ര കൂടുതൽ, അതായത് റെഡ് ലൈനിൽ ഞാനിപ്പോ വരച്ചു, ഇത്ര കൂടുതൽ ഹീറ്റ് എവിടെ വരില്ല മക്കളെ, 100 ഡിഗ്രി ഗ്യാസിൽ വരില്ലേ, അത് 100 ഡിഗ്രി സ്റ്റീമിൽ വരില്ലേ. യെസ്, അപ്പൊ 100 ഡിഗ്രിയിലെ ലിക്വിഡ് ഒരാൾ മുകളിൽ വന്ന് വീണാൽ എനിക്ക് കിട്ടുന്ന ഹീറ്റ് ഇത്രയേ ഉള്ളൂ. പക്ഷേ 100 ഡിഗ്രിയുള്ള ഗ്യാസ് ആണെങ്കിലോ 100 ഡിഗ്രി സ്റ്റീം ആണെങ്കിലോ ആ പുള്ളി കിട്ടുന്ന ഹീറ്റ് എത്രയായിരിക്കും? ഞാൻ ഈ വട്ടം വരച്ച അത്രയും ഉണ്ടാവും അല്ലെ.
അത്രയും ഉണ്ടാവില്ലേ? അത്രയും പോർഷനിലെ ഹീറ്റ് എന്ത് ചെയ്യും? അഡീഷണൽ ആയിട്ട് പുള്ളിക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഡേഞ്ചർ ആരായിരിക്കും? കൂടുതൽ ഹീറ്റ് കൺവേ ചെയ്യാൻ പറ്റുന്ന ആളല്ലേ? ആ 100 ഡിഗ്രി ഗ്യാസിന് എന്ത് ചെയ്യും മക്കളെ? 100 ഡിഗ്രി ലിക്വിഡിനെക്കാളും എന്ത് ചെയ്യാൻ കഴിയും? ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ഇത്രയേ ഉള്ളൂ ആൻസർ, ഇത്രയേ ഉള്ളൂ. വേറെ ഒന്നിലേക്ക് മക്കൾ പോണ്ട. ക്വസ്റ്റ്യൻ ഇത്രയായിരുന്നു. 100 ഡിഗ്രിയുള്ള ലിക്വിഡിനാണോ 100 ഡിഗ്രിയുള്ള ഗ്യാസ് അല്ലെങ്കിൽ സ്റ്റീമിനാണോ കൂടുതലായിട്ട് ഹീറ്റ് കൺവേ ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ളത്? വേറെ ഒന്നിലേക്ക് പോകേണ്ട മക്കള്, ഇത്ര മാത്രമേ ആൻസർ ഉള്ളൂ. 100 ഡിഗ്രിയുള്ള ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇത്ര അളവിലേ എനിക്ക് ഹീറ്റ് ഉള്ളൂ. ഈ അളവിലല്ല എന്റെ ഹീറ്റ് എന്ന് പറയുന്നത്. പക്ഷേ 100 ഡിഗ്രി ഗ്യാസ് എന്ന് പറയുന്നതോ എന്റെ അളവ് ഇത്രയും ഉണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് ആലോചിച്ച് നോക്കിയേ, കൂടുതൽ ഹീറ്റ് കൺവേ ചെയ്യുന്ന ആരാ? കൂടുതൽ ഹീറ്റ് ഹോൾഡ് ചെയ്യുന്ന ആരാ? 100 ഡിഗ്രി ഗ്യാസ് അല്ലേ? അങ്ങനെയാണ്. വേറെ ഒന്നിലേക്കും നമ്മൾ പോകണ്ടല്ലോ. നമ്മളെ ആൻസർ ഇത്രയേ ഉള്ളൂ. 100 ഡിഗ്രി ഗ്യാസിനായിരിക്കും കൂടുതൽ ഹീറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റുക. സോ കൂടുതൽ ഡേഞ്ചർ ആരാ? 100 ഡിഗ്രി ഗ്യാസ് ആണ്. 100 ഡിഗ്രി ലിക്വിഡ് അതിനേക്കാളും കുറവായിരിക്കും. സെറ്റ് ആണേ? ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാണ് കേട്ടോ. റെഡി? വേഗം നമ്മൾ ആ ഗ്രാഫിലേക്ക് ഒന്നുകൂടി വന്നതാണ്. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോകാം. റെഡി? നോക്കിയാലോ. Fine. Why burns from steam are usually more serious than those from boiling water? അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തത്. എന്റെ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നേ. 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് മക്കൾ വന്നേ. യെസ്, അതൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണല്ലോ. ന്യൂമറിക്കൽ പ്രോബ്ലം ആണ്. നമുക്ക് നോക്കാം. ഹലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലെ മക്കളെ. 0.15 കിലോഗ്രാം, ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണ് കേട്ടോ. 0.15 കിലോഗ്രാം ഓഫ് ഐസ് at 0 degree is mixed with, അതായത് 0.15 കിലോഗ്രാം ഉള്ള ഒരു ഐസ് ഉണ്ടായിരുന്നു. അതിന്റെ ഡിഗ്രി സെൽഷ്യസ് ഡിഗ്രി എത്രയായിരുന്നു മക്കളെ? 0 ഡിഗ്രി ആണ് ഐസ് നിൽക്കുന്നത്. യെസ്, നെഗറ്റീവിലേക്ക് ഒന്നും കൊണ്ടുപോയില്ല. 0 ഡിഗ്രിയിൽ ഈസ് മിക്സ്ഡ് വിത്ത്, ആരുമായിട്ട് മിക്സ് ചെയ്തതാ? 0.30 കിലോഗ്രാം ഓഫ് വാട്ടർ അറ്റ് ടെമ്പറേച്ചർ 15 ഡിഗ്രി അല്ലെ? 50 ഡിഗ്രിയുള്ള വാട്ടറുമായിട്ട് 0 ഡിഗ്രിയുള്ള ഐസ് എന്ത് ചെയ്തു മക്കളെ? മിക്സ് ചെയ്തു. എടാ നമുക്ക് തന്നെ അറിയാലേ, അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഐസ് മെൽറ്റ് ആവാൻ തുടങ്ങും. വാട്ടറിന്റെ ടെമ്പറേച്ചർ കുറയും ചെയ്യത്തില്ലേ? 50 ഡിഗ്രി ഉണ്ടാവോ? ഇല്ല. ഹീറ്റ് കൂടിയ ഭാഗത്ത് ഹീറ്റ് കുറഞ്ഞ ഭാഗത്തെ ഫ്ലോ ചെയ്യും. അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ആണ്, ദ റിസൾട്ടിംഗ് ടെമ്പറേച്ചർ തീർച്ചയായിട്ടും കുറയും. ആ ഫൈനൽ മിക്സറിന്റെ ഐസും വാട്ടറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വരുന്ന ഫൈനൽ മിക്സറിന്റെ ടെമ്പറേച്ചർ തീർച്ചയായിട്ടും രണ്ടിനും ഇടയിലായിരിക്കില്ലേ? സോ നമുക്ക് തന്നു 6.7 ഡിഗ്രിയാണ്. കാൽക്കുലേറ്റ് ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ഐസിന്റെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. Given specific capacity of water 4186 joule per kilogram Kelvin. Yes. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് ഇതിന്റെ കോൺസെപ്റ്റ്? നമുക്ക് കോൺസെപ്റ്റിലേക്ക് വരാം. നമുക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. സി, നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളൊരു ഡീറ്റെയിൽ ഞാൻ തരാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമുക്കിവിടെ ഒരു 2 ബോക്സ് നമുക്ക് വരയ്ക്കാം. ഓക്കെ ആണോ? ഞാൻ ആ കോൺസെപ്റ്റ് ഒന്ന് ഞാൻ തരികയാണ് മക്കളെ. കോൺസെപ്റ്റിലേക്ക് വരികയാണ്. നമുക്ക് പ്രോബ്ലം ഡയറക്റ്റ് ആയിട്ട് പോവാം, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മക്കളെ കോൺസെപ്റ്റിലേക്ക് ഒന്ന് വന്നിട്ട് വരികയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കഴിയും. എന്റെ കയ്യിൽ കുറച്ച് ഐസ് ക്യൂബുകൾ ഉണ്ട്. ഐസ് ക്യൂബിന്റെ ടെമ്പറേച്ചർ എത്രയായിരുന്നു മക്കളെ? 0 ഡിഗ്രിയാണ്. അതിന്റെ മാസ് നമുക്കറിയാം എത്രയായിരുന്നു. ഇത് 1ാമത്തെ ബോക്സ് ആണ്. ഇതിന്റെ മാസ് എത്രയായിരുന്നു മക്കളെ? 0.15 കിലോഗ്രാം ആണല്ലോ സാറേ? കൺഫ്യൂഷൻസ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് ഞാനൊരു 0.30 കിലോഗ്രാം 2ാമത്തെ ബീക്കറിൽ നിന്ന് മക്കളെ ഇവിടെ 50 ഡിഗ്രിയിലാണ് ഈ വാട്ടർ നിൽക്കുന്നത്. അതിന്റെ മാസ് എത്രയായിരുന്നു മക്കളെ? മാസ് 0.30 കിലോഗ്രാം അല്ലേ? യെസ്. ഇത് രണ്ടും അല്ലാത്ത രീതിയിൽ ഇത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തു. രണ്ടും ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഈ വലിയൊരു പാത്രം കിട്ടി അല്ലെ? വലിയ പാത്രം വേണ്ട, രണ്ടും കൂടി സ്റ്റോർ ചെയ്യണ്ടേ? അങ്ങനെ രണ്ടും കൂടി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഈ കിട്ടിയ കാര്യം എന്തായിരുന്നു? ഇത് പറയുന്നതിന് മുൻപായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ വീട്ടിലൊരു ഈ കാര്യം ചെയ്യാന്ന് വിചാരിച്ചു. 0 ഡിഗ്രിയുള്ള ഐസ് എടുത്തു, നിങ്ങൾ വാട്ടറിലേക്ക് മിക്സ് ചെയ്തു. വാട്ടറിന്റെ ടെമ്പറേച്ചർ 50 ഡിഗ്രിയാണ്. നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ കൂടിയ ഭാഗത്ത് ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തെ ഹീറ്റ് ഫ്ലോ ഉണ്ടാവില്ലേ? എത്ര എനർജിയാണോ ലോസ് ആവുന്നത് മറ്റേത് അത്ര എനർജി ഗെയിൻ ചെയ്യില്ലേ? സംഭവിക്കുന്ന കാര്യം എന്തായിരിക്കും? തീർച്ചയായിട്ടും ഈ സെക്കൻഡ് ബോട്ടിൽ നമ്മൾ നോക്കിയേ. സെക്കൻഡ് ബോട്ടിൽ 0.30 കിലോഗ്രാം അല്ലേ? 50 ഡിഗ്രി അല്ലേ? അതിന്റെ ടെമ്പറേച്ചർ എന്താവും? കുറഞ്ഞു വരും. ഫസ്റ്റ് ബോട്ടിലുള്ള അതായത് 0 ഡിഗ്രിയിലുള്ള 0.15 കിലോഗ്രാം ഐസിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും മക്കളെ? കൂടി വരും. ഗ്രാജുവലി ഇത് എന്തായിട്ട് മാറും? വാട്ടർ ആയിട്ട് മാറും. അവർ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. 6.7 ഡിഗ്രിയിലേക്കാണ് എന്തായിട്ടുള്ളത്? ഇത് ഉയർന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞു. ഓക്കെ ആണല്ലോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ നമ്മൾ ഇത് ചെയ്യും?
എങ്ങനെ നമ്മൾ ചെയ്യും? മക്കളൊന്ന് ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ കഴിയുക? ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിലേക്ക് വരണടാ? നമ്മൾ ഗ്രാഫിലേക്ക് വരണം. ഗ്രാഫിലാണെങ്കിൽ കറക്റ്റ് കോൺസെപ്റ്റിലേക്ക് നമുക്ക് വരാൻ കഴിയും. ചെറിയ ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നമുക്ക് ഇത് ക്ലിയർ ചെയ്ത് പോകാൻ കഴിയും. നമ്മൾ ഗ്രാഫിലേക്ക് വരയ്ക്കാം. സെറ്റ് ആണോ? ആക്ച്വലി ഇത് ഗ്രാഫ് വരയ്ക്കാതെ നമുക്ക് പ്രോബ്ലം ചെയ്യാം. പക്ഷെ നമുക്ക് ആ കോൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഏത് രീതിയിൽ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കൊക്കെ ക്ലിയർ ചെയ്ത് പോകണം. സെറ്റ് ആണോ? അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗ്രാഫ് ഒന്ന് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പോലെ, സ്ഥിരം ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്തോടാ? തൊട്ട് മുൻപ് ചെയ്ത പോലെ നമ്മൾ ലൈൻസ് വരച്ചു അല്ലെ? യെസ്. ഒരു ആക്സിൽ ഹീറ്റ് എടുത്തു, ഒരു ആക്സിൽ ടെമ്പറേച്ചർ എടുത്തു. ഫൈൻ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഗ്രാഫ് എങ്ങനെയായിരിക്കും വരിക? ഞാൻ ഗ്രാഫ് വലിയ ഭംഗിയൊന്നും ആക്കുന്നില്ല. സി ഓക്കെ ഓക്കെ, ഇതായിരുന്നു നമ്മളെ ഗ്രാഫ് അല്ലെ? ഓക്കെ, അങ്ങനെയാണ് മക്കൾ നോക്കിയോ. ഇത് ഏത് ഡിഗ്രി ആയിരുന്നു മക്കളെ? ഇത് ഏത് ഡിഗ്രി ആയിരുന്നു? ഒന്ന് പറഞ്ഞ മക്കള്. ഇത് ഏതായിരുന്നു? ഇത് 0 ഡിഗ്രി അല്ലെ? അല്ലെ? 0 ഡിഗ്രിയിലുള്ള ഐസ് ആണ്, അതായത് സോളിഡ് ആണ് ഇത്. സെറ്റ് ആണോ? അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ 0 ഡിഗ്രിയിൽ എന്ത് കിട്ടി? എന്ത് കിട്ടി മക്കളെ? 0 ഡിഗ്രിയിൽ ഐസ് ഉണ്ട്. 0 ഡിഗ്രിയിൽ എന്തുണ്ടാവും? ലിക്വിഡ് ഉണ്ടായിരുന്നു അല്ലെ? അല്ലേ? ഇതൊക്കെ നമ്മൾ വരച്ചതാണ്. ഇവിടെയും ലിക്വിഡ് തന്നെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇവിടെയാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ഗ്യാസ് പറഞ്ഞിരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫിഗർ വരച്ച സമയത്ത് പറഞ്ഞതാണ്, ഗ്രാഫ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെയാണ് മക്കൾ ശ്രദ്ധിച്ചേ. എന്താണ് കഥ? നമ്മുടെ കഥ എന്താണ് മക്കളെ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 0 ഡിഗ്രിയിൽ എന്തുണ്ട്? ഐസ് ക്യൂബുകൾ ഉണ്ട്, അല്ലെങ്കിൽ സോളിഡ് ആയിട്ട് ഐസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ ഒന്നാമത്തെ ബോക്സ് നിൽക്കുന്നത് ഇവിടെയാണ്. ഞാൻ 1 എഴുതിയിട്ടുണ്ട്. 0 ഡിഗ്രിയിൽ അവിടെ 0 ഡിഗ്രിയുള്ള ഐസ് നമ്മൾ വെച്ചിട്ടുണ്ട്, ഒന്നാമത്തെ ബോക്സ്. രണ്ടാമത്തെ ബോക്സ് എനിക്ക് എവിടെയാ മക്കളെ? രണ്ടാമത്തെ ബോക്സ് എനിക്ക് ഇവിടെയാണ്, സെക്കൻഡ് ബോക്സ്. അത് ഇത്രയാ മക്കളെ വരുന്നത്? 50 ഡിഗ്രിയിലുള്ള ലിക്വിഡ്. ഓക്കെ ആണോ? 50 ഡിഗ്രിയുള്ള ലിക്വിഡ്, 0 ഡിഗ്രിയിലുള്ള സോളിഡ്. ഓക്കെ ആണ്, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തു. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ കിട്ടിയേ? മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോ മക്കളെ എനിക്ക് കിട്ടിയ ആൻസർ എന്താണെന്ന് അറിയോ? എന്തായിരുന്നു മക്കളെ കിട്ടിയിരുന്നത്? ഇത് രണ്ടാമത്തെ ബോട്ടിലാണ്. രണ്ടുള്ളത് കൺഫ്യൂഷൻ ആയി പോയത് ഫസ്റ്റ് ബോട്ടിലാണ്. എനിക്ക് കിട്ടിയ ബോട്ടിൽ എവിടെയാ? എനിക്ക് കിട്ടിയ ആൻസർ എവിടെയാ മക്കളെ? ഇത് രണ്ടിന്റെയും ഇടയിലായിട്ട് 3 എന്ന് പറയുന്ന ഒരു റീജിയനാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. 3 എന്തായിരുന്നു? ആക്ച്വലി 3 എന്ന് പറയുന്നത് അതിന്റെ ഫൈനൽ മിക്സ് ആയിരുന്നു. ആ ടെമ്പറേച്ചർ എത്രയാണ് നമുക്ക്? 6.7 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? ആ സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? ലിക്വിഡ് ആണ്. യാതൊരു കൺഫ്യൂഷൻ ഇല്ല സാറേ. അങ്ങനെയാണെങ്കിൽ മക്കളൊന്ന് പറ, ഇതില് 3 ടൈപ്പ് ഹീറ്റ് അല്ലേ ഉണ്ടായിട്ടുള്ളത്? ഒന്ന് ലാറ്റൻ ഹീറ്റ് അല്ലെ? സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവാൻ എടുത്തുള്ള ഒരു ലാറ്റൻ ഹീറ്റ് മക്കൾ കാണുന്നുണ്ടോ? സെറ്റ് ആണോ? Q1 അത് ഹീറ്റ് ഗെയിൻ ചെയ്ത, ആര് ഹീറ്റ് ഗെയിൻ ചെയ്ത? ഐസ് ഹീറ്റ് ഗെയിൻ ചെയ്ത. രണ്ടാമത്തെ ഹീറ്റ് കണ്ടോ? ഇത് ലിക്വിഡ് ആയി മാത്രം നിൽക്കുകയാണോ ഐസ്? അല്ല, അവിടെ എന്തിനായിരുന്നു മക്കളെ? ഒരു Q2 എന്ന് പറയുന്നത് ഹീറ്റ് ഉണ്ടായിട്ടില്ലേ? അതും കൂടി ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഐസ് ഹീറ്റ് ഗെയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ഹീറ്റ് ആണ് ഐസ് ഗെയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് ഹീറ്റ് ലോസ് ആയിരിക്കാൻ ഉണ്ടായിട്ടുള്ളത്. Q3 എന്ന് പറയുന്ന 50 ഡിഗ്രിയിൽ നിൽക്കുന്ന, 50 ഡിഗ്രിയിൽ നിൽക്കുന്ന ലിക്വിഡിന് ഉണ്ടായിട്ടുള്ള ഹീറ്റ് ലോസ് അല്ലേ Q3 എന്ന് പറയുന്നത്? ആണോ അല്ലയോ? അങ്ങനെയാണോ? നമുക്ക് അടിപൊളി ഒരു ഇക്വേഷൻ എഴുതി വെക്കാമോ? എന്താണ് മക്കളെ നമ്മൾ ഇക്വേഷൻ? ഒന്ന് പറഞ്ഞേ. ഹീറ്റ് ലോസ്, എത്ര ഹീറ്റ് ആണോ നമുക്ക് ഇതിൽ ലോസ് ആയിട്ടുള്ളത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ട് മക്കളെ? ഒരു ഹീറ്റ് ഗെയിൻ ഉണ്ടായിട്ടുണ്ടല്ലോ. സെറ്റ് ആണോ? ആർക്കാ ഹീറ്റ് ലോസ് ഉണ്ടായിട്ടുള്ളത്? ഹീറ്റ് ലോസ് ഉണ്ടായിട്ടുള്ളത് ഏത് പാത്രത്തിനാ? രണ്ടാമത്തെ ബോക്സിനായിരുന്നു അല്ലെ? ഹീറ്റ് ഗെയിൻ ഉണ്ടായിട്ടുള്ളതോ? ഒന്നാമത്തെ ബോക്സിനാ. ഹീറ്റ് ലോസ് രണ്ടാമത്തെ പാത്രത്തിന്, അല്ലെങ്കിൽ രണ്ടാമത്തെ ബോട്ടിലിന്. അതിന് എത്രയായിരുന്നു? 50 ഡിഗ്രിയിൽ നിന്ന് എത്രയിലേക്ക് താന്നു മക്കളെ? 6.7 ഡിഗ്രിയിലേക്ക് താന്നു. ഹീറ്റ് ലോസ് ആണേ. അങ്ങനെയാണ് ഹീറ്റ് ഗെയിൻ എത്രയിലേക്ക് ഉണ്ടായത്? 2 കേസിലാണ്. ഏതൊക്കെയാ ഉണ്ടായത്? Q1 എന്ന് പറയുന്ന ഒരു ഹീറ്റ് ഉണ്ട്, Q2 എന്ന് പറയുന്ന ഹീറ്റ് ഉണ്ട്. Q1 എന്തിനായിരുന്നു? 0 ഡിഗ്രിയുള്ള സോളിഡ് 0 ഡിഗ്രിയിൽ എന്തിലേക്ക് മാറി? ലിക്വിഡ്, ലാറ്റൻ ഹീറ്റ് ആണ്. സെറ്റ് ആണോ മക്കൾക്ക്? ഇനി 0 ഡിഗ്രിയുള്ള ലിക്വിഡ് എത്രയിലേക്ക് മാറണം? 6.7 ഡിഗ്രിയുള്ള ലിക്വിഡിലേക്ക് മാറണം സാറേ. യാതൊരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താ? ഇവിടെ എത്ര ഹീറ്റ് ആണോ ലോസ് ആയത് അത്ര തന്നെ ഹീറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് മക്കൾ വന്നേ. പ്രോബ്ലത്തിലേക്ക് വന്നേ. ഇക്വേഷൻ ഒക്കെ ഓക്കെ ആണോ? ഹീറ്റ് ലോസിന് നമ്മൾ എന്താ കൊടുത്തിരുന്നത്? ഹീറ്റ് ലോസ് ഇവിടെ ഹീറ്റ് ലോസ് ആയത് Q3 അല്ലേ? Q3 is equal to എന്താണ് മക്കളെ വരിക? Q2 plus Q1 വരൂടാ. ഒരു കൺഫ്യൂഷൻ ഇല്ല. ക്ലിയർ. അപ്പൊ ആർക്കാണ് ഹീറ്റ് ലോസ് ഉണ്ടായിട്ടുള്ളത്? അത് മക്കൾക്ക് അറിയാം. ഒന്ന് പറഞ്ഞേ, ഹീറ്റ് ലോസ് ആർക്കാണ് ഉണ്ടായിട്ടുള്ളത്?
50 ഡിഗ്രിയുള്ള ആ ബോട്ടിലല്ല ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണ് ഹൈ ഹീറ്റ് ലോസ് നമുക്കൊന്ന് കണ്ടുപിടിക്കാലോ. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ഈ കേസിൽ നമുക്ക് ആവശ്യമുള്ള എന്താ, 50 ഡിഗ്രിയിൽ നിന്ന് 6.7 ഡിഗ്രിയിലേക്ക് ഹീറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. ആ വാല്യൂ അല്ലേ മക്കളെ കണ്ടുപിടിക്കേണ്ടേ? ആ വാല്യൂ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഈ ഡെൽറ്റ ക്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ മക്കൾ കണ്ടിട്ടുണ്ട്. എം ഇൻറ്റു സി ഇൻറ്റു ഡെൽറ്റ ടി അല്ലെ. ഇവിടെ മാസ്, ഈ ലിക്വിഡിന്റെ മാസ് എത്രയായിരുന്നു മക്കളെ? ഈ മൂന്നാമത്തെ കേസിൽ എത്രയായിരുന്നു ലിക്വിഡിന്റെ മാസ്? 0.30 കിലോഗ്രാം അല്ലേ. സി എത്രയായിരുന്നു? 4186 അല്ലേ. ഡെൽറ്റ ടി എത്രയായിരിക്കും ഡെൽറ്റ ടി മക്കളെ? ഡെൽറ്റ ടി എന്ന് പറയുന്നത് 50 മൈനസ് 6.7 ഡിഗ്രിയാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 54376 ജൂൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് Q3 എത്ര കിട്ടിയടാ? 54376 ജൂൾ കിട്ടി. സെറ്റാണ് നമുക്ക്? യാതൊരു കൺഫ്യൂഷൻ വേണ്ട. ജസ്റ്റ് കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുന്നു, ആൻസറിലേക്ക് വരുന്നു. Q3 is equal to 54376 ജൂൾ. റെഡി 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 റെഡി. അപ്പൊ നമുക്ക് എത്ര ഹീറ്റ് ആണ് ലോസ് ആയതെന്ന് കണ്ടല്ലോ. പക്ഷെ സാർ ഇത് ഹീറ്റ് ലോസ് മാത്രം കണ്ടാൽ മതിയോ? നമുക്ക് കാണേണ്ടത് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലേ. അതിലേക്കാ മക്കളെ നമ്മൾ വരുന്നത്. എത്രയാണോ ഇവിടെ ഹീറ്റ് ലോസ് ആയിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടല്ലേ ഐസ് ഇങ്ങനെ ഹീറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഹീറ്റ് ഗെയിൻ ഉണ്ടാവുന്നത്? രണ്ട് ഹീറ്റ് ഗെയിൻസ് ആണ് ഉണ്ടാവുന്നത്. ഒന്ന് Q1 എന്ന് പറയുന്ന ഈ ഹീറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ Q2 ഗെയിൻ ചെയ്യുന്നുണ്ടല്ലോ. യെസ്, അങ്ങനെയാണെങ്കിൽ Q1 ഉം Q2 കണ്ടുപിടിക്കാം. Q1 എന്തായിരുന്നു മക്കളെ? ഫിഗറിലേക്ക് നോക്കിയാൽ മക്കള് Q1 എന്തായിരുന്നു? ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ അല്ലേ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മക്കൾ കണ്ടോ? Q is equal to M into LF. സെറ്റാണ്. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസിനാണ് നമ്മൾ LF എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ Q1 is equal to 0.15 into LF ആണ്. ഒരു കൺഫ്യൂഷൻ ഇല്ല സാറേ. അങ്ങനെയാണെങ്കിൽ Q2 മക്കൾ പറ. Q2 എന്ന് പറയുന്നത് എന്തായിരുന്നു? 6.7 ഡിഗ്രിയിലേക്ക് എത്തണം അല്ലെ. നമ്മൾ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? 0 എന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. ഇല്ല. അങ്ങനെ നമ്മൾ നോക്കിയോ, നമുക്ക് ഇവിടേക്ക് എത്തണം. 6.7 ഡിഗ്രിയിലേക്ക് നമുക്ക് എത്തണം. 0 എന്നാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ആണോ നമുക്ക്? ഞാനൊരു ബ്ലാക്ക് വരച്ചത് ഓക്കെ ആണല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഹീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്താണ്? അവിടെ ലാറ്റന്റ് ഹീറ്റ് അല്ലല്ലോ. അല്ല. അങ്ങനെയാണ് ആ ഇക്വേഷൻ എന്തായിരിക്കും? MC ഡെൽറ്റ ടി ആയിരിക്കും. എന്ന മക്കൾ വന്നേ. M എത്രയായിരിക്കും മക്കളെ? 0.15. സാറേ നേരത്തെ നമ്മൾ 0.3 ഉപയോഗിച്ച് 0.15 ഉപയോഗിച്ച് ഇത് എന്തിന്റെ? ഐസിന്റെ അല്ലെ. നേരത്തെ വാട്ടർ ആയിരുന്നു. വാട്ടർ 50 ഡിഗ്രി താഴ്ത്തി. ഇത് നമ്മൾ എങ്ങോട്ടാ വരുന്നത്? 0 ഡിഗ്രി 6.7 ആവാ. അപ്പൊ അതിന്റെ മാസം എത്രയാ? 0.15 ആ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ സി എത്രയാ മക്കളെ വരിക? ഇവിടെ ഐസ് ആണോ വാട്ടർ ആണോ? ലിക്വിഡ് കഴിഞ്ഞ് ലിക്വിഡ് അല്ലെ. ഇവിടെ മക്കൾ നോക്കിയാൽ 0 ഡിഗ്രി 6.7 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ അത് വാട്ടർ അല്ലേ. ഇവിടത്തെ വരൂടാ 4186 വരും. ഡെൽറ്റ ടി എത്ര വരും മക്കളെ? 6.7 ഡിഗ്രി അല്ലേ വരിക. നമുക്ക് 0 6.7 കൊണ്ടുപോകണ്ടേ. അങ്ങനെയാണ് 6.7 ഡിഗ്രി വന്നു. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് എന്ത് കിട്ടൂടാ? ഒരു Q2 ഒരു ആൻസർ കിട്ടൂലേ. ആ Q2 ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓൾമോസ്റ്റ് 4206 ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ പറയാം. Q1 നമുക്കറിയാം, Q2 നമുക്കറിയാം. Q1 M into LF ഉണ്ട്, അല്ലെങ്കിൽ 0.15 into LF ഉണ്ട്. Q2 4206 ആണ്. Q3 എന്ന് പറയുന്നത് 54376 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിരുന്നു മക്കളെ? Q3 is equal to Q2 plus Q1 അല്ലെ. ഇക്വേഷനിലേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Q3 is equal to Q2 plus Q1 ആണ്. Q3 എത്രയായിരുന്നു ഒന്ന് പറഞ്ഞ നമ്മള്? 54376 ആയിരുന്നു. Q2 എത്രയായിരുന്നു മക്കളെ? Q2 4206 ആണ്. അങ്ങനെയാണെങ്കിൽ Q1 എത്രയായിരുന്നു? M into ML അല്ലോ. എമ്മിന് പകരമായിട്ട് നമ്മൾ വാല്യൂ കൊടുത്തിട്ടില്ലേ? എത്രയായിരുന്നു മക്കളെ? 0.15 into LF ആണ്. ഇത് ആരാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? LF-നെ അല്ലേ. LF-നെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? എങ്ങനെയാണ് LF-നെ കണ്ടുപിടിക്കുക? ഈ ടേമിലേക്ക് LF-ലേക്ക് കൊണ്ടുപോവുക. ഇതിനാദ്യം 54376 മൈനസ് 4206 വരും. ഡിവൈഡഡ് ബൈ എന്ത് വരും മക്കളെ? 0.15 വരും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ LF is equal to, ഇത് ജസ്റ്റ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. LF is equal to നമുക്കൊരു വാല്യൂ കിട്ടും. ആ LF-ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? സിമ്പിൾ വാല്യൂ ആണ്. 3.34 into 10⁵ ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും. ഓക്കെ ആണോ? LF-ന്റെ വാല്യൂ 3.34 into 10⁵ ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും. നമുക്ക് ഇത്രയും കാര്യം ആലോചിച്ച് വെക്കുക, സെറ്റ് ആക്കി വെക്കുക, ക്ലിയർ ആക്കി വെക്കുക. ഇത് നല്ലൊരു അടിപൊളി പ്രോബ്ലം ആണ്. ഈ ടൈപ്പിൽ പ്രോബ്ലം ചോദിക്കാറുണ്ട്. നല്ല കോൺസെപ്റ്റ് വേണം. ആകെയുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫിൽ എങ്ങനെയൊക്കെ വരുന്നു, Q1 Q2 Q3 ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞാൽ മാത്രം മതി. സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇവിടെ Q3 എന്ന് പറയുന്നത് ഹീറ്റ് ലോസ് ആയിരുന്നു. Q1 Q2 ഹീറ്റ് ഗെയിൻ ആയിരുന്നു. Q1 Q2
എത്രയാണോ ഹീറ്റ് ലോസ് ആയത് അത്രത്തോളം ഹീറ്റ് ആർക്ക് കിട്ടുന്നുണ്ട്? Q1 Q2 കൂടി ആഡ് ചെയ്താലുള്ള വാല്യൂ ആണ്. സെറ്റ് ആണോ മക്കൾക്ക്? ക്ലിയർ ആണല്ലോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻ, റെഡി. എടാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കൾ നോക്കിയേ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ ഓഫ് ഹീറ്റ്. കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നൊന്നുമില്ല, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ തന്നെയാണ്. ആക്ച്വൽ പാർട്ടിക്കിൾ മൂവ്മെന്റിലൂടെ ഈ ട്രാൻസ്ഫർ നടക്കുകയാണെങ്കിൽ അതിനെ കൺവെക്ഷൻ എന്ന് പറയും. അതെല്ലാം ആക്ച്വൽ മൂവ്മെന്റ് ഇല്ലാതെ ഒരു പാർട്ടിക്കിൾ, ഇപ്പൊ ജസ്റ്റ് നമ്മളിപ്പോ തൊട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു മാർക്കറിന്റെ ഈ ഒരു എൻഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു എൻഡിൽ ഞാൻ ഫിഗർ പോലെ വരയ്ക്കട്ടോ. ഈ മാർക്കർ ഉണ്ട്, ഈ എൻഡിൽ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു കാൻഡിൽ വെക്കാണ്. എ എന്ന് പറയുന്നതിന്റെ ബി എന്ന് പറയുന്നില്ലേ? ഇവിടേക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഇവിടെയുള്ള പാർട്ടിക്കിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യൂടാ? ഇതിന്റെ കിട്ടുന്ന ഒരു എനർജി തൊട്ടടുത്ത പാർട്ടിക്കിൾ കൊടുക്കും, തൊട്ടടുത്ത പാർട്ടിക്കിൾ കൊടുക്കും. ഇങ്ങനെ കൊടുത്തു പോടാ, നമ്മൾക്ക് ഷെയർ ചെയ്ത് പോകുന്ന പോലെ എങ്ങനെ പോകും? അങ്ങനെ പോയിട്ട് അത് ബിയിലെത്തി. ഞാൻ ഇവിടെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിന്റെ കൈ ആണോ മക്കളെ, ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഹോട്ട് ആയിട്ടുള്ള ഒരു ഫീൽ വരില്ലേ? അങ്ങനെ വരുന്നതാണ് നമ്മൾ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? കൺവെക്ഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ആ പാത്രമൊക്കെ വെച്ചുള്ള കേസ് ഓർമ്മയുണ്ടോ നമുക്ക്? യെസ്. അപ്പൊ കണ്ടക്ഷൻ ഓക്കെ, കൺവെക്ഷൻ ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് മക്കൾ വന്നേ. റൈറ്റ് എനി ടു ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോ ഓഫ് ആൻ അയൺ ബാർ ഈസ് ഡിപെൻഡ്. നമ്മൾ ഇതൊരു അയൺ ബാർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഈ അയൺ ബാറിന് എ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എയിൽ നിന്ന് ബിയിലേക്ക് ഹീറ്റ് പായുന്നതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയായിരിക്കും? രണ്ട് ഫാക്ടേഴ്സ് മതി നമുക്ക്. അതിൽ ഒന്നാമത്തെ ഫാക്ടർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, അല്ലെങ്കിൽ ഏരിയ ആണ്. സിംപ്ലി ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഏരിയ കൂടുന്ന സമയത്ത് ഈസി ആയിട്ട് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് മാസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണല്ലോ. അപ്പൊ ഹീറ്റ് ഫ്ലോ എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ടാമത്തെ മക്കൾ നോക്കിക്കോ, ഈ രണ്ട് സ്ഥലത്തെയും ടെമ്പറേച്ചർ എ എന്ന് പറയുന്ന പോയിന്റിലെയും ബി എന്ന് പറയുന്ന പോയിന്റിലെയും ടെമ്പറേച്ചർ ഡിഫറൻസ് കൂടുതലാണെങ്കിലോ ഈസി ആയിട്ട് ഹീറ്റ് പാസ് ചെയ്തൂടെ? അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ എന്താ മക്കളെ? ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ആദ്യത്തെ ഫാക്ടർ ഏരിയ ആയിരുന്നു. അപ്പൊ ഹീറ്റ് എഫക്റ്റിനെ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറിനെ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, രണ്ടാമത്തത് ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് ആണ്. സെറ്റ് ആണോ? നമുക്ക് ഈ ലെങ്ത്തും കൂടി എഫക്റ്റ് വേണമെങ്കിൽ പറയാം, പക്ഷെ രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ. ലെങ്ത് ഇൻക്രീസ് ആവുന്നതിനനുസരിച്ചിട്ട് ഹീറ്റ് ഫ്ലോ എന്താവും? പറയും. ലെങ്ത് ഡിക്രീസ് ആവുമ്പോൾ സഡൻ ആയിട്ട് ഹീറ്റ് ഫ്ലോ ഉണ്ടാവും ചെയ്യട്ടോ. അങ്ങനെയാണെങ്കിൽ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും രണ്ടാമത്തെ ടെമ്പറേച്ചറും എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സെറ്റ് ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ഡു ദ സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് തെർമോമീറ്റേഴ്സ് ഹാവ് സെയിം ന്യൂമറിക്കൽ വാല്യൂ? ഒരു ചേഞ്ച് ഉള്ള ക്വസ്റ്റ്യൻ അല്ലെ? കാര്യം എന്താ? നമ്മളോട് സാധാരണ രീതിയിൽ നമ്മളോട് പറയാറുണ്ടായിരുന്നത് ഡിഗ്രി സെൽഷ്യസിലുള്ള ഒരു റീഡിംഗ്, അതിന് നമ്മളോട് പറയും ചിലപ്പോ ഫാരൻഹീറ്റിലേക്ക് ആക്കാൻ വേണ്ടി പറയും, അല്ല ഫാരൻഹീറ്റിലുള്ള റീഡിംഗ് ഡിഗ്രി സെൽഷ്യസിലേക്ക് ആക്കാൻ വേണ്ടി പറയും. അതിന് മക്കൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതായിരുന്നു? C-0 divided by 100 is equal to F minus 32 divided by 180 അല്ലേ? ഇതല്ലേ നമ്മൾ ഉപയോഗിക്കാറ്? ഈ ഇക്വേഷനിലെ നമ്മൾ ഉപയോഗിക്കുന്നേ. അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ, കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കേസിൽ നമ്മൾ ഉപയോഗിക്കാം? പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. ഏതൊരു ഇൻസ്റ്റന്റിൽ ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്ന റീഡിങ്ങും ഫാരൻഹീറ്റ് കാണിക്കുന്ന റീഡിങ്ങും എന്താണ്? സെയിം ആണ്. അത് ഏത് കേസാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് തരാറുണ്ട്, ഫാരൻഹീറ്റ് കണ്ടുപിടിക്കേണ്ടി വരും, അല്ല ഫാരൻഹീറ്റ് തരാറുണ്ട്, ഡിഗ്രി സെൽഷ്യസ് കണ്ടുപിടിക്കേണ്ടി വരും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ അനുപാതം പറഞ്ഞിരിക്കുന്നത് എന്താ? ഏതോ ഒരു ഇൻസ്റ്റന്റിൽ രണ്ട് എന്താ സെയിം ആവുന്ന ഒരു പോയിന്റ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റ് നമുക്ക് എക്സ് എന്ന് കൊടുത്തൂടെ? എന്നിട്ട് എക്സ് കണ്ടുപിടിച്ചാൽ പോരെ? നമുക്കൊന്ന് കൊടുത്തു നോക്കാം. മക്കൾ നോക്കിക്കോ, ഈ ഇക്വേഷനിൽ നമുക്ക് കൊടുത്തു നോക്കിയാലോ എന്താ സംഭവിക്കാം? ഡിഗ്രി സെൽഷ്യസ് സിക്ക് പകരം എന്ത് കൊടുക്കണം നമ്മൾ? എക്സ് മൈനസ് 0 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 32 ഡിവൈഡഡ് ബൈ എന്ത് വരും മക്കളെ? 180 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 0 ഒഴിവാക്കിയിട്ട് എക്സ് ബൈ 100 എഫ് മൈനസ് 32 ഡിവൈഡഡ് ബൈ 180 അങ്ങനെ എഴുതാലോ. ഓക്കെ ആണ് മക്കളെ? ഇനി മക്കൾ നോക്കിക്കോ. യെസ്, നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ ഇക്വേഷൻ എക്സ് ഡിവൈഡ് ബൈ 100 ഇസ് ഈക്വൽ ടു എഫ് മൈനസ് 32 ഡിവൈഡ് ബൈ 180 അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യൂടാ? ക്രോസ് ആയിട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. വേറെ ഒന്നും ചെയ്യാൻ പാടാ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എക്സ് ഇൻറ്റു 180 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് 100 റൈറ്റിലേക്ക് പോകില്ലേ? എന്താ സംഭവിക്കാം? ഈ എഫിന് നമ്മൾ എക്സ് കൊടുക്കണം കേട്ടോ. അങ്ങനെ സംഭവിക്കുക എന്തായിരിക്കും മക്കളെ? 100 ഇൻറ്റു എക്സ് മൈനസ് 32 എന്നല്ലേ വരിക? ഒരു കൺഫ്യൂഷനും വേണ്ട. 180 എക്സ് ഇസ് ഈക്വൽ ടു 100 എക്സ് മൈനസ് 3200 അല്ലേ? എന്താ കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു കൺഫ്യൂഷനും ഇല്ല. എന്നാ സെറ്റ് ആക്കിയോ മക്കള്? ഈ 100 എക്സ് നേരെ ലെഫ്റ്റിലേക്ക് വരും. 180 എക്സ് മൈനസ് 100 എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 3200 അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് വരൂടാ? 80 എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 3200 എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരൂടാ? മൈനസ് 40. അപ്പൊ മൈനസ് 40 എന്നുള്ള റീഡിംഗിൽ എത്തുമ്പോഴാണ്
ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റിലും എന്ത് കാണിക്കുന്നത്? രണ്ടും ഒരേ റീഡിംഗ് കിട്ടുക, അല്ലെങ്കിൽ ആ ഇൻസ്റ്റന്റിലാണ് ഡിഗ്രി സെൽഷ്യസിലും ഫാരൻഹീറ്റിലും എന്ത് കാണിക്കാം മക്കളെ? ഒരേ റീഡിംഗ് കാണിക്കുക. സെറ്റ് ആണോ? അതല്ലാതെ വേറെ ഒരു റീഡിംഗിലും എന്ത് കാണിക്കില്ല? ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും സെയിം ആയി കാണിക്കില്ല. റെഡി ആണോ? അല്ലയോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് പ്രോബ്ലം മക്കൾ നോക്കിയേ. The mode of heat transfer is shown below. Identify A and B. Okay, answer already ഉണ്ടല്ലോ അല്ലെ? കണ്ടക്ഷൻ നമ്മൾ നോക്കിയോ? നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കേസ് തന്നെ കേട്ടോ. ഇവിടെ നമ്മൾ ഹീറ്റ് കിട്ടുന്നുണ്ട്, ആ ഒരു മെറ്റലിലൂടെ നമ്മളെ കയ്യിലേക്ക് വരുന്നുണ്ട്. അതായത് ഒരു പാർട്ടിക്കിൾ അടുത്ത പാർട്ടിക്കിൾ അടുത്ത പാർട്ടിക്കിൾ അടുത്ത പാർട്ടിക്കിൾ അങ്ങനെ കൊടുത്തു പോകുന്നു. അതിന് നമ്മൾ എന്ത് വരും? കണ്ടക്ഷൻ എന്ന് പറയും. തൊട്ട് മുകളിലായിട്ട് കൈ വെച്ചിട്ടില്ലേ, അവിടെ എയർ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? താഴ്ന്ന എയർ പാർട്ടിക്കിൾ ഹീറ്റ് കിട്ടുന്നു, അത് എക്സ്പാൻഡ് ആവുന്നു, വോളിയം കുറയുന്നു, വോളിയം കൂടുന്നു, ഡെൻസിറ്റി കുറയുന്നു, എയർ പാർട്ടിക്കിൾ മുകളിലേക്ക് വരുന്നു. ആ എയർ പാർട്ടിക്കിൾ നമ്മളെ കയ്യിലേക്ക് തട്ടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ വാട്ടറിന് പകരം ഇവിടെ എയർ പാർട്ടിക്കിൾ ആണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് കേസ് ഏതായിരിക്കും മക്കളെ? കൺവെക്ഷൻ ആവാം, റേഡിയേഷൻ ആവാം. റെഡി ആണോ? യെസ്. ഇനി തേർഡിലേക്ക് വരാം. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരാം കേട്ടോ. ഓക്കെ ആണ്? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. യെസ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിക്കോ. Among the various modes of heat transfer, which one is the fastest? നമ്മൾ 3 ടൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡ് പഠിച്ചു അല്ലെ? കണ്ടക്ഷൻ പഠിച്ചു, കൺവെക്ഷൻ പഠിച്ചു, റേഡിയേഷൻ പഠിച്ചു. അതിൽ ഏതാണ് ഫാസ്റ്റ് മക്കളെ? ഒരു മീഡിയത്തിന് സഹായം ഇല്ലാതെ പാസ് ചെയ്യുന്ന റേഡിയേഷൻ ആയിരിക്കില്ലേ ഫാസ്റ്റ്? സോ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് മക്കൾ വന്നേ. A pan filled with hot food cools from 94 degree to 86 degree അല്ലെ? അപ്പൊ ഒരു പാൻ ഉണ്ട്, അത് കൂൾ ആയിട്ടുണ്ട്. എത്ര ടൈമിനെ കൊണ്ടാണോ? 94 ഡിഗ്രിയിൽ നിന്ന് എത്ര ഡിഗ്രിയിലേക്ക്? 86 ഡിഗ്രിയിലേക്ക് കൂളായി. എത്ര ടൈം മക്കൾ എടുത്തിരിക്കുന്നത്? 2 മിനിറ്റ് ആണ് ഇതിന് എടുക്കുന്ന ടൈം. സെറ്റ് ആണോ മക്കൾക്ക്? 2 മിനിറ്റ്സിനെ കൊണ്ട് 94ൽ നിന്ന് 86ലേക്ക് കൂളായി കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ പുറത്തുള്ള ഈ ഒരു റൂം ടെമ്പറേച്ചർ എത്രയാണ്? ഈ ഒരു റൂമിന്റെ ടെമ്പറേച്ചർ എത്രയാണോ? 20 ഡിഗ്രിയാണ്. ഓക്കെ ആണേ? 20 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഇതിനെ T0 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ T0, സിംപ്ലി T0 എന്ന് കൊടുത്തു. എന്റെ ക്വസ്റ്റ്യൻ ആണ്, ഹൗ ലോങ് വിൽ ഇറ്റ് ടു ടേക്ക് ടു കൂൾ ഫ്രം 71 ഡിഗ്രി ടു 69 ഡിഗ്രി? നമ്മളോട് പറഞ്ഞിരുന്നത് ഇതൊരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്, വാല്യൂസ് മാത്രമേ മാറുള്ളൂ. നമ്മളെ ഒരു കൺഫ്യൂഷൻ വേണ്ട, നമ്മൾ സെറ്റ് ആക്കി പോകും. ഒരു കൺഫ്യൂഷൻ വേണ്ട മക്കള്. റെഡി ആണോ അല്ലയോ? ഇവിടെ ചെയ്യുന്ന കാര്യത്രേ ഉള്ളൂ. ഒരു പാൻ ഉണ്ട്, പാനിൽ ഒരു ഫുഡ് പ്രോഡക്റ്റ് ഉണ്ട്. 94 ഡിഗ്രി 86 ഡിഗ്രിയിലേക്ക് 2 മിനിറ്റ് കൊണ്ട് എത്തി. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം. 71 ഡിഗ്രിയിൽ നിന്ന് ഇത് എത്രയിലേക്ക് ആവുന്നുണ്ട്? 69 ഡിഗ്രിയിലേക്ക് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെടുക്കുന്ന ടൈം എത്രയായിരിക്കും എന്നാണ് എന്റെ ചോദ്യം. ക്ലിയർ ആണോ മക്കൾക്ക്? എത്രയായിരിക്കും ഇതിനെടുക്കുന്ന ടൈം? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. എങ്ങനെ നമ്മൾ ഇത് ചെയ്യും? ഇത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ആദ്യം ഇതിന്റെ റിലേഷൻ ഒന്ന് എഴുതി നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ റിലേഷൻ എഴുതി നോക്കാം. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടൈം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സെയിം മെറ്റീരിയൽ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കേക്ക് വ്യത്യാസം ഉണ്ടാവില്ല. നമുക്ക് ചെയ്ത് നോക്കിയാലോ? സെറ്റ് ആണോ മക്കള്? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ മക്കൾ നോക്കിക്കോ. നമുക്ക് നോക്കാൻ പോവാണേ, ഒരു കൺഫ്യൂഷനും വേണ്ട. നമ്മളെ പാൻ എങ്ങനെയായിരുന്നു മക്കളെ? പാന്റെ ഫസ്റ്റ് കേസ് എന്തായിരുന്നടാ? 94 ഡിഗ്രി അല്ലെ? T1 എത്രയായിരുന്നു? 94 ഡിഗ്രി ആണ്. T2 എത്രയായിരുന്നു മക്കളെ? 86 ഡിഗ്രി ആയിരുന്നു. സെറ്റ് ആണോ മക്കൾക്ക്? T1 94 ആണ്, T2 86 ആണ്. ആൻഡ് ടൈം T is equal to 2 into 60 സെക്കൻഡ്. ഓക്കെ, 2 മിനിറ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 2 സെക്കൻഡ് എന്ന് കൊടുക്കാം. വാട്ടവർ, എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദെൻ ഇതില് റൂം ടെമ്പറേച്ചറിൽ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? റൂം ടെമ്പറേച്ചർ TO 20 ഡിഗ്രി ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പൊ T1 94 ഡിഗ്രി, T2 86 ഡിഗ്രി, T എന്ന് പറഞ്ഞ ടൈം ആണ്, 2 into 60 സെക്കൻഡ് ആണ്, T0 എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി ആണ്. ക്ലിയർ ആണോ? ഇത് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇക്വേഷൻ ഇടാം. dq by dt is directly proportional to delta T. റെഡി ആണോ? ഇതിൽ dq എന്ന് പറഞ്ഞത് എന്താണ്? dq എന്ന് പറയുന്നത് T1 T2 തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? dq എന്ന് പറയുന്നത്. dt എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം ഗ്യാപ്പ് ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി മക്കളെ, ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ട് ടൈമിലെ T1 ഉം T2 അതിന്റെ ആവറേജും ഈ ഔട്ട്സൈഡ് ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്ക് ശ്രദ്ധിക്കണേ, T1 ന്റെയും T2 ന്റെയും ആവറേജും ഔട്ട്സൈഡ് ടെമ്പറേച്ചറും തമ്മിലുള്ള, അല്ലെങ്കിൽ സറൗണ്ടിങ് ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതെന്ന് പറയുന്നത് T0 അല്ലെങ്കിൽ TO എന്നൊക്കെ നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ചുകൂടി എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ കൂടി ഒന്ന് എഴുതി വെക്കട്ടോ. ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ K ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ മക്കളെ. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ മാറ്റിയിട്ട് നമുക്ക് K ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
അതും കൂടി ഒന്ന് എഴുതി വെക്കട്ടോ. dq by dt is equal to k into delta t. കൺഫ്യൂഷൻസ് ഒന്നും ആവണ്ട. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്. അതിപ്പോ ഞാൻ പറഞ്ഞ ഇക്വേഷൻ ആണ്. dq എന്ന് പറയുന്നെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T. ആ T അല്ലേ നമുക്ക് ടൈം ആയിട്ട് തന്നിരിക്കുന്നത്, ഇസ് ഈക്വൽ ടു ഈ K. ഓക്കെ, ഡെൽറ്റ ടി എന്ന് പറയുന്നതോ ഈ T1 T2, ഡെൽറ്റ ടി എന്ന് പറയുന്നത് T1 T2ന്റെ ആവറേജ്, T1 T2 T1 പ്ലസ് T2 ബൈ 2 മൈനസ് T0. ഓക്കെ ആണോ? ഓക്കെ ആണോ അല്ലയോ? ഒന്നും ചേഞ്ച് പോയിട്ടുണ്ട് അല്ലെ? നമുക്ക് ഒന്നും കൂടി നീറ്റ് ആയിട്ട് എഴുതാം. വേറെ ഒന്നുമില്ല, ഇവിടെ ചെയ്ത കാര്യത്തിലേ ഉള്ളൂ. T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T ഇസ് ഈക്വൽ ടു, മക്കൾ ശ്രദ്ധിച്ചോ, K ഇൻറ്റു എന്താ ഇക്വേഷനിൽ വരും മക്കളെ, T1 T2 ബൈ 2. ഇത് ആവറേജ് അല്ലേ, മൈനസ് T0. ഒരു കൺഫ്യൂഷനും വേണ്ട. അങ്ങനെയാണ് നമ്മൾ ഇക്വേഷനിൽ എന്ത് വരും മക്കളെ, T1 മൈനസ് T2 എന്ത് വരും, 94 മൈനസ് 86 ബൈ T വരത്തില്ലേ. T എത്രയായിരുന്നു ഒന്ന് പറഞ്ഞേ മക്കള്. T എത്രയായിരുന്നു? T എന്ന് പറയുന്നത് 2 into 60 അല്ലേ, 2 into 60 is equal to K. T1 plus T2 എത്ര വരും മക്കളെ, T1 plus T2 by 2 94 plus 86 by 2 എന്ന് പറഞ്ഞാല് 90 വരും അല്ലെ. 90 വരും ആവറേജ്. 90 മൈനസ് എന്ത് വരും മക്കളെ, 20. 90 മൈനസ് 20 എന്ന് പറയുന്നത് എത്ര വരും നമുക്ക്, 70 വരും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, 94 മൈനസ് 86 എന്ന് പറഞ്ഞാൽ 8 ഡിവൈഡഡ് ബൈ 2 into 60 is equal to K into 70. ഇതാണ് എന്റെ ഒന്നാമത്തെ ഇക്വേഷൻ. റെഡി ആണോ? കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇല്ല. ഇതാണ് എന്റെ ഒന്നാമത്തെ ഇക്വേഷൻ. 8 divided by 2 into 60 equal to K into 70. ഇതൊരു റിലേഷൻ ആണ്. ആ ഒരു പാനിൽ വെച്ചിരിക്കുന്ന ഫുഡ്, ഈ പാനിൽ വെച്ചിരിക്കുന്ന ഫുഡ് 94 ഡിഗ്രിയിൽ നിന്ന് എത്രയിലേക്ക് മാറി മക്കളെ, 86 ഡിഗ്രിയിലേക്ക് മാറി. അതിനെടുത്ത ടൈം ഇതാണ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്റെ റിലേഷൻ. വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് 90, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്തായിരുന്നു, ഇവിടെ 71 ഡിഗ്രിയിൽ നിന്ന് 69 ഡിഗ്രിയിലേക്ക് എന്ത് ചെയ്യണം, ഇത് കുറയണം, കൂളാവണം. അതിനെടുക്കുന്ന ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ T1 T2 നമുക്കൊന്ന് എഴുതി നോക്കിയാലോ മക്കളെ, എഴുതി നോക്കിയാലോ. T1 T2 ഒക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. ഒരു കൺഫ്യൂഷനും വേണ്ട, എഴുതി നോക്കട്ടോ. T1 എത്രയായിരുന്നു മക്കളെ, T1 മക്കൾ നോക്കിക്കോ, T1 എത്രയായിരുന്നു, 71 അല്ലേ. T1 71 ആണ്. T2 എത്രയായിരുന്നു മക്കളെ, 69 ആണ്. ഓക്കെ ആണോ മക്കൾക്ക്? അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടൈം കണ്ടുപിടിക്കാനാ അല്ലേ. T0 ഔട്ട്സൈഡ് ടെമ്പറേച്ചർ, സറൗണ്ടിങ് ടെമ്പറേച്ചർ 20 ഡിഗ്രി തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇതേപോലെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചൂടെ എന്ന് മക്കൾ വന്നതിന്റെ കൂടെ. T1 മൈനസ് T2 71 മൈനസ് 69 ഡിവൈഡഡ് ബൈ T. ടൈമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു K ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, T1 T2ന്റെ ആവറേജ്. 69ഉം 71ന്റെ ആവറേജ് എത്രയാ മക്കളെ വരിക, 70 അല്ലേ വരിക. 70 മൈനസ് 20 വരും. എന്താ കൺഫ്യൂഷൻ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ എന്ത് വരും, 71 മൈനസ് 69 2 എന്ന് വരും. 2 by T is equal to K into 50 എന്ന് വരും. ഇതാണ് എന്റെ രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു, ഫസ്റ്റത്തെ ഇക്വേഷൻ 8 by 2 into 60 is equal to K into 70. സെക്കൻഡ് ഇക്വേഷൻ 2 by T is equal to K into 50. ഓക്കെ ആണോ? അങ്ങനെയാണോ നമ്മൾ ഒരു പേജിലേക്കും കൂടി ആഡ് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എഴുതിയാണ്. 8 by 2 into 60 is equal to K into 70. അത് ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ഞാനൊന്ന് ചെയ്യാം. എന്താ സംഭവിക്കുക നമുക്ക് നോക്കിയാലോ. ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം, 8 by 120. 2 into 60 120 ആണ് അല്ലെ. ഡിവൈഡ് ബൈ 2 ഡിവൈഡഡ് ബൈ T അല്ലേ, ഇസ് ഈക്വൽ ടു എന്താണ് മക്കളെ ഈക്വൽ ആവുന്നത്, ഒന്നാമത്തെ ഇക്വേഷനിൽ K into 70, K into 70 ഡിവൈഡഡ് ബൈ K into 50. സെറ്റ് ആണ്. ഇനി ഒരു കൺഫ്യൂഷനും ഇല്ല. അതിൽ കെയും കെയും എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും മക്കളെ, T നേരെ റെസിപ്രോക്കൽ അല്ലെ മുകളിലേക്ക് വരാം. അപ്പൊ എന്ത് വരും, 8 into T ഡിവൈഡഡ് ബൈ 120 into 2 അല്ലേ വരിക, ഇസ് ഈക്വൽ ടു 70 by 50 വരും. ഇനി എളുപ്പമാണ്, വേറെ ഒന്നുമില്ല. ഈ 120 into 2 ഞാൻ ഇങ്ങോട്ട് എടുക്കും, 8 ഞാൻ താഴേക്ക് എടുക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര കിട്ടൂടാ, ടൈം ആൻസർ ആയില്ലേ. കൺഫ്യൂഷൻ ഇല്ലല്ലോ മക്കൾക്ക്. ഇതാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. സെറ്റ് ആണോ? ഇതില് dq by dt വെച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ വരും. എക്സാമിനൊക്കെ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളൊരു ഡിഫറൻസ്, കൺഫ്യൂഷൻ ഒക്കെ മൈൻഡിൽ വരാൻ സാധ്യതയുണ്ട്. മക്കള് ഈ ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. ഇനി കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടും. T1 minus T2 by T is equal to K into average of T1 plus T2 minus T0.
റെഡിയാണോ? ആവറേജ് കണ്ടുപിടിക്കാനാണ് ഞാൻ ഇവിടെ T1 പ്ലസ് T2/2 ചെയ്തത് കേട്ടോ. അതാണ് ഡെൽറ്റ T1 പ്ലസ് T2/2 മൈനസ് T0 ആണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കൾക്ക്? കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ, സെറ്റ് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റിൽ വേഗം വാ. യെസ്, ഹീറ്റ് ഫ്രം ദ സൺ റീച്ചസ് എർത്ത് ത്രൂ വാക്യൂം. എന്തായിരിക്കും? റേഡിയേഷൻ ആണ് അല്ലെ? നെയിം ദ മോഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ പറഞ്ഞു, റേഡിയേഷൻ ആണ്. നെയിം ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ മെറ്റൽസും ലിക്വിഡ്സും. മെറ്റൽസിനും ലിക്വിഡ്സിനും എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ? നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാണല്ലോ, ഇനി ഞാൻ പറയില്ലല്ലോ. ഓക്കെ ആണ്, അത് ഏതാണെന്ന് നമുക്ക് അറിയാലോ. ഫൈൻ, ഗുഡ്. അങ്ങനെ തേർഡ് പോയിന്റിലേക്ക് വന്നേ. അക്വാറ്റിക് ആനിമൽസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ കോൾഡ് കൺട്രീസ് ആസ് ഐസ് ഈസ് ഫോംഡ് ഓൺ ദി സർഫസ് ഓഫ് ദി റിവർ. ഹൗ? യെസ്, നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനിൽ നമ്മളെ വാട്ടറിന്റെ കേസിൽ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു പ്രത്യേകത ഉണ്ട്. എന്തായിരുന്നു മക്കളെ അനോമലസ് ബിഹേവിയർ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മക്കള്, എന്തായിരുന്നു അനോമലസ് ബിഹേവിയർ? 4 ഡിഗ്രി വരെ നമ്മൾ ഒരു ക്യാരക്ടർ കാണിച്ച വാട്ടർ അതിന്റെ താഴേക്ക് വരുന്ന സമയത്ത്, അതായത് 10 ഡിഗ്രി, 8 ഡിഗ്രി, 6 ഡിഗ്രി, 4 ഡിഗ്രി, ഇതിങ്ങനെ ഡെൻസിറ്റി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ചിട്ട് ഡെൻസിറ്റി എന്ത് ചെയ്തിരുന്നു മക്കളെ? കൂടി വന്നു അല്ലെ? പക്ഷെ 4 ഡിഗ്രിയിൽ താഴേക്ക് വരുന്ന സമയത്തോ, 3 ഡിഗ്രി, 2 ഡിഗ്രി, 1 ഡിഗ്രിയിലൊക്കെ വരുന്ന സമയത്തോ ഡെൻസിറ്റി എന്താ ചെയ്യുന്നത്? താഴേക്കും വരുമ്പോഴും കൂടണ്ടേ? അതിന് പകരമായിട്ട് 3 ഡിഗ്രിയിൽ എത്തുന്ന സമയത്ത് 4 ഡിഗ്രിനെക്കാളും കുറവ് ഡെൻസിറ്റിയാണ് ആര് കാണിച്ചത്? 3 ഡിഗ്രിയിൽ കാണിച്ചത്. ആക്ച്വലി എന്താ സംഭവിക്കേണ്ടിയിരുന്നത്? 8നേക്കാളും കൂടുതൽ ഡെൻസിറ്റി ആണ് 6 ഡിഗ്രിക്ക് ഉണ്ടായിരുന്നത്. 6 ഡിഗ്രിനെക്കാളും കൂടുതൽ ഡെൻസിറ്റി ആണ് 4 ഡിഗ്രിക്ക് ഉണ്ടായിരുന്നത്. 4 ഡിഗ്രിനെക്കാളും കൂടുതൽ ആവണം ആർക്ക്? 3 ഡിഗ്രിക്ക്. 3നേക്കാളും കൂടുതൽ ആവണം 2 ഡിഗ്രിക്ക്. പക്ഷെ എന്താ സംഭവിച്ചേ? 4 ഡിഗ്രി വരെ ഇതൊക്കെ ഓക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു, നമ്മളെ കൂടെ ഉണ്ടായിരുന്നു വാട്ടർ. പക്ഷേ 4 ഡിഗ്രിന് താഴേക്ക് വന്ന സമയത്തോ, 3 ഡിഗ്രിയിലേക്ക് വന്ന സമയത്തോ ഇവിടെ ഡെൻസിറ്റി കൂടുന്ന ഓർഡറിന് പകരമായിട്ട് ഡെൻസിറ്റി എന്ത് ചെയ്യാൻ തുടങ്ങി മക്കളെ? കുറയാൻ തുടങ്ങി. അതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? അനോമലസ് ബിഹേവിയർ എന്ന് പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഇന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണ്? വാട്ടറിന്റെ അനോമലസ് ബിഹേവിയർ കാരണം മാക്സിമം ഡെൻസിറ്റി ഉണ്ടാവുന്ന ഏത് കേസിലായിരിക്കും? മാക്സിമം ഡെൻസിറ്റി ഉണ്ടാവുന്നത് എവിടെയായിരിക്കും മക്കളെ? 4 ഡിഗ്രിയിലാണ്. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? ഇല്ല. ഫൈൻ. ഇനി എങ്ങനെയാണ് ഇത് അക്വാറ്റിക് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നോക്കാം. അതാണ് ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം കേട്ടോ. യെസ്, ഒന്ന് നോക്കിയോ. നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ അതേപോലുള്ള അക്വാറ്റിക് നമ്മൾ ഈ ചില കൺട്രീസിൽ ഉണ്ടാവും അല്ലെ? ഇപ്പൊ കാനഡ അല്ലെങ്കിൽ അതേപോലെയുള്ള തണുപ്പ് കൂടിയുള്ള രാജ്യങ്ങളൊക്കെ ഉള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്. കേസ് ഇത്രയേ ഉള്ളൂ. ഇതൊരു വാട്ടർ ബോഡിയാന്ന് വിചാരിച്ചു. ഓക്കെ, ഇതൊരു വാട്ടർ ബോഡിയാണ്, നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊരു വാട്ടർ ബോഡിയാണ്, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. റെഡിയാണോ? യെസ്. നമ്മുടെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ നമ്മളൊരു ഈവനിങ് ഒക്കെ ആവുന്ന സമയത്ത് ഒരു 6 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു. അപ്പൊ ഇതിന്റെ ഉള്ളിലും എത്ര ഉണ്ടാവും മക്കളെ? 6 ഡിഗ്രി ഉണ്ടാവും. ഇതിന്റെ താഴെയും എത്ര തന്നെ ഉണ്ടാവും? 6 ഡിഗ്രി ഉണ്ടാവും. അതിലും നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ? ഇല്ല, 6 ഡിഗ്രി തന്നെ ഉണ്ടാവും. നമ്മൾ കുറച്ചും കൂടി നൈറ്റിലേക്ക് വരും തോറും ഈ 6 ഡിഗ്രി മാറിയിട്ട് എത്രയായി മാറും മക്കളെ? ഈ 6 ഡിഗ്രി എന്തായിട്ട് മാറും? ഔട്ട്സൈഡ് ടെമ്പറേച്ചർ 5 ഡിഗ്രി ആവും അല്ലേ? അങ്ങനെ 5 ഡിഗ്രി കുറച്ചു നേരം 5 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഈ സർഫസിലുള്ള ഈ വാട്ടർ സർഫസിലുള്ള ടെമ്പറേച്ചർ എത്രയായിട്ട് മാറും? 5 ഡിഗ്രി ആയി മാറും. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ? 6 ഡിഗ്രി 5 ഡിഗ്രി ആയി മാറി അറ്റ്മോസ്ഫിയറിക് എയറിന്റെ. സോ വാട്ടറിന്റെ സർഫസിലുള്ള ലെയറിലും 6 ഡിഗ്രി എന്തായിട്ട് മാറും? 5 ഡിഗ്രി ആയിട്ട് മാറും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 6 ഡിഗ്രിക്കാണോ 5 ഡിഗ്രിക്കാണോ ഡെൻസിറ്റി കൂടുതൽ? 5 ഡിഗ്രിക്ക് അല്ലേ? അപ്പൊ ഡെൻസിറ്റി കൂടിയ വാട്ടർ എങ്ങോട്ട് വരും? താഴേക്ക് വരും. അപ്പൊ ഡെൻസിറ്റി കുറഞ്ഞ വാട്ടർ എന്ത് ചെയ്യും? മുകളിലേക്ക് കയറും. ഓക്കെ ആണോ മക്കൾക്ക്? അപ്പൊ ഈ താഴെയുള്ള വാട്ടറിന്റെ ഇപ്പം ടെമ്പറേച്ചർ എത്രയെന്നാ നമ്മൾ പറയുന്നത്? താഴെയുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ ഇപ്പൊ എത്രയായി മക്കളെ? താഴെയുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ 5 ഡിഗ്രി ആയി. മുകളിലേക്ക് ആര് കയറി കൊടുത്തു? 6 ഡിഗ്രി ഉള്ള വാട്ടർ കയറി കൊടുത്തില്ലേ? അല്ല, ഡെൻസിറ്റി കൂടിയത് ഡെൻസിറ്റി കുറഞ്ഞത് എങ്ങോട്ട്? മുകളിലേക്ക് കയറിപ്പോയി. അതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. ഇനി സംഭവിക്കുന്ന കാര്യങ്ങൾ മക്കൾ നോക്കിക്കോ. യെസ്, കുറച്ച് സമയം കഴിയുന്ന സമയത്ത് നമ്മളുടെ ഫിഗർ എന്തായിട്ട് മാറൂടാ? മുകളില് നമുക്ക് എത്ര ഉണ്ടായിരുന്നേ? 6 ഡിഗ്രി ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇപ്പൊ നമുക്ക് മുകളിൽ 6 ഡിഗ്രി ആണ് ഉണ്ടായിരുന്നത്, താഴെ 5 ഡിഗ്രി ഉണ്ടായിരുന്നത്. കുറച്ച് ടൈം കഴിയുന്ന സമയത്ത് അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് കോൺടാക്റ്റിൽ കിടക്കൽ 6 ഡിഗ്രി എന്ന് പറയുന്നത് അത് വീണ്ടും എന്താവും മക്കളെ? 6 ഡിഗ്രി എന്ന് പറയുന്നത് വീണ്ടും എന്താവും? 6 ഡിഗ്രി എന്ന് പറയുന്നത് വീണ്ടും എത്രയായിട്ട് മാറൂടാ? 5 ഡിഗ്രിയിലേക്ക് മാറി. ഓക്കെ ആണോ? ഇനി മക്കൾ ശ്രദ്ധിച്ചോ. ഇനി അറ്റ്മോസ്ഫിയറിക് എയർ വീണ്ടും എന്തായിട്ട് മാറുകയാണ്? കുറച്ചുകൂടി ടൈം കഴിഞ്ഞ സമയത്ത് അറ്റ്മോസ്ഫിയറിക് എയർ എത്രയായിട്ട് മാറി? 4 ഡിഗ്രി ആയിട്ട് മാറി. ഇപ്പം അറ്റ്മോസ്ഫിയറിക് എയർ എത്രയാ? 4 ഡിഗ്രി ആണ്. ഇനി ആ ലെയർ, അതായത് നമ്മുടെ വാട്ടർ സർഫസിന്റെ ടോപ്പ് ലെയർ
5 ഡിഗ്രിയിലല്ലേ നിൽക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് നിരന്തരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാരണം ഇതിന്റെ ടെമ്പറേച്ചർ എത്രയായിട്ട് മാറി? ഈ ടോപ്പിൽ മാത്രം 4 ഡിഗ്രി ആവും. എത്ര ഡിഗ്രി ആവും മക്കളെ? 4 ഡിഗ്രി ആയിട്ട് മാറും. 4 ഡിഗ്രി ആയിട്ട് മാറുന്ന സമയത്ത് മക്കൾ നോക്കിക്കോ, 4 ഡിഗ്രിക്കാണോ 5 ഡിഗ്രിക്കാണോ കൂടുതൽ ഡെൻസിറ്റി? ടെമ്പറേച്ചർ കുറയുമ്പോൾ ഡെൻസിറ്റി കൂടുതലേ? അങ്ങനെയാണെങ്കിൽ 4 ഡിഗ്രിക്ക് എന്തായിരിക്കും? ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ഡെൻസിറ്റി കൂടിയത് കാരണം ഇതെന്ത് ചെയ്യും? താഴേക്ക് വരും. ഓക്കെ ആണോ? അപ്പൊ 4 ഡിഗ്രി ഉള്ളത് എങ്ങോട്ട് വന്നു? താഴേക്ക് വന്നു. 5 ഡിഗ്രി ഉള്ള വാട്ടർ എങ്ങോട്ട് പോയി? മുകളിലേക്ക് പോകും. അങ്ങനെ ആകുമ്പോൾ നമുക്കൊന്ന് മാറ്റി വരച്ചാലോ? എന്താ സംഭവിക്കുക? ഈ 4 ഡിഗ്രി താഴേക്ക് വന്നു, 5 ഡിഗ്രി ഉള്ള വാട്ടർ മുകളിലേക്ക് പോയി. ഓക്കെ ആണോ? കുറച്ച് സമയം കഴിയുന്ന സമയത്ത് അറ്റ്മോസ്ഫിയർക്ക് ആയിട്ടുള്ള കോണ്ടാക്ട് കാരണം ഈ 5 ഡിഗ്രിയും തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും മക്കളെ? 4 ഡിഗ്രിയിലേക്ക് തന്നെ വരും. കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ഇപ്പൊ താഴെ മുകളിലൊക്കെ തന്നെ എന്തായിട്ട് മാറിടാ? 4 ഡിഗ്രി ആയിട്ട് മാറി. ഇനി മക്കൾ നോക്കിക്കോ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മക്കൾ നോക്കിക്കോ, ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മക്കൾ നോക്കിക്കോ. ഇനി ഇത് 3 ഡിഗ്രി, കുറച്ചുകൂടി രാത്രി. അപ്പൊ 3 ഡിഗ്രി എന്ന് വിചാരിച്ചോ മക്കളെ, എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അറ്റ്മോസ്ഫിയർ ക്ലിയർ 3 ഡിഗ്രി അല്ലേ? അറ്റ്മോസ്ഫിയർ എന്തായി? 3 ഡിഗ്രി ആയിട്ട് മാറി. അങ്ങനെയാണ് വാട്ടറിന്റെ ടോപ്പ് സർഫസ് എന്തായിട്ട് മാറുക? 3 ഡിഗ്രി ആയിട്ട് മാറി. ഓക്കെ ആണോ? വാട്ടറിന്റെ ടോപ്പ് സർഫസ് എത്രയായിട്ട് മാറി? 3 ഡിഗ്രി ആയിട്ട് മാറി. ഇവിടെയാണ് അനോമലസ് ബിഹേവിയർ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഇവിടെ മക്കൾ ആലോചിച്ച് നോക്കിയേ, ഇതുവരെയുള്ള പാറ്റേൺ പ്രകാരമാണെങ്കിൽ 3 ഡിഗ്രി താഴേക്ക് വരണമായിരുന്നു അല്ലെ? ഡെൻസിറ്റി കൂടുതൽ 3 ഡിഗ്രി ആയിരുന്നു നമ്മളെ പാറ്റേൺ പ്രകാരമാണെങ്കിൽ. അങ്ങനെയല്ല ആക്ച്വലി. അപ്പൊ 3 ഡിഗ്രി ആണെങ്കിൽ താഴേക്ക് വരണമായിരുന്നു, ഡെൻസിറ്റി കൂടി താഴേക്ക് വരണമായിരുന്നു, 4 ഡിഗ്രി മുകളിലേക്ക് പോകണമായിരുന്നു. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ? അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? 4 ഡിഗ്രിക്കല്ലേ മാക്സിമം ഡെൻസിറ്റി കാണിക്കുന്നത്? ഒരു വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി എവിടെയാ മക്കളെ കാണിക്കുക? 4 ഡിഗ്രിയിലല്ലേ? അങ്ങനെയാണ് മക്കൾ നോക്കിക്കേ, 3 ഡിഗ്രിനെക്കാളും ഡെൻസിറ്റി കൂടിയ ഐറ്റം അല്ലേ 4 ഡിഗ്രി? അവനല്ലേ താഴെ കിടക്കുന്നത്. ഇനി അവൻ മുകളിലേക്ക് പോകും തോന്നുന്നുണ്ടോ മക്കൾക്ക്? തോന്നിയില്ല. എന്തുകൊണ്ടാ? ഡെൻസിറ്റി കൂടിയ താഴെ വരാ, ഡെൻസിറ്റി കുറഞ്ഞ മുകളിൽ നിൽക്കും. അപ്പൊ ഡെൻസിറ്റി കുറവായിരിക്കാം 3 ഡിഗ്രിയിലാണ്. അപ്പൊ ഡെൻസിറ്റി കൂടുതലായിരിക്കാം 4 ഡിഗ്രിയിലാണ്. അപ്പൊ 4 ഡിഗ്രിയിൽ വാട്ടർ താഴെ ഉണ്ടാവും, 3 ഡിഗ്രിയിലെ വാട്ടർ ടോപ്പിൽ ഉണ്ടാവും. ഈ 3 ഡിഗ്രി മാറിയിട്ട് എത്രയാ? 2 ആവും, 1 ആവും, 0 ആവും. അവസാനം എന്താവും? ഇവിടെ ഐസ് ബ്ലോക്ക് മേക്ക് ചെയ്യും. ക്ലിയർ ആണോ മക്കൾക്ക്? ഐസ് മേക്ക് ചെയ്യും, ഐസ് ബ്ലോക്ക് മേക്ക് ചെയ്യും. പക്ഷേ ഈ താഴത്തെ വാട്ടറോ? 4 ഡിഗ്രിയിലല്ലേ ഡെൻസിറ്റി കൂടുതൽ, താഴത്തെ വാട്ടർ അതേപോലെ ഉണ്ടാവും. ഈ താഴത്തെ വാട്ടറിൽ അപ്പൊ എന്തുണ്ടാവും? ഇവിടെ മീനുകളും കാര്യങ്ങളും ഒക്കെ എന്തായി പോകും? സേഫ് ആയിട്ട് നിൽക്കും. റെഡി ആണോ? ക്ലിയർ ആണോ അല്ലയോ? അടിപൊളി കാര്യമല്ലേ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. ആ വാട്ടറിന്റെ കേസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളൊക്കെ സിറ്റുവേഷൻ എന്തായിരുന്നു? അക്വാട്ടിക് ലൈഫ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല അല്ലെ? അപ്പൊ ഇതൊക്കെ തന്നെ എന്ന് പറയുന്നത് എന്താണ്? സയൻസിന്റെ ഏറ്റവും രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ ഉള്ളത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മക്കളൊന്ന് ഡിസ്കസ് ചെയ്ത് വെക്കാം. ഇത്രയും ഐഡിയാസ് മക്കളുടെ കയ്യിൽ ഉണ്ടാവണം, അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഉണ്ടാവണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കൾ ഒന്നും കൂടി വീഡിയോസ് ഒന്നും കൂടി എടുത്ത് കാണാം, വീണ്ടും വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇതിൽ നമുക്ക് പിടിക്കാനുള്ളത് 5 to 6 മാർക്സ് ആണ്. അത് നമ്മൾ പിടിക്കാൻ തന്നെ ചെയ്യും. റെഡി ആണോ? ക്ലിയർ? ഓക്കെ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം. റെഡി? ഓക്കെ.